Hi students, welcome to another session of JEE Express. ഇന്ന് നമ്മൾ Redox Reactions എന്ന് പറയുന്ന ക്ലാസ് 11ലെ ഒരു ചാപ്റ്ററാണ് കാണാൻ പോകുന്നത്. സോ നമുക്ക് ആദ്യം കുറച്ച് തിയറി ആൻഡ് പിന്നെ അതിൻ്റെ ബേസ്ഡുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, പിന്നെ തിയറി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, ആ ഒരു രീതിയിൽ നമുക്ക് Redox Reactions ഒന്ന് നോക്കാം. ഓക്കെ, സോ ആദ്യം Redox Reactions എന്ന് പറയുന്നത് റിഡക്ഷൻ ആൻഡ് ഓക്സിഡേഷൻ നടക്കുന്ന റിഡക്ഷൻ ആൻഡ് ഓക്സിഡേഷൻ രണ്ടും ടേക്ക് പ്ലേസ് ചെയ്യുന്ന റിയാക്ഷൻസ് ആണ്. അവിടെ റിഡക്ഷൻ ആൻഡ് ഓക്സിഡേഷൻ രണ്ട് പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഓക്കെ, റിഡക്ഷൻ എന്താ, ഓക്സിഡേഷൻ എന്താ എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, സോ നമ്മൾ മോഡേൺ ടെർമിനോളജി വെച്ചിട്ട് റിഡക്ഷൻ എന്ന് പറയുന്നത് റിഡക്ഷൻ ഈസ് ഗെയിൻ ഓഫ് ഇലക്ട്രോൺ. ഓക്കെ, മോഡേൺ കൺസെപ്റ്റ് അനുസരിച്ച് റിഡക്ഷൻ ഈസ് ഗെയിൻ ഓഫ് ഇലക്ട്രോൺ ആണ്, ഗെയിൻ ഓഫ് ഇലക്ട്രോൺ. ഓക്കെ, ഇനി പഴയ കൺസെപ്റ്റ്, ഓക്കെ, പഴയ കൺസെപ്റ്റ് അനുസരിച്ച് റിഡക്ഷൻ എന്ന് പറയുന്നത് അഡീഷൻ ഓഫ് ഹൈഡ്രജൻ അല്ലെങ്കിൽ റിമൂവൽ ഓഫ് ഇലക്ട്രോ നെഗറ്റീവ് എലമെൻറ്റ്സ് ആണെന്ന് പറയാം. ബട്ട് നമ്മുടെ ഈ മോഡേൺ കൺസെപ്റ്റ് ആയിരിക്കും നോക്കുന്നത്. അതേപോലെ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഓക്സിഡേഷൻ ഈസ് ലോസ് ഓഫ് ഇലക്ട്രോൺ. ഓക്കെ, ലോസ് ഓഫ് ഇലക്ട്രോൺ ആണെങ്കിൽ ഓക്സിഡേഷൻ. അപ്പോൾ ഇത് മോഡേൺ കൺസെപ്റ്റാണ്. ക്ലാസിക്കൽ കൺസെപ്റ്റ് അനുസരിച്ച് ഓക്സിഡേഷൻ വാസ് അഡീഷൻ ഓഫ് ഓക്സിജൻ ഓർ അഡീഷൻ ഓഫ് ഇലക്ട്രോ നെഗറ്റീവ് എലമെൻ്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് റൂൾസ് ഉണ്ട്. ഈ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിച്ചാൽ നമുക്ക് ഇലക്ട്രോൺസ് ഗെയിൻ ആണോ ഇലക്ട്രോൺ ലോസ് ആണോ സംഭവിച്ചത് എന്ന് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, സോ നമുക്ക് ആദ്യം കുറച്ച് റൂൾസ് കണ്ടേക്കാം. സോ ആദ്യത്തെ റൂൾ എന്ന് പറയുന്നത് ഫ്രീ എലമെൻറ്റ്സിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് 0 ആണ്. മോണോ ആറ്റമിക് അയോൺസിൻ്റെ കേസിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് അവരുടെ ചാർജ് തന്നെയാണ്. ഫോർ എക്സാമ്പിൾ, നമുക്ക് Al3+ എന്ന് പറയുന്ന ഒരു അയോൺ ഉണ്ടെങ്കിൽ അവിടെ അലുമിനിയത്തിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് +3 ആണ്. Fe2+ എന്ന് പറഞ്ഞൊരു അയോൺ ഉണ്ടെങ്കിൽ അതിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് 2+ ആണ്. O2- എന്ന് പറഞ്ഞിട്ടൊരു അയോൺ ഉണ്ടെങ്കിൽ അതിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് 2- ആണ്. ഓക്കെ, ഇനി പോളി ആറ്റമിക് അയോൺ ആൻഡ് മോളിക്യൂൾസ്, അവരുടെ കേസിൽ സം ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ഓൾ ദ ആറ്റംസ് എന്ന് പറയുന്നത് ചാർജ് ഓൺ ദ അയോൺ ആയിരിക്കും. ഒരു എക്സാമ്പിൾ നമുക്ക് കൺസിഡർ ചെയ്യാം. PO4 ഫോസ്ഫേറ്റ്. ഓക്കെ, ഇവിടെ ഫോസ്ഫറസിൻ്റെയും 4 ഓക്സിജൻ്റെയും ഓക്സിഡൈസ് സ്റ്റേറ്റ് കൂട്ടിയാൽ -3 വരും. അപ്പോൾ ഫോസ്ഫറസിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് നമുക്ക് അറിയത്തില്ല എന്ന് വിചാരിക്കുക. സോ നമ്മൾക്ക് X എന്ന് കൊടുക്കുക അതിന്. അപ്പോൾ X + 4 × -2 = -3 എന്ന് കൊടുക്കാം. അപ്പോൾ X = -3 + 8 എന്ന് വരും. സോ ഫോസ്ഫറസിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് 5 ആണെന്ന് കണ്ടുപിടിക്കാം. സോ പോളി ആറ്റമിക് അയോൺസിൻ്റെ കേസിൽ സം ഓഫ് ഓക്സിഡൈസ് സ്റ്റേറ്റ് ഓഫ് ഓൾ ആറ്റംസ് = ചാർജ് ഓൺ ദ അയോൺ ആയിരിക്കും. ഓക്കെ, ഇനി മെറ്റൽസ് ഇൻ കോമ്പൗണ്ട്സ്, മെറ്റൽസിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഇനി ഗ്രൂപ്പ് 1 മെറ്റൽ ആണെങ്കിൽ ഗ്രൂപ്പ് 1 മെറ്റൽ ലൈക്ക് സോഡിയം, പൊട്ടാഷ്യം, റുബിഡിയം, സീഷ്യം, ഇവരുടെയൊക്കെ ഓക്സിഡൈസ് സ്റ്റേറ്റ് എപ്പോഴും +1 ആയിരിക്കും. ഗ്രൂപ്പ് 2 മെറ്റൽസ് ആണെങ്കിൽ അവരുടെ ഓക്സിഡൈസ് സ്റ്റേറ്റ് എപ്പോഴും +2 ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ബെറിലിയം, മഗ്നീഷ്യം, കാൽസ്യം, സ്ട്രോൺഷ്യം, അവരുടെയൊക്കെ ഓക്സിഡൈസ് സ്റ്റേറ്റ് ഓൾവേസ് +2 ആയിരിക്കും. അലൂമിനിയം ആണെങ്കിൽ +3 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിന് എക്സെപ്ഷൻസ് ഒന്നുമില്ല, എപ്പോഴും +1, +2, +3 റെസ്പെക്റ്റീവ്ലി ആയിരിക്കും. ഓക്കെ, ഇനി കുറച്ച് കോമൺ ആയിട്ടുള്ള നോൺ മെറ്റൽസിൻ്റെ കേസ് നോക്കാം. ഫ്ലൂറിൻ, ഹൈഡ്രജൻ, ഓക്സിജൻ, പിന്നെ ഹാലജൻസ്. ഫ്ലൂറിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് ഓൾവേസ് -1 ആയിരിക്കും, അതിന് എക്സെപ്ഷൻസ് ഒന്നുമില്ല. ഓക്കെ, ഫ്ലൂറിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് ഓൾവേസ് -1 ആയിരിക്കും. ഹൈഡ്രജൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് വിത്ത് നോൺ മെറ്റൽസ് ഹൈഡ്രജൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് +1 ആയിരിക്കും. വിത്ത് നോൺ മെറ്റൽ ഹൈഡ്രജൻ ഹാസ് എ ഓക്സിഡൈസ് സ്റ്റേറ്റ് ഓഫ് +1. ഇനി മെറ്റൽസിൻ്റെ കൂടെ ഹൈഡ്രജൻ കോമ്പൗണ്ട് ഫോം ചെയ്യുമ്പോൾ ഹൈഡ്രൈഡ് എന്നാണ് വിളിക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമുക്ക് സോഡിയം ഹൈഡ്രൈഡ്, കാൽസ്യം ഹൈഡ്രൈഡ്, ഇതുപോലുള്ള മോളിക്യൂൾസ് ഉണ്ട്. ഇവിടെ സോഡിയം എന്ന് പറയുന്ന ഗ്രൂപ്പ് 1 മെറ്റൽ ആയതുകൊണ്ട് അതിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് +1 ആയിരിക്കും. സോ ഹൈഡ്രജൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് -1 ആയിരിക്കും. ഇവിടെ കാൽസ്യം ഗ്രൂപ്പ് 2 മെറ്റൽ ആയതുകൊണ്ട് കാൽസ്യത്തിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് +2ഉം ഹൈഡ്രജൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് -1ഉം ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ മെറ്റൽസിൻ്റെ കൂടെ ഹൈഡ്രജൻ കോമ്പൗണ്ട് ഫോം ചെയ്യുമ്പോൾ ഹൈഡ്രജൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് -1 ആയിരിക്കും. ഓക്കെ, അവരെ നമ്മൾ ഹൈഡ്രൈഡ്സ് എന്ന് വിളിക്കും. നോൺ മെറ്റൽസിൻ്റെ കൂടെ ആണെങ്കിൽ ഹൈഡ്രജൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് +1ഉം ആയിരിക്കും. ഇനി ഓക്സിജൻ്റെ ജനറൽ ഓക്സിഡൈസ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് -2 ആണ്. ജനറലി ഓക്സിജന് -2 ആണ്. ബട്ട് ചില എക്സെപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ പെറോക്സൈഡ് എന്ന് പറയുന്നത് O2 അയോൺ ആണ്. ഓക്കെ, O2 വരുന്ന കോമ്പൗണ്ട്സിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഹൈഡ്രജൻ പെറോക്സൈഡ് H2O2, പിന്നെ സോഡിയം പെറോക്സൈഡ് Na2O2, പിന്നെ ബേരിയം പെറോക്സൈഡ് BaO2. ഇവിടെയൊക്കെ ഹൈഡ്രജന് +1 ഓക്സിഡൈസ് സ്റ്റേറ്റ് ആയതുകൊണ്ട് 2 ഹൈഡ്രജന് കൂട്ടിയിട്ട് 2 പോസിറ്റീവ് ചാർജ് വന്നു. അപ്പോൾ 2 ഓക്സിജന് കൂട്ടിയിട്ട് നമുക്കൊരു -2 ചാർജ് വരും. ഓക്കെ, അപ്പോൾ 2 ഓക്സിജന് കൂട്ടിയിട്ടാണ് -2. അപ്പോൾ ഒരു ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്തായിരിക്കും? -1 ആയിരിക്കും. സോ പെറോക്സൈഡിനകത്ത് ഓക്സിജൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് -1 ആണ്. ജനറലി നമ്മൾ -2 എഴുതിയത് ഓക്സൈഡാണ്, അവിടെ O2- അയോണാണ്. ഇവിടെ 2 ഓക്സിജന് കൂട്ടിയിട്ട് 2 നെഗറ്റീവ് ചാർജ്. സോ ഓക്സിജൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് -1. ഇനി സൂപ്പർ ഓക്സൈഡ് ഉണ്ട്.
സൂപ്പർ ഓക്സൈഡ് എന്ന് പറയുന്നത് O2 -1 ആണ്. ഓക്കെ, ഇവിടെ 2 ഓക്സിജൻ കൂട്ടിയിട്ട് -1 ആണ്. അപ്പോൾ ഒരു ഓക്സിജൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് എന്തായിരിക്കും? -1/2 ആയിരിക്കും. ഒരു എക്സാമ്പിൾ എടുക്കാം, പൊട്ടാസ്യം സൂപ്പർ ഓക്സൈഡ് KO2. വേറൊരു എക്സാമ്പിൾ റുബീഡിയം സൂപ്പർ ഓക്സൈഡ് RbO2. ഇവിടെ നോക്കിയേ, പൊട്ടാസ്യത്തിന് +1 അല്ലേ? അങ്ങനെയാണെങ്കിൽ 2 ഓക്സിജൻ കൂട്ടിയിട്ട് നമുക്ക് -1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ 2 ഓക്സിജൻ കൂട്ടിയിട്ട് -1 ആണെങ്കിൽ ആ അയോണിനെ വിളിക്കുന്ന പേരാണ് സൂപ്പർ ഓക്സൈഡ്. അവിടെ ഓക്സിജൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് -1/2 ആണ്. ഓക്കെ, പിന്നെ ഓക്സിജൻ ഫ്ലൂറൈഡ്സ് OF2 എന്ന് പറയുന്ന മോളിക്യൂളും O2F2 എന്ന് പറയുന്ന മോളിക്യൂളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഈ 2 മോളിക്യൂൾസിനകത്ത് ഓക്സിജന് പോസിറ്റീവ് ഓക്സിഡൈസ് സ്റ്റേറ്റ് വരും. കാരണം ഫ്ലൂറിൻ മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് എലമെൻറ്റാണ്. അതിന് -1 ആണ് ഓക്സിഡൈസ് സ്റ്റേറ്റ്. അപ്പോൾ ഫ്ലൂറിന് -1 കൊടുത്താൽ ഓക്സിജൻ എന്ത് ഓക്സിഡൈസ് സ്റ്റേറ്റ് വരും? +2 എന്ന് പറയുന്ന ഓക്സിഡൈസ് സ്റ്റേറ്റ് വരും. ഓക്കെ, ഇനി അതേപോലെ ഇവിടെ ഫ്ലൂറിന് -1 കൊടുക്കാം. അപ്പോൾ -2 ആയി. 2 ഓക്സിജന് നമുക്ക് +2 കിട്ടും. അപ്പോൾ ഒരു ഓക്സിജൻ എത്രയാ? +1. അപ്പോൾ ഈ കോമ്പൗണ്ടിനകത്ത് ഓക്സിജന് +1 ഓക്സിഡൈസ് സ്റ്റേറ്റും ഈ കോമ്പൗണ്ടിനകത്ത് ഓക്സിജന് +2 ഓക്സിഡൈസ് സ്റ്റേറ്റും വരും. സോ ഓക്സിജന് നമുക്കിപ്പോൾ ഇത്ര എക്സെപ്ഷൻസ് പഠിക്കാനുണ്ട്. പെറോക്സൈഡിൽ -1, സൂപ്പർ ഓക്സൈഡിൽ -1/2. ഓക്സിജനുമായിട്ട് 2 ഫ്ലൂറിൻ. ഓക്കെ, ഓക്സിജൻ ഡൈഫ്ലൂറൈഡ്. അവിടെ ഓക്സിജന് +2 ആണ്. ഇവിടെ ഓക്സിജൻ ഡൈഫ്ലൂറൈഡ് ആണ്. അവിടെ ഓക്സിജന് +1 ആണ്. അപ്പോൾ ഇത്ര എക്സെപ്ഷൻസ് ഉണ്ട്. ഈ എക്സെപ്ഷൻസ് അല്ലാത്ത സ്ഥലത്തൊക്കെ ഓക്സിജൻ നമുക്ക് -2 കൊടുക്കാം. ഓക്കെ, -2 വരുന്നതിന് നമ്മൾ ഓക്സൈഡ് എന്ന് വിളിക്കും. അടുത്തത് ഹാലജൻസ്. ഹാലജൻസിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് നമുക്ക് നോക്കാം. ഹാലജൻസിന് ജനറലി ഓക്സിഡൈസ് സ്റ്റേറ്റ് -1 ആണ്. ഓക്കെ, ഇനി ചില എക്സെപ്ഷൻസ് നമുക്ക് നോക്കാം. ഇന്റർ ഹാലജൻ കോമ്പൗണ്ട്സ്. ഓക്കെ, ഇന്റർ ഹാലജൻ എന്ന് പറഞ്ഞാൽ ഹാലജൻസ് തമ്മിൽ ഫോം ചെയ്യുന്ന കോമ്പൗണ്ടാണ്. ഫോർ എക്സാമ്പിൾ IBr, ICl, ICl3, IF7, ഇങ്ങനെ കുറേ എക്സാമ്പിൾസ് നമുക്ക് എഴുതാം. ഓക്കെ, ഇപ്പോൾ IBrയുടെ കേസിൽ അയഡിനാണോ ബ്രോമിനാണോ മോർ ഇലക്ട്രോനെഗറ്റീവ്? ബ്രോമിനാണ്. അപ്പോൾ ബ്രോമിന് -1ഉം അയഡിന് +1 ഓക്സിഡൈസ് സ്റ്റേറ്റ് കൊടുക്കാം. ICl കൺസിഡർ ചെയ്താൽ ക്ലോറിനാണ് മോർ ഇലക്ട്രോനെഗറ്റീവ്. സോ ക്ലോറിന് -1ഉം അയഡിന് +1ഉം കൊടുക്കാം. ഇവിടെ ICl3, ഇവിടെ 3 ക്ലോറിൻ ഉണ്ട്. സോ ഓരോ ക്ലോറിന് -1 വീതം. ക്ലോറിൻ ഈസ് മോർ ഇലക്ട്രോനെഗറ്റീവ്. ഓക്കെ, സോ ടോട്ടൽ -3 വന്നു. അപ്പോൾ അയഡിന് എന്ത് കൊടുക്കാം? +3 കൊടുക്കാം. ഇനി IF7 എടുത്താൽ ഫ്ലൂറിന് -1ഉം അയഡിന് +7ഉം കൊടുക്കാം. ഇപ്പോൾ ശ്രദ്ധിച്ചേ, ഇവിടെ മോർ ഇലക്ട്രോനെഗറ്റീവ് ഹാലജന് -1ഉം ലെസ് ഇലക്ട്രോനെഗറ്റീവ് ഹാലജന് പോസിറ്റീവ് ഓക്സിഡൈസ് സ്റ്റേറ്റ്സുമാണ് വന്നത്. ഇവിടെ അയഡിന് +1 ഓക്സിഡൈസ് സ്റ്റേറ്റ് ഉണ്ട്, ഇവിടെ അയഡിന് +3 ഉണ്ട്, ഇവിടെ അയഡിന് +7 ഉണ്ട്. അപ്പോൾ മോർ ഇലക്ട്രോനെഗറ്റീവ് ഹാലജൻ്റെ കൂടെ വരുമ്പോൾ ലെസ് ഇലക്ട്രോനെഗറ്റീവ് ഹാലജന് പോസിറ്റീവ് ഓക്സിഡൈസ് സ്റ്റേറ്റ്സ് വരും. ഓക്കെ, ഇനി കോമ്പൗണ്ട്സ് വിത്ത് ഓക്സിജൻ. ഓക്സിജനായിട്ടുള്ള കോമ്പൗണ്ട്സ് നമുക്ക് കുറച്ചുകൂടെ കൺസിഡർ ചെയ്യാം. Cl2O7. ഇവിടെ ഓക്സിജന് -2 ഓക്സിഡൈസ് സ്റ്റേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ 7 ഓക്സിജന് -14 വന്നില്ലേ? അങ്ങനെയാണെങ്കിൽ 2 ക്ലോറിന് കൂടിയിട്ട് +14 വരണം. ഓക്കെ, അപ്പോൾ ഒരു ക്ലോറിന് എന്താ ഓക്സിഡൈസ് സ്റ്റേറ്റ്? +7. ഓക്കെ, സോ ക്ലോറിൻ ആസ് എ +7 ഓക്സിഡൈസ് സ്റ്റേറ്റ്. നമുക്ക് വേറെ ഒരു എക്സാമ്പിൾ എടുക്കാം. HClOയുടെ അകത്ത് ഇതിൻ്റെ സ്ട്രക്ചർ നോക്കിയാൽ HOCl എന്നാണ് ഇതിൻ്റെ സ്ട്രക്ചർ വരിക. ഇവിടെ ഓക്സിജൻ അറ്റാച്ച് ചെയ്തേക്കുന്ന ക്ലോറിനുമായിട്ടാണ്. സോ ക്ലോറിന് ഓക്സിജൻ ഈസ് മോർ ഇലക്ട്രോനെഗറ്റീവ് എലമെൻറ്റ്. സോ ക്ലോറിന് +1 ഓക്സിഡൈസ് സ്റ്റേറ്റ് കൊടുക്കാം. ബിക്കോസ് ഈ ബോണ്ടിലെ 2 ഇലക്ട്രോണിനെയും ആരെടുത്തുകൊണ്ട് പോയി? ഓക്സിജൻ എടുത്തുകൊണ്ട് പോയി. സോ ക്ലോറിന് +1 കിട്ടി. അതേപോലെ ഈ ഹൈഡ്രജൻ എടുത്താൽ ഹൈഡ്രജൻ ഓക്സിജൻ ബോണ്ടിൽ മോർ ഇലക്ട്രോനെഗറ്റീവ് ആരാ? അവിടെയും ഓക്സിജൻ തന്നെയാണ് മോർ ഇലക്ട്രോനെഗറ്റീവ്. സോ ഹൈഡ്രജന് +1 വരും. സോ 2 +1 ആയി. അപ്പോൾ ഓക്സിജൻ എന്ത് ചാർജാ? -2. അപ്പോൾ വീണ്ടും ഈ കോമ്പൗണ്ട്സ് വിത്ത് ഓക്സിജൻ്റെ കേസിൽ ഓക്സിജൻ ഈസ് മോർ ഇലക്ട്രോനെഗറ്റീവ് ദാൻ ക്ലോറിനാണ്. അതുകൊണ്ട് ക്ലോറിന് പോസിറ്റീവ് ഓക്സിഡൈസ് സ്റ്റേറ്റ് വന്നു. ഇവിടെയും ക്ലോറിന് പോസിറ്റീവ് ഓക്സിഡൈസ് സ്റ്റേറ്റ് വന്നു. സോ ഹാലജൻസിന് പോസിറ്റീവ് ഓക്സിഡൈസ് സ്റ്റേറ്റ് വരുന്ന കുറച്ച് കേസുകൾ നമ്മൾ കണ്ടു. ഇന്റർ ഹാലജൻ കോമ്പൗണ്ട്സ് ആൻഡ് കോമ്പൗണ്ട്സ് വിത്ത് ഓക്സിജൻ. ഓക്കെ, ഇവിടെയൊക്കെ ഹാലജൻസിന് പോസിറ്റീവ് ഓക്സിഡൈസ് സ്റ്റേറ്റും വരാറുണ്ട്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഓക്സിഡേഷൻ നമ്പർ ഓഫ് പൊട്ടാസ്യം ഇൻ K2O, K2O2 ആൻഡ് KO2 റെസ്പെക്റ്റീവ്ലി ഈസ്. ഇവിടെ പൊട്ടാസ്യത്തിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. എല്ലാവരും ഒന്ന് ചെയ്യാവോ? കമൻറ്റ് ചെയ്യാവോ? ഓക്കെ, അപ്പോൾ ഇവിടെ K2O എന്ന് പറയുന്നതിനകത്തും K2O2-നകത്തും KO2-നകത്തും ഒക്കെ പൊട്ടാസ്യത്തിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് +1 തന്നെയാണ്. എന്തുകൊണ്ടാണ് എല്ലാത്തിലും +1? ബിക്കോസ് പൊട്ടാസ്യം ഈസ് എ ഗ്രൂപ്പ് ഓൺ മെറ്റൽ. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പ് ഓൺ മെറ്റലിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് ഓൾവേസ് +1 ആണ്. അവിടെ നമ്മളൊന്നും ആലോചിക്കാനില്ല, നേരെ ആൻസർ ടു സെലക്ട് ചെയ്യാം. ബിക്കോസ് പൊട്ടാസ്യം ഓൾവേസ് ആസ് എ ഓക്സിഡൈസ് സ്റ്റേറ്റ് ഓഫ് +1. ഇനി ഓക്സിജൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, പൊട്ടാസ്യത്തിന് +1 ആണെങ്കിൽ K2Oൻ്റെ അകത്ത് ഓക്സിജൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് -2 ആയിരിക്കും. K2O2-ൻ്റെ അകത്ത് 2 പൊട്ടാസ്യത്തിന് +2 ആയി. അപ്പോൾ 2 ഓക്സിജൻ കൂട്ടിയിട്ട് -2. സോ ഓക്സിജൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് -1 ആയിരിക്കും. ഇനി KO2 എടുത്താൽ അവിടെ പൊട്ടാസ്യത്തിന് +1 ആണ്. സോ 2 ഓക്സിജൻ കൂട്ടിയിട്ട് -1 വരണം. സോ ഒരു ഓക്സിജൻ എന്താ? -1/2.
2. Okay, അങ്ങനെ കണ്ടുപിടിക്കാം. Next one, the oxidized state of transition metal atoms in K2Cr2O7, KMnO4 and K2FeO4 respectively are X, Y and Z. So sum of X, Y and Z എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ക്രോമിയത്തിൻ്റെ മാംഗനീസിൻ്റെ അയണിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്കിവിടെ ക്രോമിയത്തിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് +6 ആണ്, മാംഗനീസിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് +7. ഓക്കെ, അയണിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് എന്ത് വരും? ഇപ്പോൾ ഓക്സിജന് -2 ആണ്, പൊട്ടാസ്യത്തിന് +1 ആണ്, അയൺ X. സോ 2 + X - 8 = 0 എന്ന് എഴുതാം. സം ഓഫ് ഓക്സിഡൈസ് സ്റ്റേറ്റ് = 0 എന്ന് കൊടുക്കാം. ഓക്കെ, സോ X = എന്ത് കിട്ടി? +6. സോ ഇവിടെ അയണിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് +6 ആണ്. ഓക്കെ, സോ സം ഓഫ് ഓക്സിഡൈസ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് 6 + 7 + 6 ആണ്. സോ 12 + 7 18 എന്ന് വരും. ഓക്കെ, അപ്പോൾ ട്രാൻസിഷൻ മെറ്റൽ ആറ്റം ക്രോമിയത്തിനെ മാംഗനീസിന് അയണിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് കൂട്ടിയാൽ 12 + 7 19 എന്ന് വരും, 19 എന്ന് കിട്ടും. ഓക്കെ, യെസ് 19 പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് വൺ, ഐഡൻറ്റിഫൈ ദ പ്രോസസ് ഇൻ വിച്ച് ചേഞ്ച് ഇൻ ഓക്സിഡൈസ് സ്റ്റേറ്റ് ഈസ് 5. ഏത് പ്രോസസ്സിലാണ് ചേഞ്ച് ഇൻ ഓക്സിഡൈസ് സ്റ്റേറ്റ് 5 വന്നേക്കുന്നത്? ഓക്കെ, നമുക്കൊന്ന് നോക്കാം. ഇവിടെ ക്രോമിയത്തിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് +6 ആണ്. ഇവിടെ ക്രോമിയത്തിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് +3. അപ്പോൾ +6 നിന്ന് +3 പോയപ്പോൾ ക്രോമിയത്തിന് എത്ര ഇലക്ട്രോൺ ഗെയിൻ വന്നു? 3 ഇലക്ട്രോൺ ഗെയിൻ ആണ്. ദർ ഇസ് എ 3 ഇലക്ട്രോൺ ഗെയിൻ. ഇവിടെ ക്രോമിയം CrO4 2- ആണ്. CrO4 2-നകത്ത് ക്രോമിയത്തിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് +8 എന്ന് വരും, +6 എന്ന് വരും. വീണ്ടും +6 തന്നെയാണ്. ഇവിടെ ക്രോമിയം +3 ആണ്. +6 നിന്ന് +3 വീണ്ടും എത്ര ഇലക്ട്രോൺ ഗെയിനാണ്? 3 ഇലക്ട്രോൺ ഗെയിൻ. ഇനി MnO4- ബിക്കമിങ് Mn2+. ഇവിടെ മാംഗനീസ് +7 നിന്ന് +2 പോയി. അപ്പോൾ എത്ര ഇലക്ട്രോൺ ഗെയിനാണ്? 5 ഇലക്ട്രോൺ ഗെയിൻ. ഇവിടെ കാർബൺ ഇസ് ഇൻ +3 ഓക്സിഡൈസ് സ്റ്റേറ്റ്. ഇവിടെ കാർബൺ +4 ഓക്സിഡൈസ് സ്റ്റേറ്റാണ്. ഇത് ഓക്സിഡേറ്റ് ആണ് +3. ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് +4. +3 നിന്ന് +4 പോയപ്പോൾ 1 ഇലക്ട്രോൺ ലോസ് ആണ്. ഓക്കെ, അപ്പോൾ 5 ഇലക്ട്രോൺ ചേഞ്ച് വന്നേക്കുന്നത് എവിടെയാണ്? ചേഞ്ച് ഇൻ ഓക്സിഡൈസ് സ്റ്റേറ്റ് 5 വന്നേക്കുന്നത് എവിടെയാണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ 2. MnO4- Mn2+ ആയപ്പോൾ 5 ഇലക്ട്രോൺ ഗെയിൻ ആണ്. ഓക്കെ, നെക്സ്റ്റ്, ഇവിടെ ടെട്രാതയോണിക് ആസിഡ്. അടുത്ത നമുക്ക് ഫ്രാക്ഷണൽ ഓക്സിഡൈസ് സ്റ്റേറ്റ്സ് നോക്കാം. അപ്പോൾ ചില കോമ്പൗണ്ട്സിൻ്റെയൊക്കെ കേസിൽ നമ്മളിപ്പോൾ ഒരു ആറ്റത്തിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രാക്ഷൻ വരാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ H2S4O6. H2S4O6 എന്ന് പറയുന്നത് ടെട്രാതയോണിക് ആസിഡാണ്, ടെട്രാതയോണിക് ആസിഡ്. ഓക്കെ, ഇവിടെ സൾഫറിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് നമുക്കൊന്ന് ഡിറ്റർമിൻ ചെയ്യാം. ഓക്കെ, സൾഫറിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് X കൊടുക്കാം. ഓക്സിജന് -2, ഹൈഡ്രജന് +1. സോ 2 + 4x - 12 = 0 എന്ന് കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് 4x = 10 ഓർ x എന്ത് കിട്ടി? x = 10/4, ദാറ്റ് ഈസ് 2.5 എന്ന് വരും. ഓക്കെ, സോ ഈ ഓക്സിഡൈസ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ഫ്രാക്ഷനാണ് കിട്ടിയേക്കുന്നത്, 2.5 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ശരിക്കും ഒരു ആറ്റത്തിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് അങ്ങനെ ഫ്രാക്ഷൻ വരുവാണെങ്കിൽ അത് ആവറേജ് ഓക്സിഡൈസ് സ്റ്റേറ്റ് ആണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ ഓരോ ആറ്റത്തിൻ്റെയും ആക്ച്വൽ ഓക്സിഡൈസ് സ്റ്റേറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? അത് കണ്ടുപിടിക്കാൻ ഈ സ്ട്രക്ചർ നോക്കി കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കൊരു സൾഫർ ബോണ്ടുണ്ട്. ഈ സൾഫറുമായിട്ടും വേറൊരു സൾഫറാണ് ബോണ്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ സൾഫർ അറ്റാച്ച് ചെയ്തേക്കുന്നത് അപ്പുറം ഇപ്പുറം ആരുമായിട്ട് തന്നെയാണ്? സൾഫറായിട്ട് തന്നെയാണ്. സോ നടുക്കിടക്കുന്ന സൾഫറിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് 0 കൊടുക്കാം. ബിക്കോസ് അത് ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ഇല്ലാത്ത സൾഫറായിട്ടാണ് അറ്റാച്ച് ചെയ്തേക്കുന്നത്. അതേപോലെ ഈ സൾഫർ അറ്റാച്ച് ചെയ്തേക്കുന്നതും അപ്പുറം ഇപ്പുറം സൾഫറായിട്ട് തന്നെയാണ്. സോ ദർ ഈസ് ഓൾസോ നോ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് 3 എലമെൻറ്റ്സ്. ഓക്കെ, അതുകൊണ്ട് നടുക്കിടക്കുന്ന സൾഫറിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് 0 കൊടുക്കാം. ഇനി ഈ സൾഫറായിട്ട് അറ്റാച്ച് ചെയ്തേക്കുന്ന ആരാന്ന് നോക്കിയേ? മോർ ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ഓക്സിജനാണ്. അതും 2 ബോൺസാണ് അറ്റാച്ച് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബോണ്ടിൽ സൾഫറിൻ്റെ 2 ഇലക്ട്രോണേയും കൂടി ഓക്സിജൻ കൊണ്ടുപോയതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ ഓക്സിജൻ കൊണ്ടുപോയാൽ ഓക്സിജൻ എന്ത് ചാർജ് കിട്ടും? -2. അതേപോലെ ഈ ഓക്സിജനും എന്ത് കിട്ടും? -2. ഇവിടെ OH എന്ന് പറയുന്നത് ഈ സൾഫർ ഓക്സിജൻ ബോണ്ടിൽ മോർ ഇലക്ട്രോനെഗറ്റീവ് എന്ന് പറയുന്ന ഓക്സിജനാണ്. ഓക്കെ, അപ്പോൾ ഈ ബോണ്ടിലെ ഒരു ഇലക്ട്രോൺ ആര് കൊണ്ടുപോയി? ഓക്സിജൻ കൊണ്ടുപോയി. ഓക്കെ, അപ്പം നമുക്ക് OHന് മൊത്തത്തിന് -1 ചാർജും കൊടുക്കാം. അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഈ സൾഫറോ ഇതിന് ഇങ്ങോട്ട് കിടക്കുന്ന എലമെൻറ്റ്സ് ഒന്നും ഈ സൾഫറിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് അഫക്റ്റ് ചെയ്യില്ല. സോ ഇത്രയും ഭാഗത്തിനെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ -2, -1, -2 മൊത്തം -5 ചാർജ് ഉണ്ട്. അതിനെ കൗണ്ടർ ചെയ്യാൻ ഈ സൾഫറിന് +5 ചാർജ് വരും. അതേപോലെ ഈ സൾഫറും ഇതേപോലത്തെ സൾഫറാണ്. സോ ഇവിടെയും സൾഫറിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് +5 കിട്ടും. അപ്പോൾ 5, 0, 0, 5.
അങ്ങനെ 4 സൾഫറിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് കിട്ടി. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ സം എടുത്തിട്ട് നമുക്കൊന്ന് ആവറേജ് ചെയ്ത് നോക്കാം. 5 + 0 + 5 + 0 + 5 ദാറ്റ് ഈസ് 10 ഡിവൈഡ് ബൈ ടോട്ടൽ എത്ര സൾഫർ ഉണ്ട്? 4 എണ്ണം. സോ 10/4 എന്ന് പറയുന്നത് എന്താ? 2.5. ഓക്കെ, സോ ഈ 2.5 ആണ് നമുക്ക് ഇവിടെ കിട്ടിയത്. ഓക്കെ, അപ്പോൾ ആക്ച്വലി 4 സൾഫറിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ 5, 0, 0 ആൻഡ് 5 ആണ്, അല്ലാതെ 2.5, 2.5, 2.5, 2.5 അല്ല. ഓക്കെ, ഇനി ഇതേപോലെ നമുക്ക് അടുത്ത മോളിക്യൂളിൻ്റെ സ്ട്രക്ചർ ഓക്സിഡൈസ് സ്റ്റേറ്റ് ഒന്ന് ഡിറ്റർമിൻ ചെയ്യാം. കാർബൺ സബ് ഓക്സൈഡ് ചെയ്ത് നോക്കിയാൽ കാർബൺ സബ് ഓക്സൈഡിൻ്റെ കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ഈ കാർബൺ അറ്റാച്ച് ചെയ്തേക്കുന്നത് അപ്പുറം ഇപ്പുറയും 2 കാർബൺ ആയിട്ടാണ്. സോ ദിസ് കാർബൺ ഈസ് അറ്റാച്ച് ടു 2 ഡിഫറെൻറ്റ് കാർബൺസ്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ഒന്നും ഇല്ല. സോ ഈ കാർബണിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് നമുക്ക് 0 എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി ഈ കാർബൺ അറ്റാച്ച് ചെയ്തേക്കുന്ന ഒഴികെ ഈ ഭാഗം നമ്മൾ സെപ്പറേറ്റ് ചെയ്യുക. കാരണം ഈ കാർബണോ ഈ എലമെൻസോ ഒന്നും ഈ കാർബണിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റിനെ അഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ കാർബണിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് എന്ത് വരും? ഇവിടെ അറ്റാച്ച് ചെയ്തേക്കുന്ന ഓക്സിജൻ ആയിട്ടാണ്. സോ ഓക്സിജന് -2 കൊടുക്കാം. അപ്പോൾ ഈ കാർബൺ എന്ത് കൊടുക്കാം? +2. ഓക്കെ, സോ ഈ കാർബണ് +2 കിട്ടി, ഈ ഓക്സിജന് -2 കൊടുക്കാം. അതേപോലെ തന്നെയാണ് ഈ കാർബണിനും +2ഉം ഈ ഓക്സിജന് -2ഉം കൊടുക്കാം. ഓക്കെ, സോ കാർബണിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് എന്തൊക്കെയാണ്? 2, 0 ആൻഡ് 2 ആണ്. ഇവിടെ ആവറേജ് എന്ത് വരും? ആവറേജ് ഓക്സിഡൈസ് സ്റ്റേറ്റ് 2 + 2 + 0 ഡിവൈഡ് ബൈ 3 എന്ന് വരും. ദാറ്റ് ഈസ് 4/3. സോ കാർബണിൻ്റെ ആവറേജ് ഓക്സിഡൈസ് സ്റ്റേറ്റ് 4/3 ആണ്. ഓക്കെ, അടുത്ത നമുക്ക് ട്രൈബ്രോമോ ഒക്ട ഓക്സൈഡ് കൺസിഡർ ചെയ്യാം. Br3O8. Br3O8ൻ്റെ അകത്ത് ബ്രോമിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് എന്താണെന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഈ ബ്രോമിൻ ബോണ്ടുള്ള ഭാഗത്ത് വെച്ച് നമുക്ക് ഈ മോളിക്യൂളിനെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ബ്രോമിൻ തമ്മിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ഇല്ലാത്തതുകൊണ്ട് ഈ ഭാഗത്ത് ഇങ്ങനെ ഐസൊലേറ്റ് ചെയ്തു, ഈ ഭാഗത്ത് ഇങ്ങനെ ഐസൊലേറ്റ് ചെയ്തു. ഇപ്പോൾ ഇവിടെ ഡബിൾ ബോണ്ട് ആയതുകൊണ്ട് ഓക്സിജന് -2 കൊടുക്കാം. ബ്രോമിനേക്കാളും ഓക്സിജൻ മോർ ഇലക്ട്രോനെഗറ്റീവാണ്. അതേപോലെ ഇവിടെയും ബ്രോമിനേക്കാളും ഓക്സിജൻ മോർ ഇലക്ട്രോനെഗറ്റീവ് ആയതുകൊണ്ട് ഓക്സിജന് വീണ്ടും -2. ഇവിടെയും ബ്രോമിനേക്കാളും ഓക്സിജൻ മോർ ഇലക്ട്രോനെഗറ്റീവ് ആയതുകൊണ്ട് ഓക്സിജന് -2. സോ -2, 4 ആൻഡ് 6 -6 വന്നു ടോട്ടൽ. സോ ബ്രോമിൻ എന്താ ഓക്സിഡൈസ് സ്റ്റേറ്റ്? +6. ഓക്കെ, സിമിലർലി ഈ ബ്രോമിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് +6 തന്നെയാണ്. ഈ ഓക്സിജന് -2, ഈ ഓക്സിജന് -2. സോ ടോട്ടൽ -4 ആണ്. അതിനെ കൗണ്ടർ ചെയ്യാനായിട്ട് ഈ ബ്രോമിന് +4ഉം കൊടുക്കാം. ഓക്കെ, സോ 6 + 4 10 + 6 16. സോ 16 ഡിവൈഡ് ബൈ 3 എന്ന് കിട്ടും ആവറേജ് ഓക്സിഡൈസ് സ്റ്റേറ്റ്. ഓക്കെ, അപ്പോൾ ഫോർമുല വെച്ച് നേരെ കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫ്രാക്ഷണൽ ഓക്സിഡൈസ് സ്റ്റേറ്റ് ആയിരിക്കും കിട്ടുക. ഓക്കെ, അടുത്ത നമുക്ക് ഓക്സിഡൈസിങ് ഏജൻറ്റ് ആൻഡ് റെഡ്യൂസിങ് ഏജൻറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ആരാണ് ഓക്സിഡൈസിങ് ഏജൻറ്റ്, ആരാണ് റെഡ്യൂസിങ് ഏജൻറ്റ് എന്ന് നമുക്കൊരു എക്സാമ്പിളിലൂടെ മനസ്സിലാക്കാം. സിങ്ക് Cu2+ൻ്റെ കൂടെ റിയാക്ട് ചെയ്തിട്ട് Zn2+ ആൻഡ് Cu തരുന്ന റിയാക്ഷൻ നമുക്ക് കൺസിഡർ ചെയ്യാം. സിങ്ക് റിയാക്ടിങ് വിത്ത് Cu2+ ടു ഗിവ് Zn2+ ആൻഡ് Cu. ഓക്കെ, ഇപ്പോൾ ഈ റിയാക്ഷനിൽ ഇതൊരു റിഡോക്സ് റിയാക്ഷനാണ്. ഇവിടെ ഓക്സിഡേഷൻ നമ്പറിൽ ചേഞ്ച് ഒക്കെ ഉണ്ട്. ഓക്കെ, സിങ്ക് ഇനീഷ്യലി 0 ഓക്സിഡൈസ് സ്റ്റേറ്റിലായിരുന്നു. റിയാക്ഷൻ കഴിഞ്ഞപ്പോൾ +2 ഓക്സിഡൈസ് സ്റ്റേറ്റ് ആയി. കോപ്പർ 2+ ഇനീഷ്യലി +2 ഓക്സിഡൈസ് സ്റ്റേറ്റ് ആയിരുന്നു. റിയാക്ഷൻ കഴിഞ്ഞപ്പോൾ 0 ഓക്സിഡൈസ് സ്റ്റേറ്റിലോട്ടും പോയി. ഓക്കെ, അപ്പോൾ സിങ്കിന് 2 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു. സോ ദർ ഈസ് എ ലോസ് ഓഫ് 2 ഇലക്ട്രോൺ. ഓക്കെ, സിങ്ക് എത്ര ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു? ലോസ്റ്റ് 2 ഇലക്ട്രോൺ. ഓക്കെ, അതേ സമയത്ത് കോപ്പർ 2+ന് 2 ഇലക്ട്രോൺ കിട്ടി. സോ കോപ്പർ 2+ ഗെയിൻഡ് 2 ഇലക്ട്രോൺ എന്ന് പറയാം. ഗെയിൻ 2 ഇലക്ട്രോൺ. സോ സിങ്കിന് 2 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു, കോപ്പറിന് 2 ഇലക്ട്രോൺ കിട്ടി. ഓക്കെ, സോ സിങ്ക് ആണ് കോപ്പർ 2+നെ റെഡ്യൂസ് ചെയ്തത് എന്ന് നമുക്ക് പറയാമല്ലോ. സിങ്ക് കൊടുത്ത് 2 ഇലക്ട്രോൺ മേടിച്ചിട്ടാണ് കോപ്പർ 2+ റെഡ്യൂസ് ആയത്, ശരിയല്ലേ? സോ സിങ്കിനെ നമുക്ക് എന്ത് വിളിക്കാം? റെഡ്യൂസിങ് ഏജൻ്റ് ആണെന്ന് വിളിക്കാം. സിങ്ക് കാരണമാണ് Cu2+ റെഡ്യൂസ് ആയതെന്ന് പറയാം. ഓക്കെ, അതേ സമയത്ത് Cu2+ സിങ്കിൻ്റെ ഇലക്ട്രോണെ മേടിച്ചത് കൊണ്ട് സിങ്ക് എന്തായി? സിങ്ക് 2+ ആയി. അപ്പോൾ സിങ്ക് ഓക്സിഡേഷൻ നടന്ന് സിങ്ക് 2+ ആകാനുള്ള റീസൺ ആരാ? Cu2+ ആണ്. Cu2+ കാരണമാണ് സിങ്ക് ഓക്സിഡൈസ് ആയത്. സോ കോപ്പർ 2+നെ നമുക്ക് ഓക്സിഡൈസിങ് ഏജൻ്റ് എന്ന് വിളിക്കാം. അപ്പോൾ ഒരു റിയാക്ഷൻ്റെ അകത്ത് ഓക്സിഡൈസിങ് ഏജൻ്റ് എന്ന് പറഞ്ഞാൽ ആരാ? ഇലക്ട്രോണിനെ മേടിക്കുന്ന സ്പീഷീസാണ്. ഒരു റിയാക്ഷൻ്റെ അകത്ത് റെഡ്യൂസിങ് ഏജൻറ്റ് എന്ന് പറയുന്ന ആരാ? ഇലക്ട്രോണെ കൊടുക്കുന്ന സ്പീഷീസാണ്. സോ സിങ്ക് ഇലക്ട്രോണിനെ കൊടുത്തു, സോ ഇറ്റ് ഈസ് റെഡ്യൂസിങ് ഏജൻറ്റ്. കോപ്പർ 2+ ഇലക്ട്രോണെ മേടിച്ചു, അത് ഓക്സിഡൈസിങ് ഏജൻറ്റ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ അവരുടെ ഫീച്ചേഴ്സൊക്കെ ഒരു ടേബിളിലാക്കിയിട്ടുണ്ട്. ഓക്സിഡൈസിങ് ഏജൻറ്റിനെ നമ്മൾ ഓക്സിഡൻ്റ് എന്ന് വിളിക്കും, റെഡ്യൂസിങ് ഏജൻറ്റിനെ റിഡക്റ്റൻ്റ് എന്ന് വിളിക്കും. ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ ഓക്സിഡൈസിങ് ഏജൻറ്റ് ഇലക്ട്രോണെ അക്സെപ്റ്റ് ചെയ്യും. ഇലക്ട്രോണെ അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അയാൾക്ക് റിഡക്ഷൻ സംഭവിക്കും. ഓക്കെ, സാധാരണ ഈ ഓക്സിഡൈസിങ് ഏജൻറ്റ്സ് ഹയർ ഓക്സിഡൈസ് സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ,
ഇവർ വേറെ ഏതെങ്കിലും എലമെൻറ്റിനെ ഓക്സിഡൈസ് ചെയ്യും. അവരുടെ ഇലക്ട്രോണെ മേടിച്ച് കഴിയുമ്പോഴത്തേക്കും മറ്റ് എലമെൻറ്റ് എന്ത് ചെയ്യും? ഓക്സിഡൈസ് ആകും. സോ ദേ ഓക്സിഡൈസ് സം അതർ എലമെൻറ്റ്. ഇനി ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ ഇലക്ട്രോൺസിനെ മേടിക്കുന്നത് കൊണ്ട് ഓക്സിഡൈസിങ് ഏജൻറ്റുകളുടെ ഓക്സിഡേഷൻ നമ്പർ കുറയുകയാണ് ചെയ്യുക. ഓക്കെ, ഇനി ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ റെഡ്യൂസിങ് ഏജൻറ്റ് എന്ത് ചെയ്യും? റെഡ്യൂസിങ് ഏജൻറ്റ് ഇലക്ട്രോണെ കൊടുക്കും. ദേ ഗീവ് ഇലക്ട്രോണെ നഷ്ടപ്പെടുത്തുമ്പോൾ അവർക്ക് എന്ത് സംഭവിക്കുകയും ചെയ്യും? ഓക്സിഡേഷൻ സംഭവിക്കുകയും ചെയ്യും. ഓക്കെ, അവർ ലോവർ ഓക്സിഡൈസ് സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുക. ലോവർ ഓക്സിഡൈസ് സ്റ്റേറ്റിൽ നിൽക്കുവാണെങ്കിൽ ഇലക്ട്രോൺസിനെ കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി അവർ ഇലക്ട്രോണെ കൊടുക്കുമ്പോൾ വേറെ ഏതെങ്കിലും എലമെൻറ്റിന് റിഡക്ഷൻ സംഭവിക്കും. ഇനി ഇവർ ഇലക്ട്രോണെ കൊടുത്തു കഴിയുമ്പോൾ ഇവർക്ക് ഓക്സിഡേഷൻ സംഭവിക്കുമല്ലോ. അപ്പോൾ ഇവരുടെ ഓക്സിഡൈസ് സ്റ്റേറ്റ് കൂടും. സോ ഡ്യൂറിങ് എ റിയാക്ഷൻ റെഡ്യൂസിങ് ഏജൻറ്റിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടും, ഓക്സിഡൈസിങ് ഏജൻറ്റിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് കുറയും. ഓക്കെ, അപ്പോൾ ഈ അവസാനത്തെ ഒരു കാര്യം മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഓക്സിഡൈസ് സ്റ്റേറ്റ് കുറഞ്ഞോ? അങ്ങനെയാണെങ്കിൽ അത് ഇലക്ട്രോണെ മേടിച്ചു, ഇറ്റ് ഈസ് എ ഓക്സിഡൈസിങ് ഏജൻറ്റ്. ഇനി റിയാക്ഷൻ നടന്നു കഴിഞ്ഞപ്പോൾ ഓക്സിഡൈസ് സ്റ്റേറ്റ് കൂടിയോ? അങ്ങനെയാണെങ്കിൽ അയാൾ ഇലക്ട്രോണെ കൊടുത്തു, അയാൾ റെഡ്യൂസിങ് ഏജൻറ്റുമാണ്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്സിഡൈസിങ് ഏജൻറ്റ് ആൻഡ് റെഡ്യൂസിങ് ഏജൻറ്റിൻ്റെ ബേസിലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, സോ കൺസിഡർ ദിസ് ഇക്വേഷൻ H2SO3 plus SN4 plus H2O giving SN2 plus and HSO4 minus. ഓക്കെ, അസിഡിക് മീഡിയത്തിൽ നടക്കുന്ന ഒരു റിയാക്ഷനാണിത്. ഈ 3H+ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്? ഇതിലേതാണ് ശരി? ഏതാണ് ശരി? അപ്പോൾ ഇവിടെ നമുക്ക് ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ഒന്ന് നോക്കാം. ഓക്കെ, SN4 പ്ലസ് SN2 ആയിട്ട് മാറി. SN4 പ്ലസ് SN2 ആയിട്ട് മാറിയപ്പോൾ എത്ര ഇലക്ട്രോണെ ഗെയിൻ ചെയ്തു? 2 ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്തു. ഓക്കെ, 2 ഇലക്ട്രോണെ ഗെയിൻ ചെയ്ത SN4+ എന്ന് പറയുന്നത് ഓക്സിഡൈസിങ് ഏജൻ്റാണ്. ഇനി H2SO3യുടെ അകത്ത് സൾഫറിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് +4 ആണ്. ഓക്കെ, ഇവിടെ HSO4- ആണ്. HSO4- സൾഫറിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് +6 ആണ്. ഓക്കെ, അപ്പോൾ +4 എന്ന് +6 പോയപ്പോൾ സൾഫറിന് ഇലക്ട്രോൺസിനെ നഷ്ടപ്പെട്ടു. ഇലക്ട്രോണെ കൊടുത്ത ആൾ ആരാ? H2SO3 ഇലക്ട്രോണെ കൊടുക്കുകയാണ് ചെയ്തത്. ഇലക്ട്രോണെ കൊടുത്ത ആൾ റെഡ്യൂസിങ് ഏജൻ്റാണ്. സോ H2SO3 എന്ന് പറയുന്ന റെഡ്യൂസിങ് ഏജൻറ്റും SN4+ എന്ന് പറയുന്നത് ഓക്സിഡൈസിങ് ഏജൻറ്റുമാണ്. ഓക്കെ, നമുക്ക് 4 ഓപ്ഷൻസ് ഒന്ന് നോക്കാം. SN4+ ഇസ് ദ ഓക്സിഡൈസിങ് ഏജൻറ്റ് ബിക്കോസ് ഇറ്റ് അണ്ടർഗോസ് ഓക്സിഡേഷൻ. ആണോ? SN4+ ഇലക്ട്രോണിനെ മേടിക്കുന്നത് കൊണ്ട് അത് ഓക്സിഡൈസിങ് ഏജൻ്റാണ്. ഓക്കെ, ഇലക്ട്രോണെ മേടിച്ചപ്പോൾ അതിന് റിഡക്ഷനാണ് സംഭവിച്ചത്, ഓക്സിഡേഷൻ അല്ല. സോ ഓക്സിഡേഷൻ അല്ല, സോ ദിസ് ഈസ് റോങ്. ഇനി SN4+ ഈസ് റെഡ്യൂസിങ് ഏജൻറ്റ്, അത് തെറ്റാണ്. SN4+ ഓക്സിഡൈസിങ് ഏജൻറ്റ് ബിക്കോസ് ഇറ്റ് ഈസ് അക്സെപ്റ്റിംഗ് ഇലക്ട്രോൺ. ഓക്കെ, അടുത്തത് H2SO3 ഇസ് ദ റെഡ്യൂസിങ് ഏജൻറ്റ് ബിക്കോസ് ഇറ്റ് അണ്ടർഗോസ് ഓക്സിഡേഷൻ. അത് ശരിയാണ്. കാരണം H2SO3 +4 ഓക്സിഡൈസ് സ്റ്റേറ്റിൽ നിന്ന് +6 ഓക്സിഡൈസ് സ്റ്റേറ്റിലോട്ട് പോയി. ഓക്കെ, സോ സൾഫറിന് 2 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു. സോ H2SO3 ഇസ് ദ റെഡ്യൂസിങ് ഏജൻറ്റ് ബിക്കോസ് അത് ഓക്സിഡൈസ് ആയതുകൊണ്ട് ഇലക്ട്രോണെ കൊടുത്തപ്പോഴാണ് അതിന് ഓക്സിഡേഷൻ നടന്നത്. സോ ഇതാണ് ശരി ആൻസർ. സോ H2SO3 റെഡ്യൂസിങ് ഏജൻ്റ് ആണ്, കാരണം റിയാക്ഷൻ നടക്കുമ്പോൾ അതിന് ഓക്സിഡേഷൻ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ഇനി H2SO3 ഇസ് ദ റെഡ്യൂസിങ് ഏജൻറ്റ് ബിക്കോസ് ഇറ്റ് അണ്ടർഗോസ് റിഡക്ഷൻ. തെറ്റാണ്. റെഡ്യൂസിങ് ഏജൻറ്റ് ഓക്സിഡേഷനാണ് അണ്ടർഗോ ചെയ്യുക. സോ ദിസ് ഈസ് ഓൾസോ ഫോൾസ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ 3. ഓക്കെ, നെക്സ്റ്റ് വൺ. Which of the following equation depicts the oxidizing nature of hydrogen peroxide? Okay, so hydrogen peroxide oxidizing nature ne ഏത് ഇക്വേഷനാണ് ഡെപ്പിക്റ്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, നോക്കിക്കോ, ഇവിടെ KiO4 ആണ്. അയഡിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് എന്താ? +7. ഓക്കെ, ഹൈഡ്രജൻ പെറോക്സൈഡിനകത്ത് -1 ആണ് ഓക്സിഡൈസ് സ്റ്റേറ്റ്. ഇവിടെ KiO3 ആണ്. ഇവിടെ അയഡിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് +5 ആണ്. ഇവിടെ ഓക്സിജൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് -2, ഇവിടെ ഓക്സിജൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് 0. ഇപ്പോൾ നമുക്ക് KiO4 +7 നിന്ന് +5 പോയി, ശരിയല്ലേ? +7 നിന്ന് +5 പോയപ്പോൾ അയാൾ ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ആണ് ചെയ്തത്. ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്ത ആൾ ആരാ? ഓക്സിഡൈസിങ് ഏജൻ്റാണ്. അപ്പോൾ KiO4 ആരാ? ഓക്സിഡൈസിങ് ഏജൻറ്റ്. അങ്ങനെയാണ് ആരായിരിക്കും ഇലക്ട്രോണെ കൊടുത്തത്? ഇലക്ട്രോണെ കൊടുത്തത് ഹൈഡ്രജൻ പെറോക്സൈഡ് ആയിരിക്കും. അപ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡ് ആരായിരിക്കും? റെഡ്യൂസിങ് ഏജൻ്റ് ആയിരിക്കും. നമ്മൾ അടുത്ത് ചോദിച്ചത് ഓക്സിഡൈസിങ് നേച്ചറിനെ ആര് ഡെപ്പിക്റ്റ് ചെയ്യുന്നതാണ്. ഇവിടെ ഹൈഡ്രജൻ പെറോക്സൈഡ് ആരാ? റെഡ്യൂസിങ് ഏജൻ്റാണ്. സോ ഇതല്ല നമ്മുടെ ആൻസർ. അടുത്തത് നോക്കാം. അയഡിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് ഇവിടെ 0 ആണ്. ഇവിടെ അയഡിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് എന്താ? -1. ഓക്കെ, അപ്പോൾ അയഡിൻ 0 നിന്ന് -1 പോയപ്പോൾ ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്തു. സോ അയഡിൻ ഇലക്ട്രോൺ അക്സെപ്റ്ററാണ്. ഇലക്ട്രോൺ അക്സെപ്റ്റർ ആരാ? ഇലക്ട്രോൺ അക്സെപ്റ്റർ ഈസ് ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ്. സോ I2 ഈസ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. ഓക്കെ, ഇനി ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് -1 ആണ്. ഇവിടെ ഓക്സിജന് -2 ഉണ്ട്, ഇവിടെ ഓക്സിജന് 0 ഉണ്ട്. അപ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡിനെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകത്തില്ല ഹൈഡ്രജൻ പെറോക്സൈഡിന് ഓക്സിഡേഷൻ ആണോ റിഡക്ഷൻ ആണോ നടന്നതെന്ന് മനസ്സിലാകത്തില്ല. അതുകൊണ്ട് അയഡിനെ നോക്കുക.
അയഡിൻ 0 നിന്ന് -1 പോയല്ലോ. അപ്പോൾ അയഡിൻ ആരാ? ഇലക്ട്രോൺ ഗെയിൻ ചെയ്ത ആളാണ്. സോ അയഡിനാണ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. അപ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡ് എന്തായാലും റെഡ്യൂസിങ് ഏജൻറ്റ് ആയിരിക്കും. ഓക്കെ, സോ ഇതും അല്ല നമ്മുടെ ഉത്തരം. അടുത്ത് നോക്കാം. ഇവിടെ അയഡിൻ -1 ഇവിടെ അയഡിൻ 0 കണ്ടോ, ഇവിടെ അയഡിൻ ഓക്സിഡേഷൻ സംഭവിച്ചു. അയഡിൻ ലോസ്റ്റ് ഇലക്ട്രോൺ, അയഡിൻ ഗോട്ട് ഓക്സിഡൈസ്ഡ്. അപ്പോൾ അയഡിൻ എന്ന് പറയുന്നത് ഇവിടെ റെഡ്യൂസിങ് ഏജൻ്റ് ആണ്. ഇലക്ട്രോണെ കൊടുത്ത ആളാണ് I-. സോ I- ഈസ് റെഡ്യൂസിങ് ഏജൻറ്റ്. ഓക്കെ, അപ്പോൾ ഓക്സിഡൈസിങ് ഏജൻറ്റ് ആരായിരിക്കും? ഹൈഡ്രജൻ പെറോക്സൈഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അയഡിൻ കൊടുത്ത ഇലക്ട്രോണെ മേടിച്ച ആരായിരിക്കും ഇവിടെ? ഹൈഡ്രജൻ പെറോക്സൈഡ് ആയിരിക്കും മേടിച്ചത്. സോ ഹൈഡ്രജൻ പെറോക്സൈഡ് ഓക്സിഡൈസിങ് ഏജൻറ്റ് ആക്ട് ചെയ്യുന്നത് ഓപ്ഷൻ 3യിലാണ്. നമുക്ക് ഓപ്ഷൻ 4 കൂടി ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ഓക്കെ, ഇവിടെ ക്ലോറിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് 0യും ഇവിടെ ക്ലോറിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് -1 ഓക്കെ, അപ്പോൾ 0 നിന്ന് -1 പോയപ്പോൾ ക്ലോറിൻ ഇലക്ട്രോണെ ഗെയിൻ ചെയ്തു. ഇലക്ട്രോണെ ഗെയിൻ ചെയ്ത ആളാരാ? ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ്. സോ ഹൈഡ്രജൻ പെറോക്സൈഡ് ആരായിരിക്കും? റെഡ്യൂസിങ് ഏജൻ്റ് ആയിരിക്കും. ഓക്കെ, സോ 1, 2 ആൻഡ് 4ൽ ഹൈഡ്രജൻ പെറോക്സൈഡ് റെഡ്യൂസിങ് ഏജൻ്റ് ആണ്, ഇലക്ട്രോണെ കൊടുക്കുകയാണ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ 3യിൽ മാത്രമാണ് ഇലക്ട്രോണെ മേടിച്ചത്. സോ ഇവിടെയാണ് ഓക്സിഡൈസിങ് ഏജൻറ്റ് ബിഹേവിയർ കാണിച്ചത്. ഓക്കെ, സോ ആൻസർ ഈസ് 3. അടുത്തത്, which of the following chemical reaction depict oxidizing behavior of sulfuric acid? ഏത് കേസിലാണ് സൾഫ്യൂരിക് ആസിഡിൻ്റെ ഓക്സിഡൈസിങ് ബിഹേവിയർ നമുക്ക് കാണാൻ പറ്റുന്നത്? ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 4 ഇക്വേഷൻ തന്നിട്ടുണ്ട്. അതിലടത്ത് സൾഫ്യൂരിക് ആസിഡാണ് റിയാക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ ക്ലോറിൻ -1 ഓക്സിഡൈസ് സ്റ്റേറ്റിലാണ്. ഇവിടെയും പ്രൊഡക്റ്റിൽ ക്ലോറിൻ -1 തന്നെയാണ്. സോഡിയം ഇവിടെയും +1 ഇവിടെയും +1. ഓക്കെ, ഹൈഡ്രജൻ ഇവിടെയും +1 പ്രൊഡക്റ്റിനകത്തും +1. സൾഫേറ്റ് +6 ഓക്സിഡൈസ് സ്റ്റേറ്റ് ആണ്. ഇവിടെ HSO4- ആണ്, അവിടെയും +6 ഓക്സിഡൈസ് സ്റ്റേറ്റ് തന്നെയാണ്. ഓക്സിജൻ -2 ഇവിടെയും -2. അപ്പോൾ ആർക്കും തന്നെ ഓക്സിഡൈസ് സ്റ്റേറ്റ് വ്യത്യാസമില്ല. കണ്ടോ, ഇവിടെ സോഡിയം ക്ലോറൈഡ് H2SO4 ആയിട്ട് റിയാക്ട് ചെയ്ത് സോഡിയം ഹൈഡ്രജൻ സൾഫേറ്റ് ഹൈഡ്രജൻ ക്ലോറൈഡുമായിട്ട് മാറി. ഓക്കെ, ഈ റിയാക്ഷൻ എന്ന് പറയുന്നത് ഒരു റിഡോക്സ് റിയാക്ഷനേ അല്ല, കാരണം ഇവിടെ ഓക്സിഡൈസ് സ്റ്റേറ്റ് മാറിയിട്ടില്ല. സോ ദർ ഈസ് ജസ്റ്റ് ആൻ എക്സ്ചേഞ്ച് ഓഫ് അയോൺസ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ സോഡിയം ഈ H2SO4-നകത്തുള്ള HSO4- ആയിട്ട് വന്നു. ഇവിടുത്തെ ഹൈഡ്രജൻ ഇവിടുത്തെ Cl- കൂടെ ചേർന്നിട്ട് എന്തായി? HCl ആയിട്ട് മാറി. സോ അത് ജസ്റ്റ് ഒരു എക്സ്ചേഞ്ച് ഓഫ് അയോൺസ് മാത്രം നടന്ന ഒരു റിയാക്ഷനാണ്, ഒരു ഡബിൾ ഡിസ്പ്ലേസ്മെൻ്റ് ആണെന്ന് പറയാം. ഓക്കെ, അല്ലാതെ റിഡോക്സ് അല്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഓക്സിഡൈസിങ് ബിഹേവിയർ ഒന്നും ഇല്ല. അടുത്ത കേസ്, PCl5 H2SO4 ആയിട്ട് റിയാക്ട് ചെയ്യുന്നു. ഇവിടെ ഫോസ്ഫറസിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് +5 ക്ലോറിൻ -1. ഓക്കെ, ഇനി H2SO4-നകത്ത് സൾഫർ +6 ആണ്, ഓക്സിജൻ -2 ആണ്, ഹൈഡ്രജൻ +1 ഓക്സിഡൈസ് സ്റ്റേറ്റും ആണ്. പ്രൊഡക്ട്സിനകത്ത് നോക്കാം. പ്രൊഡക്റ്റിനകത്ത് ക്ലോറിൻ വീണ്ടും -1 തന്നെ, ഓക്സിജൻ വീണ്ടും -2 തന്നെ, ഫോസ്ഫറസ് വീണ്ടും +5 തന്നെ, വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ഇവിടെയും ക്ലോറിൻ -1 ഹൈഡ്രജൻ +1, വ്യത്യാസം വന്നിട്ടില്ല. അടുത്തത് SO2Cl2-നകത്ത് ഓക്സിജന് വീണ്ടും -2, ക്ലോറിന് -1, സൾഫറിന് +6. സോ ആർക്കും തന്നെ ഓക്സിഡൈസ് സ്റ്റേറ്റിന് വ്യത്യാസം വന്നില്ല. റിയാക്റ്റൻ്റ് ആയിട്ടിരിക്കുമ്പോഴും പ്രൊഡക്റ്റ് ആയിട്ടിരിക്കുമ്പോഴൊക്കെ സെയിം ഓക്സിഡൈസ് സ്റ്റേറ്റാണ്. അപ്പോൾ ഇവിടെയും സൾഫ്യൂരിക് ആസിഡിൻ്റെ ഓക്സിഡൈസിങ് ബിഹേവിയർ അല്ല പുറത്തു വന്നത്. ഓക്കെ, അടുത്തത് HI സൾഫ്യൂരിക് ആസിഡായിട്ട് റിയാക്ട് ചെയ്തപ്പോൾ I2 ആയിട്ട് മാറി. ഓക്കെ, ഇവിടെ അയഡിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് -1, പ്രൊഡക്റ്റിനകത്ത് അയഡിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് 0. സോ ആദ്യമായിട്ട് നമ്മളൊരു റിഡോക്സ് റിയാക്ഷൻ കാണുക. അടുത്തത് സൾഫ്യൂരിക് ആസിഡിനകത്ത് സൾഫറിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് +6 ആണ്, പ്രൊഡക്റ്റ് SO2 ഉണ്ട്, അവിടെ സൾഫറിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് +4. അപ്പോൾ +6 നിന്ന് +4 പോയപ്പോൾ സൾഫറിന് എത്ര ഇലക്ട്രോൺ ഗെയിൻ സംഭവിച്ചു? 2 ഇലക്ട്രോൺ ഗെയിൻ സംഭവിച്ചു. സോ ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്തു. ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്തപ്പോൾ സൾഫ്യൂരിക് ആസിഡ് എന്തായിട്ട് ആക്ട് ചെയ്തു? ഓക്സിഡൈസിങ് ഏജൻറ്റ്. ഓക്കെ, -1 നിന്ന് 0 പോയപ്പോൾ അയഡിന് എത്ര ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു? 1 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു. സോ അയഡിൻ ഇവിടെ ആരായിട്ട് ആക്ട് ചെയ്തു? I- ആരായിട്ട് ആക്ട് ചെയ്തു? റെഡ്യൂസിങ് ഏജൻറ്റായിട്ട് ആക്ട് ചെയ്തു. ഓക്കെ, സോ എവിടെയാണ് സൾഫ്യൂരിക് ആസിഡ് ഓക്സിഡൈസിങ് ഏജൻറ്റായിട്ട് ആക്ട് ചെയ്തതെന്ന് വെച്ചാൽ ഓപ്ഷൻ 3യിലാണ്. ഓപ്ഷൻ 3യിൽ +6 നിന്ന് +4 പോയി. സോ അവിടെ സൾഫ്യൂരിക് ആസിഡ് ഓക്സിഡൈസിങ് ഏജൻറ്റാണ്. ഓക്കെ, ഇനി നമുക്ക് 4ാമത്തെ റിയാക്ഷൻ കൂടി നോക്കിയേക്കാം. കാൽസ്യം ഹൈഡ്രോക്സൈഡ് സൾഫ്യൂരിക് ആസിഡായിട്ട് റിയാക്ട് ചെയ്ത് കാൽസ്യം സൾഫേറ്റ് ആൻഡ് വാട്ടർ തരുന്നു. ഇറ്റ്സ് എ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. ഇത് ആസിഡ് വിത്ത് ബേസുമാണ്. സോ അവിടെയും ഓക്സിഡൈസ് സ്റ്റേറ്റിന് വ്യത്യാസമില്ല. ഇവിടെയും സൾഫേറ്റ് തന്നെയാണ്, ഇവിടെയും സൾഫേറ്റ് തന്നെയാണ്, രണ്ടിടത്തും +6 ഓക്സിഡൈസ് സ്റ്റേറ്റാണ്. സോ സൾഫ്യൂരിക് ആസിഡ് ഈസ് ആക്ടിങ് ആസ് ഓക്സിഡൈസിങ് ഏജൻറ്റ് ഇൻ ഓപ്ഷൻ നമ്പർ 3. അടുത്തത് which one of the following cannot function as an oxidizing agent? ഓക്കെ, ഓക്സിഡൈസിങ് ഏജൻറ്റായിട്ട് ഫങ്ഷൻ ചെയ്യാൻ പറ്റാത്ത ഏതാ? ഓക്കെ, ഇവിടെ അയഡിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് എന്താ? -1. ഓക്കെ, സൾഫറിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് എന്താ? 0. ഇവിടെ നൈട്രേറ്റിനകത്ത് നൈട്രജൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് +5, ഓക്സിജൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് -2 ആണ്. ഇവിടെ ക്രോമിയത്തിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് +6, ഓക്സിജൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് -2 ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം പറയണമെങ്കിൽ
ആദ്യം നമുക്ക് ചില എലമെൻസിൻ്റെയൊക്കെ മാക്സിമം ആൻഡ് മിനിമം ഓക്സിഡൈസ് സ്റ്റേറ്റ്സ് എന്താണെന്ന് അറിയണം. ഓക്കെ, നമുക്ക് കുറച്ച് എലമെൻറ്റ്സ് നോക്കാം. എലമെൻറ്റ്, ആ എലമെൻറ്റിൻ്റെ മാക്സിമം ഓക്സിഡൈസ് സ്റ്റേറ്റ് എന്താ, ആ എലമെൻറ്റിൻ്റെ മിനിമം ഓക്സിഡൈസ് സ്റ്റേറ്റ് എന്താ എന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസുകൾ മാത്രം എഴുതാണ്. കാർബൺ, നൈട്രജൻ, ഫോസ്ഫറസ്, സൾഫർ, ക്ലോറിൻ, ക്രോമിയം, മാംഗനീസ്, ഓക്സിജൻ ആൻഡ് ഹൈഡ്രജൻ. കാർബണിൻ്റെ മിനിമം എന്ന് പറയുന്നത് -4 ആണ്. 4 ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യുമ്പോൾ കാർബൺ ഒക്റ്ററ്റ് ആവും. ഓക്കെ, നൈട്രജൻ്റെ മിനിമം -3, ഫോസ്ഫറസ് -3, സൾഫറിൻ്റെ മിനിമം -2ഉം ക്ലോറിൻ്റെ മിനിമം -1ഉം ആണ്. ക്രോമിയത്തിൻ്റെ മാംഗനീസിൻ്റെ മിനിമം 0 ആണ്, ഓക്സിജന് -2, ഹൈഡ്രജന് -1. ഇതൊക്കെയാണ് ഇവരുടെ മിനിമം ഓക്സിഡൈസ് സ്റ്റേറ്റ്സ്. ഇനി ഈ എലമെൻസിൻ്റെയൊക്കെ മാക്സിമം ഓക്സിഡേഷൻ എന്താ? കാർബണ് +4, നൈട്രജൻ ആൻഡ് ഫോസ്ഫറസിന് +5, സൾഫറിന് +6, ക്ലോറിന് +7, ക്രോമിയത്തിന് +6, മാംഗനീസിന് +7, ഓക്സിജന് +2, ഹൈഡ്രജന് +1. ഇതൊക്കെയാണ് ഈ എലമെൻസിൻ്റെ മാക്സിമം ഓക്സിഡൈസ് സ്റ്റേറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യത്തെ സ്പീഷീസ് എന്ന് പറയുന്നത് I-. ക്ലോറിനെ പോലെ തന്നെയാണ്. ക്ലോറിന് -1 അല്ലേ മിനിമം ഓക്സിഡൈസ് സ്റ്റേറ്റ്? അതെ. സോ അയഡിൻ്റെ മിനിമം ഓക്സിഡൈസ് സ്റ്റേറ്റ് എന്താ? -1. ഓക്കെ, അപ്പോൾ -1ൽ നിൽക്കുന്ന അയഡിന് ഇനി ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഇനി ഇലക്ട്രോണെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയല്ല. ഇലക്ട്രോണെ കൊടുക്കാൻ മാത്രമേ പറ്റുള്ളൂ. സോ ഇതിന് എന്തായിട്ട് മാത്രമേ ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ? ഇറ്റ് ക്യാൻ ആക്ട് ഓൺലി ആസ് റെഡ്യൂസിങ് ഏജൻറ്റ്. ഇറ്റ് കനോട്ട് ബിഹേവ് ആസ് ആൻ ഓക്സിഡൈസിങ് ഏജൻറ്റ്. സോ ഏതാണ് ഓക്സിഡൈസിങ് ഏജൻറ്റായിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റാത്ത ആൾ? അത് I- തന്നെയാണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ 1. ഓക്കെ, ഇനി ബാക്കിയുള്ള കേസുകൾ നോക്കിക്കേ. ഇവിടെ സൾഫർ 0 ആണ്. സൾഫറിന് വേണമെങ്കിൽ 0യിൽ നിന്ന് എങ്ങോട്ട് പോകാം? -2 പോകാം. സോ ഇറ്റ് ക്യാൻ അക്സെപ്റ്റ് ഇലക്ട്രോൺസ്. ഓക്കെ, നൈട്രജൻ +5 എന്ന് പറയുന്നത് നൈട്രജൻ്റെ മാക്സിമം ഓക്സിഡൈസ് സ്റ്റേറ്റാണ്. അതിന് കുറേ അധികം ഇലക്ട്രോൺസിനെ മേടിക്കാൻ പറ്റും. മേടിച്ച് വേണമെങ്കിൽ -3 വരെ വേണമെങ്കിലും പോകാം. അടുത്ത Cr2O7 ഡൈക്രോമേറ്റ്. അവിടെ ക്രോമിയം +6 ആണ്. സോ ക്രോമിയത്തിന് വേണമെങ്കിൽ ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യാം. ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്ത് എവിടെ വരെ പോകാം? 0 എന്ന് പറയുന്ന ഓക്സിഡൈസ് സ്റ്റേറ്റ് വരെ പോകാം. സോ ഇവർക്കൊക്കെ ഓക്സിഡൈസിങ് ഏജൻറ്റായിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റും. ഓക്സിഡൈസിങ് ഏജൻറ്റായിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റാത്ത ഒരേ ഒരാളെ ഉള്ളൂ. ആരാത്? I- ആണ്. ഓക്കെ, കറക്റ്റ് ആൻസർ 1 തന്നെയാണ്. അടുത്ത നമുക്ക് നോക്കാം. നെക്സ്റ്റ്, the compound that cannot act both as oxidizing and reducing agent is. ഏത് കോമ്പൗണ്ടാണ് ഓക്സിഡൈസിങ് ആൻഡ് റെഡ്യൂസിങ് ഏജൻറ്റായിട്ട് ആക്ട് ചെയ്യാൻ പറ്റാത്തത്? രണ്ടായിട്ടും ആക്ട് ചെയ്യണം. ഓക്കെ, ബോത്ത് ആണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഇവിടെ H3PO4-നകത്ത് ഫോസ്ഫറസിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് +5 ആണ്. +5 എന്ന് പറയുന്നത് ഫോസ്ഫറസിൻ്റെ മാക്സിമം ഓക്സിഡൈസ് സ്റ്റേറ്റാണ്. ഒരു സ്പീഷീസ് ഓക്സിഡൈസിങ് ആൻഡ് റെഡ്യൂസിങ് ഏജൻറ്റായിട്ട് ബിഹേവ് ചെയ്യണമെങ്കിൽ അയാളുടെ ഓക്സിഡൈസ് സ്റ്റേറ്റ് ഇൻ്റർമീഡിയറ്റ് ഓക്സിഡൈസ് സ്റ്റേറ്റ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഒരു എലമെൻറ്റ് അതിൻ്റെ മാക്സിമം ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണെങ്കിൽ അതിന് എന്തായിട്ട് മാത്രമേ ബിഹേവ് ചെയ്യാൻ പറ്റുള്ളൂ? ഓൺലി ഓക്സിഡൈസിങ് ഏജൻറ്റായിട്ടേ ബിഹേവ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ, കൊടുക്കാൻ പറ്റുകയില്ല. ഓക്കെ, ഇനി ഇൻ്റർമീഡിയറ്റ് ആണെങ്കിലോ? ഇൻ്റർമീഡിയറ്റ് ഓക്സിഡൈസ് സ്റ്റേറ്റ് ആണെങ്കിൽ അതിന് ബോത്ത് ഓക്സിഡൈസിങ് ആൻഡ് റെഡ്യൂസിങ് ഏജൻറ്റായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. സോ ഇറ്റ് ക്യാൻ ആക്ട് ആസ് ബോത്ത് ഓക്സിഡൈസിങ് ഏജൻറ്റ് ആൻഡ് റെഡ്യൂസിങ് ഏജൻറ്റ്. ഇൻ്റർമീഡിയറ്റ് ഓക്സിഡൈസ് സ്റ്റേറ്റ് ആണെങ്കിൽ രണ്ടായിട്ടും ആക്ട് ചെയ്യാൻ പറ്റും. ഇനി മിനിമം ഓക്സിഡൈസ് സ്റ്റേറ്റ് ആണെങ്കിലോ? മിനിമം ഓക്സിഡൈസ് സ്റ്റേറ്റ് ആണെങ്കിൽ അവിടെ ഇലക്ട്രോണിനെ കൊടുക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഓക്കെ, സോ അവിടെ ഓൺലി റെഡ്യൂസിങ് ഏജൻറ്റായിട്ട് മാത്രമേ ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഫോസ്ഫറസ് +5 ഓക്സിഡൈസ് സ്റ്റേറ്റ്, അത് മാക്സിമമാണ്. അപ്പോൾ അയാൾക്ക് എന്തായിട്ട് മാത്രമേ ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ? ഓൺലി ഓക്സിഡൈസിങ് ഏജൻറ്റാണ്. സോ ഇവിടെ ഓൺലി ഓക്സിഡൈസിങ് ഏജൻറ്റാണ്. അടുത്ത HNO2 നോക്കാം. ഇവിടെ നൈട്രജൻ +3 ഓക്സിഡൈസ് സ്റ്റേറ്റാണ്. +3 എന്ന് പറയുന്നത് ഇൻ്റർമീഡിയറ്റ് ഓക്സിഡൈസ് സ്റ്റേറ്റ് ഓഫ് നൈട്രജൻ ആണ്. ഓക്കെ, നൈട്രജൻ മിനിമം -3, മാക്സിമം +5 ആണ്. സോ +3 ഈസ് എ ഇൻ്റർമീഡിയറ്റ് ഓക്സിഡൈസ് സ്റ്റേറ്റ്. +3 ആയതുകൊണ്ട് അയാൾക്ക് ബോത്ത് ഓക്സിഡൈസിങ് ആൻഡ് റെഡ്യൂസിങ് ഏജൻറ്റായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. സോ ഇയാൾക്ക് എന്തൊക്കെയായിട്ട് ആക്ട് ചെയ്യാം? ഓക്സിഡൈസിങ് ഏജൻറ്റായിട്ടും റെഡ്യൂസിങ് ഏജൻറ്റായിട്ടും ആക്ട് ചെയ്യാം. ഇവിടെ സൾഫറിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് +4 ആണ്. +4 എന്ന് പറയുന്നത് സൾഫറിൻ്റെ ഇൻ്റർമീഡിയറ്റ് ഓക്സിഡൈസ് സ്റ്റേറ്റ് ആണ്. അവിടെ സൾഫറിന് ബോത്ത് ഓക്സിഡൈസിങ് ആൻഡ് റെഡ്യൂസിങ് ഏജൻറ്റായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. ബിക്കോസ് സൾഫറിൻ്റെ മിനിമം -3, മാക്സിമം +6 ആണ്. ഓക്കെ, ഇനി ഹൈഡ്രജൻ പെറോക്സൈഡ് നോക്കാം. ഹൈഡ്രജൻ പെറോക്സൈഡിനകത്ത് ഓക്സിജൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് -1 ആണ്. -1 എന്ന് പറയുന്നത് ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ ഇൻ്റർമീഡിയറ്റ് ഓക്സിഡൈസ് സ്റ്റേറ്റാണ്. ഓക്കെ, -1 കിടക്കുന്ന ഓക്സിജന് ഇലക്ട്രോണെ മേടിച്ചിട്ട് -2 പോകാം, ഇലക്ട്രോണെ കൊടുത്തിട്ട് 0 പോകാം. സോ ഇറ്റ് ക്യാൻ ആക്ട് ആസ്
both. Okay, അപ്പോൾ ഏതിനാണ് രണ്ടായിട്ടും ആക്ട് ചെയ്യാൻ പറ്റാത്തത്? കോമ്പൗണ്ട് ദാറ്റ് കനോട്ട് ആക്ട് ബോത്ത് ആസ് ഓക്സിഡൈസിങ് ആൻഡ് റെഡ്യൂസിങ് ഏജൻറ്റ്. അത് ഓപ്ഷൻ 1 ആണ്, H3PO4. അതിന് ഓക്സിഡൈസിങ് ഏജൻറ്റായിട്ട് മാത്രമേ ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അടുത്തത് ടൈപ്സ് ഓഫ് റിഡോക്സ് റിയാക്ഷൻസ്. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോകാം. അടുത്തത് ടൈപ്സ് ഓഫ് റിഡോക്സ് റിയാക്ഷൻസ് ആണ്. ഓക്കെ, നമുക്ക് 4 ടൈപ്സ് ഓഫ് റിഡോക്സ് റിയാക്ഷൻസ് ആണ് ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. കോമ്പിനേഷൻ, ഡീകമ്പോസിഷൻ, പിന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻസ്, 4 എണ്ണം. ഓക്കെ, സോ ആദ്യം നമുക്ക് കോമ്പിനേഷൻ ആൻഡ് ഡീകമ്പോസിഷനെ കുറിച്ച് സ്റ്റഡി ചെയ്യാം. ഓക്കെ, അപ്പോൾ കോമ്പിനേഷൻ റിയാക്ഷൻസിൽ ഒരു സിംഗിൾ പ്രൊഡക്റ്റാണ് ഫോം ചെയ്യുക. ഓക്കെ, സിംഗിൾ പ്രൊഡക്റ്റ് ഈസ് ഫോം ഫ്രം 2 or more റിയാക്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഒറ്റ പ്രൊഡക്റ്റാണ് കിട്ടുന്നതെങ്കിൽ കോമ്പിനേഷൻ റിയാക്ഷനാണ്. മിക്കപ്പോഴും കോമ്പിനേഷൻ റിയാക്ഷൻസ് എക്സോതെർമിക് റിയാക്ഷൻ ആയിരിക്കും. എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ നൈട്രജൻ ആൻഡ് ഹൈഡ്രജൻ റിയാക്ട് ചെയ്ത് NH3 ഫോം ചെയ്യുന്നു. ഇത് കോമ്പിനേഷൻ റിയാക്ഷനാണ്, ഹെബർ പ്രോസസ്സ്. ഓക്കെ, അടുത്ത FeCl2 ആൻഡ് Cl2 റിയാക്ട് ചെയ്ത് FeCl3 ഫോം ചെയ്യുന്നു. ഈ റിയാക്ഷനും ഒരു കോമ്പിനേഷൻ റിയാക്ഷനാണ്. ഓക്കെ, അപ്പോൾ അവിടെയൊക്കെ ഹീറ്റ് റിലീസാണ് സംഭവിക്കുക. അടുത്തത് ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ഒരു സിംഗിൾ റിയാക്ടൻ്റെ ബ്രേക്ക് ഡൗൺ ചെയ്ത് 2 or more പ്രൊഡക്ട്സ് തരുവാണെങ്കിൽ ഡീകമ്പോസിഷൻ റിയാക്ഷനാണ്. മിക്കപ്പോഴും എൻഡോതെർമിക് റിയാക്ഷൻ ആയിരിക്കും. ഓക്കെ, ഈ ഡീകമ്പോസിഷൻ റിയാക്ഷൻ പല രീതിയിലാകാം. ഒന്ന് തെർമൽ ആകാം, അല്ലെങ്കിൽ ഫോട്ടോ കെമിക്കൽ ആകാം, അല്ലെങ്കിൽ ഇലക്ട്രോലിറ്റിക് ആകാം. ഒരു തെർമൽ ഡീകമ്പോസിഷൻ്റെ എക്സാമ്പിൾ അയൺ സൾഫേറ്റിൻ്റെ തെർമൽ ഡീകമ്പോസിഷനാണ്. അയൺ സൾഫേറ്റിനെ നമ്മൾ ഹീറ്റ് ചെയ്താൽ Fe2O3 SO2 ആൻഡ് SO3 കിട്ടും. ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഫോർ തെർമൽ ഡീകമ്പോസിഷൻ. AgClനെ നമ്മൾ സൺലൈറ്റിൻ്റെ പ്രസൻസിൽ ഡീകമ്പോസ് ചെയ്താൽ സിൽവർ ആൻഡ് ക്ലോറിൻ ഗ്യാസ് കിട്ടും. H2Oനെ ഇലക്ട്രോലിസിസ് ചെയ്താൽ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ഗ്യാസ് കിട്ടും. അപ്പോൾ ഇതൊക്കെ ഡീകമ്പോസിഷൻ റിയാക്ഷൻസ് ആണ്, എല്ലാവരും തന്നെ എൻഡോതെർമിക് പ്രോസസ്സുകളാണ്. ഓക്കെ, അപ്പോൾ ഈ ഡീകമ്പോസിഷൻ റിയാക്ഷൻസ് റിഡോക്സ് ആകാം, റിഡോക്സ് അല്ലാതെ ആകാം. ഓക്കെ, അപ്പോൾ ഓക്സിഡൈസ് സ്റ്റേറ്റ് മാറിയിട്ടുണ്ടോ എന്ന് നോക്കുക. ഓക്സിഡൈസ് സ്റ്റേറ്റ് മാറിയിട്ടുണ്ടെങ്കിൽ റിഡോക്സ് ആണ്, ഓക്സിഡൈസ് സ്റ്റേറ്റ് മാറിയിട്ടില്ല എങ്കിൽ റിഡോക്സ് അല്ല. അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള ഒരു എളുപ്പവഴി കോമ്പിനേഷൻ റിയാക്ഷൻസിൽ കമ്പൈൻ ചെയ്യുന്ന ആളിൽ ഒരാളെങ്കിലും എലമെൻ്റ് ആണോ നോക്കുക. അങ്ങനെയാണ് അത് റിഡോക്സ് ആയിരിക്കും. ഡീകമ്പോസിഷൻ റിയാക്ഷൻസിൽ പ്രൊഡക്ട്സിനകത്ത് ഒരാളെങ്കിലും എലമെൻ്റ് ഉണ്ടോ എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ അത് റിഡോക്സ് ആയിരിക്കും. ഓക്കെ, അടുത്ത നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻസ് നോക്കാം. ആദ്യം മെറ്റൽ ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, മെറ്റൽ ഡിസ്പ്ലേസ്മെൻറ്റിൽ നമുക്കൊരു റിയാക്ടിവിറ്റി സീരീസ് ഉണ്ട്, മെറ്റലിൻ്റെ റിയാക്ടിവിറ്റി സീരീസ്. മോർ റിയാക്റ്റീവ് മെറ്റലിൽ നിന്ന് ലെസ് റിയാക്റ്റീവ് മെറ്റലിലോട്ടാണ് ഈ റിയാക്ടിവിറ്റി സീരീസ് നമ്മൾ അറേഞ്ച് ചെയ്തേക്കുന്നത്. സോ ഏറ്റവും മുകളിൽ പൊട്ടാസ്യവും ഏറ്റവും താഴെ പ്ലാറ്റിനവുമാണ്. ഓക്കെ, അപ്പോൾ ഇത് പഠിച്ചു വെക്കാനുള്ള ഒരു നെമോണിക്കാണ് കൊടുത്തേക്കുന്നത്. പ്ലീസ് സ്റ്റോപ്പ് കോളിംഗ് മീ എ കേരള സീബ്ര ക്രാബ്, ഇൻസ്റ്റഡ് ട്രൈ ലേണിംഗ് ഹൗ കോപ്പർ മൈനസ് സേവ് ഗോൾഡ് പ്ലേറ്റ് എന്ന് പറയുന്ന ഈ നെമോണിക്ക് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ മെറ്റൽസിൻ്റെ ഓർഡർ നമുക്ക് ഓർത്തിരിക്കാം. ഇവിടെ ഏറ്റവും മുകളിൽ കാണുന്ന പൊട്ടാസ്യം ഹൈലി റിയാക്റ്റീവും ഇങ്ങനെ താഴോട്ട് പോകുന്ന റിയാക്ടിവിറ്റി ഓഫ് മെറ്റൽ കുറഞ്ഞു വരുന്നു. അവസാനം ഏറ്റവും താഴെ കാണുന്ന പ്ലാറ്റിനം എന്ന് പറയുന്നത് ലീസ്റ്റ് റിയാക്റ്റീവ് മെറ്റലുമാണ്. ഓക്കെ, അപ്പോൾ മെറ്റൽ ഡിസ്പ്ലേസ്മെൻറ്റ് പ്രഡിക്റ്റ് ചെയ്യാൻ നമുക്ക് റിയാക്ടിവിറ്റി സീരീസ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ കുറച്ച് മെറ്റൽ ഡിസ്പ്ലേസ്മെൻറ്റ് എക്സാമ്പിൾസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, സിങ്ക് ഈസ് മോർ റിയാക്റ്റീവ് മെറ്റൽ ദാൻ കോപ്പർ. ഓക്കെ, കണ്ടോ, റിയാക്ടിവിറ്റി സീരീസിൽ സിങ്ക് കോപ്പറിനേക്കാളും മുകളിലാണ്. സോ സിങ്ക് ക്യാൻ ഡിസ്പ്ലേസ് കോപ്പർ ഫ്രം ഇറ്റ്സ് കോമ്പൗണ്ട്. സോ സിങ്കിന് കോപ്പർ സൾഫേറ്റിൻ്റെ അക്വ സൊല്യൂഷനകത്തു നിന്ന് കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്യാം. സോ സിങ്കിന് ആരെ ഡിസ്പ്ലേസ് ചെയ്യാം? കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്യാം. എന്നിട്ട് കോപ്പറിൻ്റെ സ്ഥാനത്ത് ഇവിടെ നിൽക്കുന്ന ആരാ? സിങ്കാണ്. സോ കോപ്പർ സൾഫേറ്റ് മാറി എന്തായി? സിങ്ക് സൾഫേറ്റായി. അതേസമയത്ത് കോപ്പർ ഇനീഷ്യലി +2 ഓക്സിഡൈസ് സ്റ്റേറ്റിലായിരുന്നു. റിയാക്ഷൻ നടന്നു കഴിഞ്ഞപ്പോൾ കോപ്പറിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് 0 ആയി. സോ സിങ്ക് ഇനീഷ്യലി 0 ആയിരുന്നു. അത് 2 ഇലക്ട്രോൺ ആർക്ക് കൊടുത്തു? കോപ്പർ 2+ കൊടുത്തു. കോപ്പർ 2+ കൊടുത്തപ്പോൾ സിങ്ക് എന്തായി? +2 ഓക്സിഡൈസ് സ്റ്റേറ്റായി. കോപ്പർ 2+ ഇലക്ട്രോണെ മേടിച്ചിട്ട് 0 ഓക്സിഡൈസ് സ്റ്റേറ്റിലോട്ടും പോയി. ഓക്കെ, സോ ഇവിടെ സിങ്ക് റെഡ്യൂസിങ് ഏജൻറ്റും കോപ്പർ ഓക്സിഡൈസിങ് ഏജൻറ്റുമാണ്. സിങ്ക് മോർ റിയാക്റ്റീവ് ആണ്, അതുകൊണ്ട് സിങ്കിൻ്റെ ഇലക്ട്രോണെ ആർക്ക് കൊടുത്തു? ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള കോപ്പർ 2+ കൊടുത്തു. ഓക്കെ, സോ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻസ് റിഡോക്സ് റിയാക്ഷൻസ് ആണ്. അടുത്തത് വനേഡിയം പെൻറ്റോക്സൈഡ്. ഇവിടെ വനേഡിയം +5 ഓക്സിഡൈസ് സ്റ്റേറ്റിലാണ്. റിയാക്ഷൻ നടന്നു കഴിഞ്ഞപ്പോൾ വനേഡിയം 0 ഓക്സിഡൈസ് സ്റ്റേറ്റിലോട്ട് പോയി. കാരണം കാൽസ്യം 0 ഓക്സിഡൈസ് സ്റ്റേറ്റിലാണ് ഇനീഷ്യലി. കാൽസ്യം ചെന്നിട്ട് വനേഡിയം പെൻറ്റോക്സൈഡിനകത്തുനിന്ന് വനേഡിയത്തിനെ ഡിസ്പ്ലേസ് ചെയ്തു. ഓക്കെ, അപ്പോൾ വനേഡിയം +5 നിന്ന് വനേഡിയം കാൽസ്യത്തിൻ്റെ ഇലക്ട്രോണെ മേടിച്ചിട്ട് 0 ഓക്സിഡൈസ് സ്റ്റേറ്റിലോട്ട് പോയി. കാൽസ്യം 0ൽ നിന്ന് +2 ഓക്സിഡൈസ് സ്റ്റേറ്റിലോട്ടും പോയി. ഓക്കെ, സോ മോർ റിയാക്റ്റീവ് കാൽസ്യം ഡിസ്പ്ലേസസ് ലെസ് റിയാക്റ്റീവ് വനേഡിയം ഫ്രം വനേഡിയം പെൻറ്റോക്സൈഡ്. ഇനി മഗ്നീഷ്യം, മോർ റിയാക്റ്റീവ് മെറ്റലാണ് മഗ്നീഷ്യം. അത് ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള ടൈറ്റാനിയത്തിനെ TaCl4നകത്തുനിന്ന് ഡിസ്പ്ലേസ് ചെയ്തു. മഗ്നീഷ്യം ഇനിഷ്യലി 0ലായിരുന്നു, ടൈറ്റാനിയം +4 ആയിരുന്നു. അപ്പോൾ മഗ്നീഷ്യം അതിൻ്റെ ഇലക്ട്രോണെ ടൈറ്റാനിയത്തിന് കൊടുത്തു. ഓക്കെ, അപ്പോൾ ടൈറ്റാനിയം എന്തായി? 0 ആയി. മഗ്നീഷ്യം ഇലക്ട്രോണെ കൊടുത്തപ്പോൾ മഗ്നീഷ്യത്തിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് +2ലോട്ടും പോയി. സോ ഇവിടെ നമുക്ക് പറയാം മോർ റിയാക്റ്റീവ് മെറ്റൽ മഗ്നീഷ്യം റെഡ്യൂസസ് ലെസ് റിയാക്റ്റീവ് ടൈറ്റാനിയം, അല്ലെങ്കിൽ മോർ റിയാക്റ്റീവ് മഗ്നീഷ്യം ഡിസ്പ്ലേസസ് ലെസ് റിയാക്റ്റീവ് ടൈറ്റാനിയം ഫ്രം ഇറ്റ്സ് കോമ്പൗണ്ട് എന്ന് പറയാം.
ഓക്കെ. ഇനി Cr2O3 ഇവിടെ ക്രോമിയം +3 ഓക്സിഡൈസ് സ്റ്റേറ്റിലാണ്, അലുമിനിയം 0 ഓക്സിഡൈസ് സ്റ്റേറ്റിൽ. ക്രോമിയം +3 ഏത് ഓക്സിഡൈസ് സ്റ്റേറ്റിലോട്ട് പോയി? 0 പോയി. അലുമിനിയം 0 +3 പോയി. ഇതൊരു തെർമൈറ്റ് റിയാക്ഷൻ്റെ എക്സാമ്പിളാണ്. അലുമിനിയം മോർ റിയാക്റ്റീവ് മെറ്റലാണ്, അലുമിനിയം ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള ക്രോമിയത്തിനെ ഡിസ്പ്ലേസ് ചെയ്യുന്നു. ഓക്കെ, സോ അലുമിനിയം ക്രോമിയത്തിനെ ഡിസ്പ്ലേസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അലുമിനിയം ക്രോമിയത്തിനെ റെഡ്യൂസ് ചെയ്യുന്നു എന്ന് പറയാം. അപ്പോൾ ഇവിടെയൊക്കെ നോക്കിയാൽ റിയാക്ടിവിറ്റി സീരീസിൽ മുകളിൽ കിടക്കുന്ന മെറ്റലാണ് റിയാക്ടിവിറ്റി സീരീസിൽ താഴെ കിടക്കുന്ന മെറ്റലിനെ ഡിസ്പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, ഒരിക്കലും താഴെ കിടക്കുന്ന ആൾക്ക് മുകളിൽ കിടക്കുന്ന ആളെ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റില്ല. അതായത് ഫോർവേഡ് റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കുമ്പോൾ ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് പറയുന്നത് നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷനാണ്. അടുത്ത നമുക്ക് നോൺ മെറ്റൽ ഡിസ്പ്ലേസ്മെൻറ്റിലോട്ട് പോകാം. ഇപ്പോൾ നമ്മൾ കണ്ടു തീർത്തത് മെറ്റൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അടുത്ത നോൺ മെറ്റൽ ഡിസ്പ്ലേസ്മെൻറ്റ്. നോൺ മെറ്റൽ ഡിസ്പ്ലേസ്മെൻറ്റിൽ ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് ഹൈഡ്രജൻ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഓക്കെ, ഹൈഡ്രജൻ ഡിസ്പ്ലേസ്മെൻറ്റ്. പൊട്ടാസ്യം എന്ന് പറയുന്നത് വളരെ ഹൈ റിയാക്ടിവിറ്റി മെറ്റലാണ്. മഗ്നീഷ്യവും വളരെ ഹൈ റിയാക്ടിവിറ്റി മെറ്റലാണ്. ഇവരൊക്കെ വാട്ടറായിട്ട് റിയാക്ട് ചെയ്താൽ, ലിക്വിഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്താൽ മെറ്റൽ ഹൈഡ്രോക്സൈഡ്സും ഹൈഡ്രജൻ ഗ്യാസും തരും. ഓക്കെ, സോ ഹൈലി റിയാക്റ്റീവ് മെറ്റൽ ലൈക്ക് പൊട്ടാസ്യം ആൻഡ് മഗ്നീഷ്യം റിയാക്ട് വിത്ത് ലിക്വിഡ് വാട്ടർ ടു ഗിവ് ഹൈഡ്രജൻ ഗ്യാസ് ആൻഡ് മെറ്റൽ ഹൈഡ്രോക്സൈഡ്. ഓക്കെ, ഇനി മീഡിയം റിയാക്ടിവിറ്റി മെറ്റൽ ലൈക്ക് അലുമിനിയം, അയൺ ഇവരൊക്കെ സ്റ്റീമായിട്ട് റിയാക്ട് ചെയ്യും. ഓക്കെ, വാട്ടർ ഇൻ ദ ഫോം ഓഫ് സ്റ്റീം, ലിക്വിഡ് വാട്ടറായിട്ട് റിയാക്ട് ചെയ്യില്ല, ബട്ട് സ്റ്റീമായിട്ട് റിയാക്ട് ചെയ്യും. സ്റ്റീമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അലുമിനിയം ഓക്സൈഡ്, അയൺ ഓക്സൈഡ് പോലെയുള്ള മെറ്റൽ ഓക്സൈഡ്സ് തരും, അതിൻ്റെ കൂടെ ഹൈഡ്രജൻ ഗ്യാസും തരും. സോ നമുക്ക് പറയാം മീഡിയം റിയാക്ടിവിറ്റി മെറ്റൽ ലൈക്ക് അലുമിനിയം ആൻഡ് അയൺ റിയാക്ട്സ് വിത്ത് സ്റ്റീം ടു ഗിവ് മെറ്റൽ ഓക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ ഗ്യാസ് എന്ന് പറയാം. ഓക്കെ, ഇനി ലെസ് റിയാക്റ്റീവ് മെറ്റൽസ് ലൈക്ക് മീഡിയം റിയാക്ടിവിറ്റി മെറ്റൽ ലൈക്ക് സിങ്ക്, അയൺ. ഓക്കെ, അപ്പോൾ മീഡിയം റിയാക്ടിവിറ്റി മെറ്റൽസ് ആൻഡ് ആക്റ്റീവ് മെറ്റൽസ്, മീഡിയം റിയാക്ടിവിറ്റി മെറ്റൽസും ആക്റ്റീവ് മെറ്റൽസും ഡൈലൂട്ട് ആയിട്ടുള്ള ആസിഡ്സിൻ്റെ കൂടെ റിയാക്ട് ചെയ്തിട്ട് മെറ്റൽ സോൾട്ടും ഹൈഡ്രജൻ ഗ്യാസും തരും. ഓക്കെ, ആക്റ്റീവ് മെറ്റൽസ് എന്ന് പറയുന്നവരാരാ? മീഡിയം റിയാക്ടിവിറ്റി മെറ്റൽ ആൻഡ് ഹൈലി റിയാക്റ്റീവ് മെറ്റൽ എല്ലാവരും. അതായത് ഹൈഡ്രജൻ്റെ മുകളിൽ ഈ റിയാക്ടിവിറ്റി സീരീസ് കാണുമ്പോൾ ഇവിടെ ഹൈഡ്രജൻ ഉണ്ടല്ലോ, ഈ ഹൈഡ്രജന് മുകളിൽ കിടക്കുന്ന ഹൈഡ്രജന് മുകളിൽ കിടക്കുന്ന എല്ലാ മെറ്റൽസും ആക്റ്റീവ് മെറ്റൽസാണ്. ഓക്കെ, ഈ ആക്റ്റീവ് മെറ്റൽസൊക്കെ ഡൈലൂട്ട് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ മെറ്റൽ സോൾട്ടും ഹൈഡ്രജൻ ഗ്യാസും തരും. അതിൻ്റെ എക്സാമ്പിൾസാണ് ഈ തന്നിരിക്കുന്നത്. സിങ്ക് ആൻഡ് അയൺ റിയാക്ട്സ് വിത്ത് HCl or sulfuric acid to give their metal salt and hydrogen gas. ഓക്കെ, ഇനി ഹൈഡ്രജനേക്കാളും ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള കോപ്പർ, മെർക്കുറി, ഗോൾഡ്, പ്ലാറ്റിനം പോലുള്ള മെറ്റൽസ് ഒക്കെ ഡൈലൂട്ട് ആയിട്ടുള്ള സൾഫ്യൂരിക് ആസിഡിൻ്റെ കൂടെയോ ഡൈലൂട്ട് ആയിട്ടുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ കൂടെയോ റിയാക്ട് ചെയ്യില്ല. ഓക്കെ, ബട്ട് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യും. കാരണം കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് എന്നൊക്കെ പറയുന്ന ഓക്സിഡൈസിങ് ഏജൻസ് ആണ്. ബട്ട് ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡ് ഡൈലൂട്ട് HClൻ്റെ കൂടെ ഒന്നും റിയാക്ട് ചെയ്യില്ല. സോ നോ റിയാക്ഷൻ ആയിരിക്കും ഡൈലൂട്ട് ആസിഡുമായിട്ട്. ഇനി അടുത്ത നോൺ മെറ്റൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഹാലജൻ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് മെറ്റൽ ഡിസ്പ്ലേസ്മെൻറ്റും ഹൈഡ്രജൻ ഡിസ്പ്ലേസ്മെൻറ്റുമാണ്. സോ തേർഡ് ടൈപ്പ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഹാലജൻ ഡിസ്പ്ലേസ്മെൻറ്റ്. ഹാലജൻ ഡിസ്പ്ലേസ്മെൻറ്റ് മോർ റിയാക്റ്റീവ് ഹാലജൻ, ലെസ് റിയാക്റ്റീവ് ഹാലജനെ ഡിസ്പ്ലേസ് ചെയ്യും. അതാണ് നമുക്ക് ഹാലജൻസിൻ്റെ റിയാക്ടിവിറ്റി ഓർഡർ ചെയ്താൽ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ ആൻഡ് അയഡിൻ. ഓക്കെ, ഫ്ലൂറിൻ ഇസ് ദ മോസ്റ്റ് റിയാക്റ്റീവ് ഹാലജൻ ആൻഡ് മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് ഹാലജൻ. ഇലക്ട്രോണെ അക്സെപ്റ്റ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ടെൻഡൻസി കാണിക്കുന്ന ഹാലജൻ ഫ്ലൂറിനാണ്. ഇലക്ട്രോണെ അക്സെപ്റ്റ് ചെയ്യാൻ ലീസ്റ്റ് എമൗണ്ട് ഓഫ് ടെൻഡൻസി കാണിക്കുന്ന അയഡിനാണ്. അപ്പോൾ ഇത് തന്നെയാണ് ഇവരുടെ റിയാക്ടിവിറ്റിയുടെ ഓർഡർ. ഓക്കെ, ഇലക്ട്രോണെ അക്സെപ്റ്റ് ചെയ്യുന്നതാണ് ഇവരുടെ റിയാക്ടിവിറ്റി. മെറ്റൽസിൻ്റെ കേസിൽ നേരെ തിരിച്ചാണ്. പൊട്ടാസ്യം നല്ലപോലെ ഇലക്ട്രോണെ കൊടുക്കുന്ന മെറ്റലാണ്, പ്ലാറ്റിനം നല്ലപോലെ ഇലക്ട്രോണെ കൊടുക്കാത്ത മെറ്റലാണ്. അപ്പോൾ നമ്മൾ പൊട്ടാസ്യത്തിന് ഹൈലി റിയാക്റ്റീവ് മെറ്റൽ എന്നും പ്ലാറ്റിനത്തിനെ ലെസ് റിയാക്റ്റീവ് മെറ്റൽ എന്നും വിളിക്കുന്നു. നേരെ തിരിച്ചാണ് ഹാലജൻസിൻ്റെ കേസിൽ. നല്ലപോലെ ഇലക്ട്രോണെ മേടിക്കുന്ന ഹാലജൻ മോർ റിയാക്റ്റീവും ഇലക്ട്രോണെ മേടിക്കാൻ അത്ര ടെൻഡൻസി ഇല്ലാത്ത ഹാലജനെ ലെസ് റിയാക്റ്റീവ് ഹാലജൻ എന്ന് വിളിക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് ഈ എക്സാമ്പിൾ ആദ്യം കൺസിഡർ ചെയ്യാം. ക്ലോറിൻ ഇൻ 0 ഓക്സിഡൈസ് സ്റ്റേറ്റ്. ക്ലോറിൻ ഗ്യാസിനെ നമ്മൾ KBrൻ്റെ അക്വ സൊല്യൂഷനകത്തോടെ ബബിൾ ചെയ്തു. ഓക്കെ, ഒരു ബീക്കറിൽ KBr എടുത്തിട്ട് ക്ലോറിൻ ഗ്യാസ് ബബിൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ ബ്രോമിൻ -1 ഓക്സിഡൈസ് സ്റ്റേറ്റിലാണ് KBrൻ്റെ അക്വ സൊല്യൂഷൻ്റെ അകത്ത്. ഈ ക്ലോറിൻ ചെന്നിട്ട് Br- ഇലക്ട്രോണെ മേടിക്കുന്നു. ഓക്കെ, Br- ഇലക്ട്രോൺ മേടിച്ചാൽ ക്ലോറിൻ ഏത് ഓക്സിഡൈസ് സ്റ്റേറ്റിലോട്ട് പോകും? ഇലക്ട്രോൺ മേടിച്ചിട്ട് -1 ഓക്സിഡൈസ് സ്റ്റേറ്റിലോട്ട് പോകും. ബ്രോമിൻ -1 നിന്ന് ഏത് ഓക്സിഡൈസ് സ്റ്റേറ്റിലോട്ട് പോകും? 0 പോകും. സോ ബ്രോമിൻ ഈസ് ഗെറ്റിംഗ് ഓക്സിഡൈസ്ഡ്, ക്ലോറിൻ ഈസ് ഗെറ്റിംഗ് റെഡ്യൂസ്ഡ്. കണ്ടോ, ഇനീഷ്യലി Kയും Br ആണ് ഒരുമിച്ച് നിൽക്കുന്നത്. റിയാക്ഷൻ കഴിഞ്ഞപ്പോൾ Kയും Cl ആണ് ഒരുമിച്ച് നിൽക്കുന്നത്. സോ ക്ലോറിൻ ബ്രോമിനെ ഡിസ്പ്ലേസ് ചെയ്തു. ശരിയല്ലേ? ഈ കോമ്പൗണ്ടിനകത്തുനിന്ന് ബ്രോമിനെ ഡിസ്പ്ലേസ് ചെയ്തു. അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, ക്ലോറിൻ ബ്രോമിനെ ഓക്സിഡൈസ് ചെയ്തു എന്ന് പറയാം. ക്ലോറിൻ Br- ഓക്സിഡൈസ് ചെയ്ത് എന്താക്കി? Br2 ആക്കി. അതേ സമയത്ത് തന്നെ ക്ലോറിൻ 0 നിന്ന് -1 പോയി. ക്ലോറിൻ ഇറ്റ് സെൽഫ് ഗോട്ട് റെഡ്യൂസ്ഡ് ഓൾസോ. ഓക്കെ, ഇനി അടുത്ത ഹാലജൻ ഡിസ്പ്ലേസ്മെൻറ്റ് നോക്കാം. Cl2 ഗ്യാസ് തന്നെയാണ് വീണ്ടും. പക്ഷേ ഇത്തവണ KBrന് വരെ നമ്മൾ എന്തെടുത്തു? Ki എടുത്തു. സോ ക്ലോറിൻ Ki ആയിട്ട് റിയാക്ട് ചെയ്തപ്പോൾ
സീറോ ഓക്സിഡേഷൻ എന്ന ക്ലോറിൻ I മൈനസിൻ്റെ ഇലക്ട്രോണെ അക്സെപ്റ്റ് ചെയ്തു. എന്തുകൊണ്ട് ക്ലോറിന് Br മൈനസിൻ്റെയും I മൈനസിൻ്റെ ഇലക്ട്രോണെ മേടിക്കാൻ പറ്റുന്നു? കാരണം ക്ലോറിൻ അയഡിനേക്കാളും മോർ ഇലക്ട്രോനെഗറ്റീവ് ഹാലജനാണ്, മോർ റിയാക്റ്റീവ് ഹാലജനാണ്. സോ മോർ റിയാക്റ്റീവ് ഹാലജൻ അക്സെപ്റ്റ്സ് ഇലക്ട്രോൺ ഫ്രം ലെസ് റിയാക്റ്റീവ് ഹാലജൻ അയഡൈഡ് ആൻഡ് Br മൈനസ്. അങ്ങനെ ക്ലോറിൻ ചെന്ന് I മൈനസിൻ്റെ ഇലക്ട്രോണെ മേടിച്ചപ്പോൾ ക്ലോറിൻ എന്തായി? -1 ഓക്സിഡേഷനിലോട്ട് പോയി. അയഡിൻ -1 നിന്ന് അങ്ങോട്ട് പോയി 0 പോയി. ഓക്കെ, സോ ക്ലോറിൻ ഇസ് ദ ഓക്സിഡൈസിങ് ഏജൻറ്റ് ഹിയർ. I മൈനസ് ആൻഡ് Br മൈനസ് ആർ റെഡ്യൂസിങ് ഏജൻറ്റ്സ്. ഓക്കെ, ഇവിടെ ബ്രോമിൻ 0 ഓക്സിഡൈസ് സ്റ്റേറ്റിലാണ്, ഇവിടെ അയഡിൻ -1 ഓക്സിഡൈസ് സ്റ്റേറ്റിലാണ്. ഇതാണ് നമ്മൾ ലിക്വിഡ് ബ്രോമിനും അക്വസ് കെയും തമ്മിലാണ് റിയാക്ഷൻ നടത്താൻ പോകുന്നത്. അതിൻ്റെ അക്വസ് സൊല്യൂഷനകത്ത് ലിക്വിഡ് ബ്രോമിൻ ഒഴിച്ച് നമ്മൾ സ്റ്റിർ ചെയ്യുക. അപ്പോൾ ബ്രോമിൻ എന്ത് ചെയ്യും? I മൈനസിൻ്റെ ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യും. I മൈനസിൻ്റെ ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ബ്രോമിൻ എന്തായി? -1 ആയി. ഓക്കെ, അയഡിൻ I -1 നിന്ന് എന്തിലോട്ടും പോയി? 0 പോയി. സോ ബ്രോമിൻ അയഡിനെ ഡിസ്പ്ലേസ് ചെയ്തു. സോ ഇതും ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനാണ്. മോർ ഇലക്ട്രോനെഗറ്റീവ് ബ്രോമിൻ ഡിസ്പ്ലേസസ് ലെസ് ഇലക്ട്രോനെഗറ്റീവ് അയഡഡ് ഫ്രം ഇറ്റ്സ് കോമ്പൗണ്ട്. ഓക്കെ, ഇനി ലാസ്റ്റ് കേസ് ഫ്ലോറിൻ. ഫ്ലോറിന് നമ്മൾ ഫ്ലോറിൻ ഗ്യാസ് എടുത്ത് ഒരു അക്വസ് സൊല്യൂഷനകത്തൂടി നമ്മൾ കടത്തി വിടുകയെന്ന് വിചാരിക്കാം. ഓക്കെ, ഫ്ലോറിനെ എടുത്ത് നമ്മളൊരു അക്വസ് സൊല്യൂഷൻ ഓഫ് KCl, KBr or K യുടെ അകത്തൂടി കടത്തി വിടുക. ഓക്കെ, അപ്പോൾ KCluമായിട്ടും KBr ആയിട്ടും K ആയിട്ടും ഒന്നും അല്ല ഫ്ലോറിൻ റിയാക്ട് ചെയ്യാൻ പോകുന്നത്, അവിടുത്തെ വാട്ടർ ആയിട്ടായിരിക്കും റിയാക്ട് ചെയ്യുന്നത്. കാരണം ഫ്ലോറിൻ എന്ന് പറയുന്നത് ഭയങ്കര റിയാക്റ്റീവ് ആയിട്ടുള്ള ഹാലജനാണ്. ഓക്കെ, അപ്പോൾ ഫ്ലോറിൻ ചെന്നിട്ട് ഓക്സിജൻ്റെ ഇലക്ട്രോണെ അക്സെപ്റ്റ് ചെയ്യും. ഫ്ലോറിൻ ചെന്ന് ഓക്സിജൻ്റെ ഇലക്ട്രോണെ അക്സെപ്റ്റ് ചെയ്യും. -2 ഓക്സിജൻ്റെ ഇലക്ട്രോണെ അക്സെപ്റ്റ് ചെയ്തിട്ട് ഓക്സിജനെ 0 ആക്കി മാറ്റും. ഫ്ലോറിൻ ഇലക്ട്രോണെ മേടിച്ച് കഴിയുമ്പോൾ ഫ്ലോറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താവുകയും ചെയ്യും? -1 ആവുകയും ചെയ്യും. സോ ഫ്ലോറിൻ ഗോസ് ഫ്രം 0 to -1 ആൻഡ് ഓക്സിജൻ ഗോസ് ഫ്രം -2 to 0. ഓക്കെ, അപ്പോൾ ഇവിടെ വെള്ളത്തിനെയാണ് ഫ്ലോറിൻ ഓക്സിഡൈസ് ചെയ്തത്. ഓക്കെ, സോ ഫ്ലോറിൻ ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ഹാലജൻ ആയതുകൊണ്ട് വെള്ളത്തിനെ വരെ ഓക്സിഡൈസ് ചെയ്യും. അപ്പോൾ അക്വ സൊല്യൂഷൻസ് എടുത്താൽ KBrൻ്റെ Kൻ്റെ അക്വ സൊല്യൂഷൻ എടുത്താൽ അതിനകത്ത് ഏറ്റവും കൂടുതൽ കാണുന്ന ആരാ? വാട്ടറാണ്. അപ്പോൾ ഫ്ലോറിൻ ഏറ്റവും കൂടുതൽ റിയാക്ട് ചെയ്യാൻ പോകുന്ന ആരുടെ കൂടെ തന്നെയായിരിക്കും? വാട്ടറായിട്ടായിരിക്കും. സോ വാട്ടറായിട്ട് റിയാക്ട് ചെയ്ത് ഓക്സിജൻ ഗ്യാസും HF ആണ് കിട്ടുക. ഓക്കെ, സോ ഇതൊക്കെയാണ് ഹാലജൻ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻസ്. അടുത്തത് ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ. ഓക്കെ, നമ്മുടെ 4 types ഓഫ് റിഡോക്സ് റിയാക്ഷൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്നത് ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ തന്നെയാണ്. ഓക്കെ, പ്രീവിയസ് ഇയർ JEE Main ക്വസ്റ്റ്യൻസിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കുന്നതും ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷനെ കുറിച്ചാണ്. ടൈപ്സ് ഓഫ് റിഡോക്സ് റിയാക്ഷൻസിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കുന്നത് ഡിസ്പ്രൊപ്പോർഷനേഷനെ പറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കോമ്പൗണ്ടിനകത്തുള്ള ഒരു എലമെൻറ്റിന് തന്നെ ഓക്സിഡേഷനും റിഡക്ഷനും സംഭവിക്കുന്നു. സെയിം എലമെൻറ്റ് പ്രസൻറ്റ് ഇൻ ദ സെയിം ഓക്സിഡൈസ് സ്റ്റേറ്റ്. ഓക്കെ, is simultaneously oxidized as well as reduced. Okay, for example ഹൈഡ്രജൻ പെറോക്സൈഡ് നമുക്ക് കൺസിഡർ ചെയ്യാം. അവിടെ -1 ഓക്സിഡൈസ് സ്റ്റേറ്റിലാണ് ഓക്സിജൻ ഇരിക്കുന്നത്. അത് വാട്ടറായിട്ടും ഓക്സിജനായിട്ടും മാറിയപ്പോൾ -1 നിന്ന് അങ്ങോട്ട് പോയി -2 പോയി 0 പോയി. സോ -1 നിൽക്കുന്ന ഓക്സിജൻ തന്നെയാണ് റിഡക്ഷൻ നടന്ന് -2 ഓക്സിഡേഷൻ നടന്ന് 0 പോയത്. സോ സെയിം എലമെൻറ്റ് oxygen present within the same compound hydrogen peroxide in same oxidized state -1 is getting simultaneously reduced as well as oxidized. ഓക്കെ, ഇങ്ങനെ നടക്കണമെങ്കിൽ ആ ഓക്സിജന് 3 ഓക്സിഡൈസ് സ്റ്റേറ്റ് എങ്കിലും എക്സിബിറ്റ് ചെയ്യാൻ പറ്റണം. കോമ്പൗണ്ടിനകത്ത് ഇൻ്റർമീഡിയറ്റ് ഓക്സിഡൈസ് സ്റ്റേറ്റിലും ആയിരിക്കണം. നോക്കിയേ, ഓക്സിജന് -1 -2 0 എന്ന് പറഞ്ഞ് 3 ഓക്സിഡൈസ് സ്റ്റേറ്റ് ഉണ്ട്. ഇവിടെ നിൽക്കുന്നത് -1 എന്ന് പറയുന്നത് ഇൻ്റർമീഡിയറ്റ് ഓക്സിഡൈസ് സ്റ്റേറ്റിലാണ്. ഇൻ്റർമീഡിയറ്റ് ഓക്സിഡൈസ് സ്റ്റേറ്റ് ആണെങ്കിൽ അയാൾക്ക് ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്തിട്ട് -2 ഇലക്ട്രോണെ കൊടുത്തിട്ട് 0 പോകാൻ പറ്റുള്ളൂ. സോ എലമെൻറ്റ് ഷുഡ് എക്സിസ്റ്റ് ഇൻ അറ്റ്ലീസ്റ്റ് 3 ഓക്സിഡൈസ് സ്റ്റേറ്റ്സ് ആൻഡ് ഈ ഡിസ്പ്രൊപ്പോർഷനേഷൻ അണ്ടർഗോ ചെയ്യുന്ന മോളിക്യൂളിനകത്ത് ഇൻ്റർമീഡിയറ്റ് ഓക്സിഡൈസ് സ്റ്റേറ്റിലും ആയിരിക്കണം. ഓക്കെ, സോ അത് 2 നെസസറി കണ്ടീഷൻസ് ആണ്. ആ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താലേ ഡിസ്പ്രൊപ്പോർഷനേഷൻ നടക്കുകയുള്ളൂ. നമുക്ക് വേറെ കുറച്ച് എക്സാമ്പിൾസ് കൂടി നോക്കാം. ഓക്കെ, ഇവിടെ സൾഫർ 0 ഓക്സിഡൈസ് സ്റ്റേറ്റിലാണ്. 0 ഓക്സിഡൈസ് സ്റ്റേറ്റിൽ നിൽക്കുന്ന സൾഫർ ബേസിക് മീഡിയത്തിൽ ഇവിടെ OH- കാണിക്കുന്ന ബേസിക് മീഡിയം ആണെന്ന്. സോ 0 ഓക്സിഡൈസ് സ്റ്റേറ്റ് കിടക്കുന്ന സൾഫർ -2 ഓക്സിഡൈസ് സ്റ്റേറ്റിലോട്ടും +2 ഓക്സിഡൈസ് സ്റ്റേറ്റിലോട്ടും പോയി. ഓക്കെ, സോ സൾഫർ undergoes reduction when it goes to S2- and undergoes oxidation when it goes to thiosulfate S2O3 2-. ഓക്കെ, സോ 0 നിന്ന് -2 +2 പോയപ്പോൾ റിഡക്ഷനും ഓക്സിഡേഷനും നടന്നിട്ടുണ്ട്. അടുത്തത് ഫോസ്ഫറസ് 0 ഓക്സിഡൈസ് സ്റ്റേറ്റിൽ നിന്ന് pH3 ആയപ്പോൾ -3 ഓക്സിഡൈസ് സ്റ്റേറ്റിലാണ് പോയത്. ഓക്കെ, H3PO2- എന്ന് പറയുന്ന സ്പീഷീസായി മാറിയപ്പോൾ +1 ഓക്സിഡൈസ് സ്റ്റേറ്റിലോട്ടുമാണ് പോയത്. ഓക്കെ, ഇപ്പോൾ നോക്കിയേ, ഫോസ്ഫറസ് 0 നിന്ന് -3 പോയപ്പോൾ റിഡക്ഷൻ, 0 നിന്ന് +1 പോയപ്പോൾ ഓക്സിഡേഷൻ. സോ ഇവിടെ ഫോസ്ഫറസിന് ഡിസ്പ്രൊപ്പോർഷനേഷൻ സംഭവിച്ചിട്ടുണ്ട്. അടുത്തത്
ക്ലോറിൻ Cl2 സീറോ ഓക്സിഡൈസ് സ്റ്റേറ്റിൽ നിന്ന് ClO മൈനസ് ആയപ്പോൾ +1 ഓക്സിഡൈസ് സ്റ്റേറ്റിലോട്ട് പോയി, Cl മൈനസ് ആയപ്പോൾ -1 ഓക്സിഡൈസ് സ്റ്റേറ്റിലോട്ടും പോയി. അപ്പോൾ ഇവിടെ ക്ലോറിന് സൈമൾട്ടേനിയസ് ആയിട്ട് ഓക്സിഡേഷനും റിഡക്ഷനും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ റെഡ്യൂസിങ് ഏജൻറ്റും ഓക്സിഡൈസിങ് ഏജൻറ്റും ആരാ? രണ്ടും ക്ലോറിൻ തന്നെയാണ്. അതേപോലെ ഇവിടെ റെഡ്യൂസിങ് ഏജൻറ്റും ഓക്സിഡൈസിങ് ഏജൻറ്റും ഫോസ്ഫറസ് തന്നെയാണ്. ഇവിടെ S8 തന്നെയാണ് ബോത്ത് ഓക്സിഡൈസിങ് ആൻഡ് റെഡ്യൂസിങ് ഏജൻറ്റ്. ഓക്കെ, ഇനി ലാസ്റ്റ് ഇപ്പോൾ ക്ലോറിൻ ചെയ്ത പോലെ തന്നെ Br2 I2 എടുത്താലും അവരും Br മൈനസ് ആൻഡ് BrO മൈനസ് I മൈനസ് ആൻഡ് IO3 മൈനസ് ഒക്കെ ആയിട്ട് മാറുന്നുണ്ട്. ഡൈല്യൂട്ട് ആയിട്ടുള്ള OH മീഡിയം ബേസിക് മീഡിയം കൊടുത്തു കഴിഞ്ഞാൽ അവിടെ Cl2 ഡിസ്പ്രൊപ്പോർഷനേറ്റ് ചെയ്യുന്ന പോലെ തന്നെ Br2ഉം I2ഉം ഡിസ്പ്രൊപ്പോർഷനേറ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് ഫ്ലൂറിൻ ഡിസ്പ്രൊപ്പോർഷനേറ്റ് ചെയ്യില്ല. എന്തുകൊണ്ട് ഫ്ലൂറിന് ഡിസ്പ്രൊപ്പോർഷനേഷൻ ചെയ്യാൻ പറ്റില്ല? ബിക്കോസ് ഫ്ലൂറിൻ സീറോ ഓക്സിഡൈസ് സ്റ്റേറ്റും കോമ്പൗണ്ടുകളുടെ അകത്ത് -1 ഓക്സിഡൈസ് സ്റ്റേറ്റേ കാണിക്കുകയുള്ളൂ. എലമെൻ്റൽ സ്റ്റേറ്റിൽ ഫ്ലൂറിൻ സീറോ ഓക്സിഡൈസ് സ്റ്റേറ്റും അതിൻ്റെ കോമ്പൗണ്ട്സിനകത്ത് -1 എന്ന് പറയുന്ന സിംഗിൾ ഓക്സിഡൈസ് സ്റ്റേറ്റേ കാണിക്കുകയുള്ളൂ. ഫ്ലൂറിന് 3 ഓക്സിഡൈസ് സ്റ്റേറ്റ് പറ്റുകയില്ല. സോ ഫ്ലൂറിൻ കനോട്ട് അണ്ടർഗോ ഡിസ്പ്രൊപ്പോർഷനേഷൻ. അപ്പോൾ ഒരു ആൽക്കലൈൻ മീഡിയത്തിൽ ഫ്ലൂറിനെ നമ്മൾ ബബിൾ ചെയ്താൽ അവിടെ എന്തൊക്കെയായിട്ട് മാറും? ഫ്ലൂറിൻ -1 ഓക്സിഡൈസ് സ്റ്റേറ്റുള്ള F- ആയിട്ട് മാറും. പിന്നെ OF2 ഫോം ചെയ്യും. ഓക്കെ, OF2 ഫോം ചെയ്യും. OF2 ഫോം ചെയ്തപ്പോൾ ഫ്ലൂറിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് -1ഉം ഓക്സിജൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് +2 ആണ്. സോ ഫ്ലൂറിൻ ഓക്സിഡൈസിങ് ഏജൻറ്റായിട്ട് മാത്രമേ ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് 0 നിന്ന് -1 മാത്രമേ പോകാൻ പറ്റുള്ളൂ. ഫ്ലൂറിന് വേറെ ഓക്സിഡൈസ് സ്റ്റേറ്റ് ഇല്ല. സോ ഓക്സിജൻ അടുത്തു നിന്നും ഇലക്ട്രോണെ മേടിക്കുകയാണ് ചെയ്യുക. സോ ഇവിടെ F- OF2ഉം ഫോം ചെയ്തപ്പോൾ രണ്ടിടത്തും ഫ്ലൂറിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് എന്ത് തന്നെയാണ്? -1 തന്നെയാണ്. സോ ഫ്ലൂറിൻ ഡിസ്പ്രൊപ്പോർഷനേറ്റ് ചെയ്യില്ല. സോ ദിസ് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഫോർ ഡിസ്പ്രൊപ്പോർഷനേഷൻ. അത് ഡിസ്പ്രൊപ്പോർഷനേറ്റ് ചെയ്യില്ല എന്ന് കാണിച്ചു തന്നതാണ്. ഓക്കെ, ഇതേപോലെ വേറെ ഡിസ്പ്രൊപ്പോർഷനേഷൻ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ട്, ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ KMnO4 എടുക്കാം. KMnO4നകത്ത് ഏത് അയോണാണുള്ളത്? MnO4 മൈനസ് ഉണ്ട്, പിന്നെ K+ ഉണ്ട്. ഓക്കെ, ഇവിടെ MnO4 മൈനസിനകത്ത് മാഗ്നീസിയേഷൻ +7 ആണ്. +7 എന്ന് പറയുന്നത് മാംഗനീസിൻ്റെ മാക്സിമം ഓക്സിഡൈസ് സ്റ്റേറ്റാണ്. സോ പെർമാംഗനേറ്റ് ആയതുകൊണ്ട് ഡിസ്പ്രൊപ്പോർഷനേഷൻ പോസിബിൾ അല്ല. ഓക്കെ, ഇനി പൊട്ടാസ്യം ഡൈക്രോമേറ്റ് എടുക്കാം. K2Cr2O7. K2Cr2O7നകത്ത് ക്രോമിയം +6 ഓക്സിഡൈസ് സ്റ്റേറ്റ് ആണ്. അതിന് ഡിസ്പ്രൊപ്പോർഷനേഷൻ പോസിബിൾ അല്ല. അപ്പോൾ ഫ്ലൂറിൻ പോലുള്ള 2 ഓക്സിഡൈസ് സ്റ്റേറ്റ് മാത്രം കാണിക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് ഡിസ്പ്രൊപ്പോർഷനേഷൻ പോസിബിൾ അല്ല. ഇനി മാക്സിമം ഓക്സിഡൈസ് സ്റ്റേറ്റിൽ നിൽക്കുന്ന സ്പീഷീസുകൾക്ക് ഡിസ്പ്രൊപ്പോർഷനേഷൻ പോസിബിൾ അല്ല. അതേപോലെ മിനിമത്തിൽ നിൽക്കുന്നവർക്കും ഡിസ്പ്രൊപ്പോർഷനേഷൻ പോസിബിൾ അല്ല. നമുക്ക് HCl, H2O, NH3 പോലുള്ള സ്പീഷീസൊക്കെ എടുക്കാം. ഇവിടെ ക്ലോറിൻ -1 അതിൻ്റെ മിനിമം ഓക്സിഡൈസ് സ്റ്റേറ്റില്ല. ഓക്സിജൻ -2 അതിൻ്റെ മിനിമം ഓക്സിഡൈസ് സ്റ്റേറ്റില്ല. നൈട്രജൻ -3 അതിൻ്റെ മിനിമം ഓക്സിഡൈസ് സ്റ്റേറ്റില്ല. അങ്ങനെ മിനിമത്തിൽ നിൽക്കുന്ന ആൾക്കാർക്കൊന്നും ഡിസ്പ്രൊപ്പോർഷനേഷൻ പോസിബിൾ അല്ല. ഓക്കെ, സോ ആർക്കേ ഡിസ്പ്രൊപ്പോർഷനേഷൻ പോസിബിൾ ആവുകയുള്ളൂ? ഇൻ്റർമീഡിയറ്റ് ഓക്സിഡൈസ് സ്റ്റേറ്റിൽ നിൽക്കുന്നവർക്ക് മാത്രമേ ഡിസ്പ്രൊപ്പോർഷനേഷൻ പറ്റുകയുള്ളൂ. ബാക്കിയുള്ളവർക്കൊന്നും ഡിസ്പ്രൊപ്പോർഷനേഷൻ പോസിബിൾ അല്ല. ഓക്കെ, എന്നാൽ നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യാം. ഇപ്പോൾ പഠിച്ച ടൈപ്സ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, The species which does not undergo disproportionation is disproportionation undergo ചെയ്യാത്ത സ്പീഷീസ് ഏതാ? നമ്മൾ നോക്കേണ്ടത് ആ എലമെൻറ്റ് 3 ഓക്സിഡൈസ് സ്റ്റേറ്റ് കാണിക്കാത്തതാണോ അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ആണോ മാക്സിമം ആണോ എന്നാണ് നോക്കേണ്ടത്. ഓക്കെ, 3 ഓക്സിഡൈസ് സ്റ്റേറ്റ് കാണിക്കാൻ പറ്റാത്തവർക്ക് ഡിസ്പ്രൊപ്പോർഷനേഷൻ പോസിബിൾ അല്ല. ഓക്കെ, 3 ഓക്സിഡൈസ് സ്റ്റേറ്റ് കാണിക്കുന്നവർക്ക് മാത്രമേ ഡിസ്പ്രൊപ്പോർഷനേഷൻ പറ്റുള്ളൂ. പിന്നെ ഇൻ്റർമീഡിയറ്റ് നിൽക്കണം, അവർക്കേ പറ്റുള്ളൂ. മാക്സിമത്തിലും മിനിമത്തിലും നിൽക്കുന്നവർക്കൊന്നും പറ്റിയല്ല. ഓക്കെ, ഇവിടെ ClO4 മൈനസിനകത്ത് ക്ലോറിൻ +7 ആണ്. ഇവിടെ ക്ലോറിൻ +1, ഇവിടെ ക്ലോറിൻ +3. ഓക്കെ, ഇവിടെ +5. ഇതൊക്കെയാണ് ക്ലോറിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ്സ്. അപ്പോൾ ഇവിടെ +1, +3, +5 ഒക്കെ ഇൻ്റർമീഡിയറ്റ് ഓക്സിഡൈസ് സ്റ്റേറ്റ് ഓഫ് ക്ലോറിൻ ആണ്. കാരണം ക്ലോറിൻ്റെ മിനിമം എന്ന് പറയുന്ന -1ഉം മാക്സിമം എന്ന് പറയുന്ന +7ഉമാണ്. ഓക്കെ, ഇവിടെ ക്ലോറിൻ +1, +3, +5 എന്നൊക്കെ പറയുന്ന ഇൻ്റർമീഡിയറ്റ് ഓക്സിഡൈസ് സ്റ്റേറ്റ്സും +7 എന്ന് പറയുന്ന മാക്സിമം ഓക്സിഡൈസ് സ്റ്റേറ്റുമാണ്. സോ ക്ലോറിൻ +7 എന്ന് പറയുന്ന മാക്സിമം ആയതുകൊണ്ട് ഈ കോമ്പൗണ്ടിന് ഡിസ്പ്രൊപ്പോർഷനേഷൻ പറ്റത്തില്ല. സോ ആൻസർ ഈസ് ഓപ്ഷൻ 1 കറക്റ്റാണ്. അടുത്തത്, So the following options are correct for the reaction. ഓക്കെ, ഏതൊക്കെയാണ് ശരി എന്നാണ് ചോദ്യം. ഓക്കെ, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അതേപോലെ ഇവിടെ 2- ഇവിടെയാണ് വരുന്നത്. 2- ഇച്ചിരി മാറി അവിടെ കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് റിയാക്ഷൻ? നമുക്ക് ഓക്സിഡൈസ് സ്റ്റേറ്റ്സ് ഒക്കെ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഓക്കെ, ഇവിടെ ഗോൾഡിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് എന്ത് വരും? സയനൈഡിന് -1 കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഗോൾഡിന് എന്താ? +1 ആണ് ഓക്സിഡൈസ് സ്റ്റേറ്റ്.
ഓക്കെ. സോ 1 - 2 എന്ന് പറഞ്ഞാൽ -1 വരും. ഇനി സിങ്കിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് എന്താ അവിടെ 0. ഇവിടെ ഗോൾഡിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് എന്താ 0. ഇവിടെ സിങ്കിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് സയനൈഡിന് -1 കൊടുക്കാം. സോ സിങ്കിന് +2 വരും. ഓക്കെ, ഇതൊക്കെയാണ് ഓക്സിഡൈസ് സ്റ്റേറ്റ്സ്. സോ ഗോൾഡ് ഇനീഷ്യലി +1 റിയാക്ഷൻ നടന്നു കഴിഞ്ഞപ്പോൾ ഗോൾഡ് എന്തായി 0 ആയി. സോ ഗോൾഡ് ഇവിടെ എന്തായിട്ട് ആക്ട് ചെയ്തു, ഓക്സിഡൈസിങ് ഏജൻ്റായിട്ട് ആക്ട് ചെയ്തു, ഇലക്ട്രോൺ അക്സെപ്റ്ററാണ്. സിങ്ക് 0ൽ നിന്ന് ഏത് ഓക്സിഡൈസ് സ്റ്റേറ്റിലോട്ട് പോയി +2 പോയി. സോ സിങ്ക് റെഡ്യൂസിങ് ഏജൻ്റാണ്, ഇലക്ട്രോണെ കൊടുക്കുകയാണ് ചെയ്തത്. സോ ഇറ്റ്സ് എ റിഡോക്സ് റിയാക്ഷൻ. ഓക്കെ, സോ ഏതൊക്കെയാണ് ശരിയെന്നല്ലേ ചോദിച്ചത്. ഓക്കെ, സോ റിഡോക്സ് റിയാക്ഷൻ ശരിയാണ്. ദർ ഈസ് ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. സോ ഇറ്റ് ഈസ് എ റിഡോക്സ് റിയാക്ഷൻ. ഓക്കെ, ഇനി ഇവിടെ ഡീകമ്പോസിഷൻ ആണോ അല്ല, കോമ്പിനേഷൻ ആണോ അല്ല, ഡിസ്പ്ലേസ്മെൻ്റ് ആണോ അതെ. നോക്കിയേ, സിങ്ക് എന്നിട്ട് സയനൈഡിനെ ഗോൾഡിനെ ഡിസ്പ്ലേസ് ചെയ്തു, എന്നിട്ട് ഗോൾഡ് നിന്ന സ്ഥാനത്ത് ഇപ്പോൾ ആരാ നിൽക്കുന്നത്, സിങ്കാണ്. സോ ഇറ്റ് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, സോ ആൻസർ എന്ന് പറയുന്നത് എ ആൻഡ് ബി വരും. സോ എ ആൻഡ് ബി. സോ ആൻസർ ഈസ് ഓപ്ഷൻ 1, എ ആൻഡ് ബി ഓൺലി. ഓക്കെ, അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ ഈ ക്വസ്റ്റ്യൻ, റിഡോക്സ് റിയാക്ഷൻ അമംഗ് ദ ഫോളോയിങ് ഈസ്, ഏതാണ് റിഡോക്സ് റിയാക്ഷൻ എന്നാണ് ചോദ്യം. വിച്ച് അമംഗ് ദിസ് ഈസ് റിഡോക്സ്? Formation of ozone from atmospheric oxygen in the presence of sunlight. Okay, formation of ozone from atmospheric oxygen. അപ്പോൾ O2 എന്ന് പറയുന്നത് എന്തായിട്ട് മാറുന്നു, O3 ആയിട്ട് മാറുന്നു. O2 becoming O3. ഓക്കെ, റിയാക്ഷൻ ഓഫ് COH2O6Cl3 വിത്ത് AgNO3. ഇത് ക്ലോറൈഡ്, അയണൈസബിൾ ക്ലോറൈഡ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യുന്ന റിയാക്ഷനാണ്. അപ്പോൾ AgNO3 ആയിട്ട് റിയാക്ട് ചെയ്താൽ ഇവിടെ AgCl ഫോം ചെയ്യും. ഓക്കെ, ഇവിടുത്തെ Ag+ ഇവിടുത്തെ Cl- ആയിട്ട് റിയാക്ട് ചെയ്ത് AgCl ഫോം ചെയ്യും. റിയാക്ഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ് വിത്ത് NaOH, അത് ന്യൂട്രലൈസേഷൻ റിയാക്ഷനാണ്. ന്യൂട്രലൈസേഷൻ റിഡോക്സ് അല്ല. ലാസ്റ്റ് കോമ്പിനേഷൻ ഓഫ് ഡൈനൈട്രജൻ വിത്ത് ഡയോക്സിജൻ അറ്റ് 2000 Kelvin. ഡൈനൈട്രജൻ N2 റിയാക്ഷൻ വിത്ത് ഡയോക്സിജൻ O2. മിന്നലൊക്കെ അടിക്കുമ്പോൾ അറ്റ്മോസ്ഫിയറിൽ ഫോം ചെയ്യുന്ന കോമ്പൗണ്ടാണ് 2NO. ഓക്കെ, NO എങ്ങനെയാണ് ഫോം ചെയ്യുക? അപ്പോൾ നമുക്ക് ലൈറ്റ്നിങ്ങിൻ്റെ സമയത്ത് അവിടെ ഹൈ ടെമ്പറേച്ചർ കണ്ടീഷൻസ് ആയിരിക്കും. സോ ആ കണ്ടീഷനിൽ നൈട്രജൻ ആൻഡ് ഓക്സിജൻ ബോണ്ട് ഡിസോസിയേറ്റ് ചെയ്തിട്ട് നൈട്രജൻ ആൻഡ് ഓക്സിജൻ കമ്പൈൻ ചെയ്ത് NO ഫോം ചെയ്യും. സോ അറ്റ്മോസ്ഫിയറിൽ ഫോം ചെയ്യുന്ന ഒരു കോമ്പൗണ്ടാണ് NO. സോ ഇനീഷ്യലി നൈട്രജൻ ആൻഡ് ഓക്സിജൻ 0 ഓക്സിഡൈസ് സ്റ്റേറ്റ്സിലാണ്. റിയാക്ഷൻ നടന്നു കഴിഞ്ഞപ്പോൾ നൈട്രജൻ +2 ആൻഡ് ഓക്സിജൻ -2 ആണ്. ഓക്കെ, സോ നൈട്രജൻ +2 ഓക്സിജൻ -2. ഇത് റിഡോക്സ് റിയാക്ഷനാണ്. സോ റിഡോക്സ് റിയാക്ഷൻ അമംഗ് ദ ഫോളോയിങ് ഏതാ? ഓപ്ഷൻ 4 ഈസ് റിഡോക്സ്. ഇത് റിഡോക്സ് അല്ല, ബിക്കോസ് ഇറ്റ്സ് എ ന്യൂട്രലൈസേഷൻ. ഇത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, ഇറ്റ്സ് എ ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, ഇവിടുത്തെ Agയും ഇവിടുത്തെ Clഉം കൂടി ചേർന്ന് AgCl ആകുക. അപ്പോൾ പ്രസിപ്പിറ്റേറ്റ് ഫോർമേഷനാണ്. ഓക്സിഡൈസ് സ്റ്റേറ്റിന് വ്യത്യാസമൊന്നുമില്ല. ഫസ്റ്റ് കേസിൽ ഓക്സിജൻ രണ്ട് എലമെൻ്റൽ ഫോം ഓഫ് ഓക്സിജനാണ്. രണ്ടിലും ഓക്സിജൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് 0 തന്നെയാണ്. സോ ഓപ്ഷൻ 1 ഈസ് ഓൾസോ നോട്ട് റിഡോക്സ്. സോ റിഡോക്സ് ഏതാ? ഓപ്ഷൻ 4. അടുത്തത്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ? ഏതാണ് ഡിസ്പ്രപ്പോർഷനേഷൻ എന്ന് കണ്ടുപിടിക്കണം. നമുക്ക് ഈ ഓക്സിഡൈസ് സ്റ്റേറ്റ് ഒക്കെ ഒന്ന് കണ്ടുപിടിച്ചിട്ട് ഏതാണ് ഡിസ്പ്രപ്പോർഷനേഷൻ എന്ന് നോക്കാം. ഓക്കെ, സോ ദ ഫോളോയിങ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഡിസ്പ്രപ്പോർഷനേഷൻ. ഫസ്റ്റ് MnO4 2- എന്ന് പറയുന്ന സ്പീഷീസാണ് തന്നേക്കുന്നത്. MnO4 2-. MnO4 2- മാംഗനീസിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് എത്രയാണ്? +6 ആണ്. ഓക്കെ, +6. ഇവിടെ പ്രൊഡക്റ്റിനകത്ത് MnO4- ഉണ്ട്. അവിടെ മാംഗനീസിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് +7 ആണ്. പിന്നെ MnO2 ഉണ്ട്. MnO2ൻ്റെ അകത്ത് മാംഗനീസിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് +4 ആണ്. അപ്പോൾ +6 നിന്ന് +7 പോയപ്പോൾ മാംഗനീസിന് ഒരു ഇലക്ട്രോണെ നഷ്ടപ്പെട്ടു. അത് ഓക്സിഡേഷനാണ്. ഇനി +6 നിന്ന് +4 പോയപ്പോൾ 2 ഇലക്ട്രോണെ കിട്ടി. അത് റിഡക്ഷനാണ്. സോ ഇവിടെ മാംഗനീസിന് തന്നെയാണ് ഓക്സിഡേഷനും റിഡക്ഷനും സംഭവിച്ചത്. സോ ഇത് ഡിസ്പ്രപ്പോർഷനേഷൻ്റെ എക്സാമ്പിളാണ്. സോ ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഡിസ്പ്രപ്പോർഷനേഷൻ. ഇനി അടുത്ത എക്സാമ്പിൾസ് നോക്കാം. ഇവിടെ മാംഗനീസ് +7 ആണ്. MnO4- മാംഗനീസ് +7. ഇവിടെ ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്ത് MnO2 ആയിട്ട് മാറി. ഇവിടെ മാംഗനീസിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് എത്രയാണ്? മാംഗനീസിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് +3 ആണ്, +4 ആണ്, +4. അപ്പോൾ +7 നിന്ന് +4 പോയപ്പോൾ ഇലക്ട്രോൺസിനെ ഗെയിൻ ആണ് ചെയ്തത്. ഇലക്ട്രോൺ ഗെയിൻ ചെയ്തതുകൊണ്ട് റിഡക്ഷൻ റിയാക്ഷനാണ്. ഓക്കെ, ഇവിടെ 3 ഇലക്ട്രോൺസ് ആണ് വരേണ്ടത് കേട്ടോ. 3 ഇലക്ട്രോൺസ്, 4 അല്ല 3 ഇലക്ട്രോൺ. +7 നിന്ന് +4 പോയപ്പോൾ 3 ഇലക്ട്രോൺ ഗെയിൻ ആണ്. ഓക്കെ, ഇനി അടുത്ത റിയാക്ഷൻ I- I2 ആയിട്ട് മാറി. ഇവിടെ -1 ഇരുന്ന ഐഡിയൽ എന്തായി? 0 ഓക്സിഡൈസ് സ്റ്റേറ്റിലോട്ട് പോയി. ഓക്കെ, സോ -1 നിന്ന് 0 പോയി. അപ്പോൾ ഐഡിയൽ എന്തായിട്ട് ആക്ട് ചെയ്തു? റെഡ്യൂസിങ് ഏജൻ്റായിട്ട് ആക്ട് ചെയ്തു. ഇനി MnO4- +7 നിന്ന് ഏത് ഓക്സിഡൈസ് സ്റ്റേറ്റിലോട്ട് പോയി? +2 പോയി.
+7 നിന്ന് +2 ഇപ്പോൾ റിഡക്ഷനാണ്. സോ ഇറ്റ് ഈസ് ആക്ടിങ് ആസ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. ഇവിടെ MnO4 മൈനസിന് റിഡക്ഷനും I മൈനസിന് ഓക്സിഡേഷനുമാണ് സംഭവിച്ചത്. ഇത് ഡിസ്പ്രൊപ്പോർഷനേഷൻ അല്ല, ഇതൊരു റിഡോക്സ് റിയാക്ഷനാണ്. ഇവിടെ MnO4 മൈനസിന് റിഡക്ഷൻ മാത്രമാണ് സംഭവിച്ചത്. ഇത് ഡിസ്പ്രൊപ്പോർഷനേഷൻ അല്ല, ഇതും ഡിസ്പ്രൊപ്പോർഷനേഷൻ അല്ല. ലാസ്റ്റ് ഓപ്ഷൻ നോക്കാം. ഇവിടെ മാംഗനീസ് +7 ഓക്സിഡൈസ് സ്റ്റേറ്റ്, സൾഫർ തയോസൾഫേറ്റിനകത്ത് +2 ഓക്സിഡൈസ് സ്റ്റേറ്റിലാണ് റിയാക്ഷൻ നടന്നു കഴിഞ്ഞപ്പോൾ MnO2-കകത്ത് +4 ഓക്സിഡൈസ് സ്റ്റേറ്റും SO4 മൈനസിനകത്ത് +6 ഓക്സിഡൈസ് സ്റ്റേറ്റുമാണ്. അപ്പോൾ മാംഗനീസ് +7 ഓക്സിഡൈസ് സ്റ്റേറ്റ് ചെയ്ത് +4 പോയി, അത് റിഡക്ഷനാണ്. സൾഫർ +2 നിന്ന് +6 പോയി, അത് ഓക്സിഡേഷനാണ്. സോ ഇവിടെ വേറെ വേറെ എലമെൻറ്റ്സിനാണ് ഓക്സിഡേഷൻ റിഡക്ഷൻ ഒക്കെ സംഭവിച്ചത്. സോ ഇത് ഡിസ്പ്രൊപ്പോർഷനേഷൻ അല്ല. സോ ഏതാണ് ഡിസ്പ്രൊപ്പോർഷനേഷൻ? ഓപ്ഷൻ 1 കറക്റ്റാണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ 1. ഓക്കെ, അടുത്തത് നെക്സ്റ്റ് നമുക്ക് ബാലൻസിങ് റിഡോക്സ് റിയാക്ഷൻസിലോട്ട് പോകാം. ഓക്കെ, സോ ബാലൻസിങ് റിഡോക്സ് റിയാക്ഷൻസ്. റിഡോക്സ് റിയാക്ഷൻസ് ബാലൻസ് ചെയ്യാൻ നമുക്ക് ആദ്യം ഹാഫ് റിയാക്ഷൻസ് ബാലൻസ് ചെയ്യാൻ പഠിക്കണം. ഹാഫ് റിയാക്ഷൻ ബാലൻസ് ചെയ്യുന്നതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബാലൻസിങ് എലമെൻറ്റ്സ് അതർ ദാൻ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ആണ്. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ബാലൻസിങ് ദ ആറ്റംസ് other than hydrogen and oxygen. Okay, second step is balancing oxygen by adding H2O. അപ്പോൾ വെള്ളം ആഡ് ചെയ്ത് ഓക്സിജൻ ആറ്റംസ് ബാലൻസ് ചെയ്യണം. ഓക്കെ, കാരണം നമ്മൾ റിയാക്ഷൻസ് ഒക്കെ അക്വസ് മീഡിയത്തിലാണ് ചെയ്യുന്നത്. അക്വസ് മീഡിയത്തിനകത്ത് വാട്ടറാണ് ഉള്ളത്. ഓക്കെ, സോ ഓക്സിജൻ സോഴ്സ് എന്ന് പറയുന്നത് H2O ആണ്. അടുത്തത് തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബാലൻസിങ് ഹൈഡ്രജൻ ബൈ ആഡിങ് H+. ഓക്കെ, അസിഡിക് മീഡിയത്തിലാണ് ബാലൻസ് ചെയ്യുന്നതെങ്കിൽ H+ ആഡ് ചെയ്ത് റിയാക്ഷൻ ബാലൻസ് ചെയ്യുക. ഹൈഡ്രജൻ ബാലൻസ് ചെയ്യാനായിട്ട് H+ ആണ് ആഡ് ചെയ്യേണ്ടത്. ലാസ്റ്റ് സ്റ്റെപ്പ് ഈസ് ബാലൻസിങ് ചാർജ് ആണ്. ചാർജ് ബാലൻസ് ചെയ്യാൻ ഇലക്ട്രോൺസ് ആണ് ആഡ് ചെയ്യേണ്ടത്. ഇലക്ട്രോൺസ് ആഡ് ചെയ്ത് ചാർജ് ബാലൻസ് ചെയ്യാം. സോ ഇതാണ് 4 സ്റ്റെപ്സ്. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ഇത് വെച്ച് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഹാഫ് റിയാക്ഷൻ എന്ന് പറയുന്നത് CH4+ ഗിവിങ് Ce2+ ആണ്. ഇവിടെ ഓക്സിജൻ ഹൈഡ്രജൻ ഒന്നുമില്ല. സോ സീരിയം ഈ സൈഡിൽ വരണോ ആ സൈഡിൽ വരണേ ഉള്ളൂ. സീരിയം ഈസ് ഓൾറെഡി ബാലൻസ്ഡ്, ദർ ഇസ് നോ ഓക്സിജൻ ഓർ ഹൈഡ്രജൻ. നേരെ നമുക്ക് ഫോർത്ത് സ്റ്റെപ്പ് ചാർജ് ബാലൻസിങ്ങിലോട്ട് പോകാം. ഓക്കെ, ചാർജ് ബാലൻസ് ചെയ്യാൻ ഇലക്ട്രോൺസ് ആണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഇവിടെ 2 ഇലക്ട്രോൺസ് ആഡ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ 2 സൈഡിലും ടോട്ടൽ ചാർജ് സെയിം ആയി. ഇനി നമുക്കൊരു ഷോർട്ട് ബ്രേക്കിന് ശേഷം നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ഇവിടെ C4+-നോട്ട് 2 ഇലക്ട്രോൺസ് ആഡ് ചെയ്തപ്പോൾ ഇവിടെ 2 പോസിറ്റീവ് ചാർജും ആ സൈഡിൽ 2 പോസിറ്റീവ് ചാർജുമാണ്. സോ ഈ ഇക്വേഷൻ ബാലൻസ്ഡ് ആയി. ഓക്കെ, ഇനി I2 ഗിവിങ് I-. ഇവിടെ അയഡിൻ 2 എണ്ണം ഉണ്ട്, പക്ഷേ ഈ സൈഡിൽ അയഡിൻ 1 ഉള്ളൂ. സോ ഇവിടെ നമ്മൾക്ക് 2 അയഡിൻ ഇടാം. സോ അയഡിൻ ഇവിടെ 2 എണ്ണം, അവിടെ 2 എണ്ണം, അയഡിൻ സെയിം ആയി. ഇനി ഇലക്ട്രോൺസ് ആഡ് ചെയ്ത് ചാർജ് ബാലൻസ് ചെയ്തേക്കാം. ഈ ലെഫ്റ്റ് സൈഡിൽ ഇലക്ട്രോൺസ് കുറവാണ്. സോ ആ സൈഡിൽ 2 ഇലക്ട്രോൺ ആഡ് ചെയ്തപ്പോൾ 2 സൈഡിലെയും ടോട്ടൽ ചാർജ് സെയിം ആയി. ഇനി I2 ഗിവിങ് I3-. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ 2 അയഡിനും റൈറ്റ് സൈഡിൽ 3 അയഡിനാണ് ഉള്ളത്. സോ ഇങ്ങനെ വരുന്ന കേസിൽ 2-നെയും 3-നെയും എൽസിയം എടുക്കാം. ഓക്കെ, 2-നെയും 3-നെയും എൽസിയം 6 ആണ്. സോ 6 ആക്കാനായിട്ട് ഇവിടെ 3 വെച്ചും ഇവിടെ 6 ആക്കാനായിട്ട് ഇവിടെ 2 വെച്ചും മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഇവിടെ ടോട്ടൽ 6 അയഡിൻ ആറ്റംസ് ആയി, അവിടെയും ടോട്ടൽ 6 അയഡിൻ ആറ്റംസ് ആയി. ഓക്കെ, ഇത് I3- ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഓക്സിജൻ ഹൈഡ്രജൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ചാർജ് ബാലൻസിങ് ചെയ്യാം. ഇവിടെ ടോട്ടൽ 2 നെഗറ്റീവ് ചാർജ് ഉണ്ട്. സോ ഇവിടെ 2 ഇലക്ട്രോൺസ് ആഡ് ചെയ്തേക്കാം, 2 ഇലക്ട്രോൺസ്. സോ ബാലൻസ്ഡ് ആയി. അടുത്ത Mn2+ ഗിവിങ് MnO2.
Mn2 പ്ലസ് MnO2 ആയിട്ട് മാറുന്നു. മാംഗനീസിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് എന്താ? ഇവിടെ മാംഗനീസ് +2 ഓക്സിഡൈസ് സ്റ്റേറ്റിലാണ്. ഇവിടെ മാംഗനീസ് +4 ഓക്സിഡൈസ് സ്റ്റേറ്റിലാണ്. നമ്മൾ അതിനെക്കുറിച്ച് വരി ചെയ്യുന്നില്ല. സോ മാംഗനീസ് ഇവിടെ ഒരെണ്ണം ഇവിടെ ഒരെണ്ണം ഉണ്ട്. അപ്പോൾ മാംഗനീസ് ബാലൻസ്ഡ് ആണ്. അടുത്ത ഓക്സിജൻ. ഇവിടെ 2 ഓക്സിജൻ ഉണ്ട്. അപ്പോൾ ഓക്സിജനെ ബാലൻസ് ചെയ്യാനായിട്ട് വാട്ടറാണ് ആഡ് ചെയ്യേണ്ടത്. സോ 2 ഓക്സിജൻ ഉള്ളതുകൊണ്ട് ഇവിടെ എത്ര വാട്ടർ ആഡ് ചെയ്തു? 2 വാട്ടർ ആഡ് ചെയ്തു. സോ ഓക്സിജൻ ബാലൻസ്ഡ് ആയി. അടുത്ത ഹൈഡ്രജൻ ബാലൻസിങ് ആണ്. ഇവിടെ 2 × 2 4 ഹൈഡ്രജൻ ഉണ്ട്. ഹൈഡ്രജൻ ബാലൻസ് ചെയ്യാൻ അസിഡിക് മീഡിയത്തിൽ H+ വേണം ആഡ് ചെയ്യാൻ. സോ ഞാനിവിടെ 4 H+ ആഡ് ചെയ്തു. കാരണം ഇവിടെ 2 H2 ആണുള്ളത്. സോ 4 H+ ആഡ് ചെയ്തു. ലാസ്റ്റ് സ്റ്റെപ്പ് ചാർജ് ബാലൻസിങ് ആണ്. ഇവിടെ 2 പോസിറ്റീവും അവിടെ 4 പോസിറ്റീവ് ആണുള്ളത്. സോ 4 പോസിറ്റീവ് ഉള്ള സൈഡിൽ പോസിറ്റീവ് ചാർജ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ആ സൈഡിൽ നമുക്ക് 2 ഇലക്ട്രോൺസ് ആഡ് ചെയ്യാം. അപ്പോൾ പോസിറ്റീവ് ചാർജ് കൂടുതലുള്ള സൈഡിലോട്ട് വേണം ഇലക്ട്രോണെ ആഡ് ചെയ്യാൻ. അപ്പോൾ അവിടെ 4 പോസിറ്റീവ് 2 നെഗറ്റീവും കൂട്ടിയിട്ട് ബാക്കി എത്ര പോസിറ്റീവ് ഉള്ളൂ? 2 പോസിറ്റീവേ ഉള്ളൂ. ലെഫ്റ്റ് സൈഡിലും 2 പോസിറ്റീവേ ഉള്ളൂ. ചാർജ് ബാലൻസ്ഡ് ആയി. ഇനി നമുക്ക് ഒരെണ്ണം കൂടി ചെയ്യാം. S2O8 ഗിവിങ് HSO4-. ഇവിടെ സൾഫർ 2 എണ്ണം ഉണ്ട്. അപ്പോൾ ഇവിടെ 2 സൾഫർ ആക്കണം. സോ 2HSO4- എഴുതിയാക്കാം. അല്ലാതെ +S എന്നൊന്നും എഴുതി പുതിയ സൾഫർ ആഡ് ചെയ്യരുത്. ഇവിടെ ഉള്ള റിയേജൻറ്റുകളുടെ എണ്ണം മാറ്റാം. ഓക്കെ, സോ 2 സൾഫർ ഇവിടെ ഉള്ളതുകൊണ്ട് 2 HSO4- ആക്കി മാറ്റി. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ബാലൻസിങ് ആണ്. ഇവിടെ 8 ഓക്സിജൻ ഉണ്ട്. ഇവിടെ 2 × 4 8 ഓക്സിജൻ ഉണ്ട്. സോ ഓക്സിജൻ ഈസ് ഓൾറെഡി ബാലൻസ്ഡ്. അടുത്ത ഹൈഡ്രജൻ ബാലൻസിങ് ആണ്. ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്. സോ ഇവിടെ നമുക്കൊരു 2 H+ ആഡ് ചെയ്തേക്കാം. സോ ഹൈഡ്രജൻ ബാലൻസ്ഡ് ആയി. ഇനി അടുത്ത ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ചാർജ് ബാലൻസിങ് ആണ്. ചാർജ് ബാലൻസ് ചെയ്യാൻ ഇലക്ട്രോൺസ് വേണം ആഡ് ചെയ്യാൻ. ഇവിടെ 2 നെഗറ്റീവ് ഉണ്ട്. ഇവിടെ 2 നെഗറ്റീവും 2 പോസിറ്റീവും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒരു 2 നെഗറ്റീവും കൂടി ആഡ് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ 2 പോസിറ്റീവ് 2 നെഗറ്റീവ് കൂടി 0 ആയി. പിന്നെ ഒരു 2 നെഗറ്റീവ് ബാക്കിയുണ്ട്. ഇവിടെയും 2 നെഗറ്റീവ് ഉണ്ട്. സോ അങ്ങനെ ഹാഫ് ഇക്വേഷൻ ബാലൻസ് ചെയ്യാം. അപ്പോൾ ഈ ബാലൻസിങ് ഒക്കെ നമ്മൾ ചെയ്തേക്കുന്നത് അസിഡിക് മീഡിയത്തിലാണ്. ഓക്കെ, അസിഡിക് മീഡിയത്തിൽ ചെയ്തുകൊണ്ട് നമ്മൾ ഈ 2 എണ്ണത്തിലും H+ ആണ് ആഡ് ചെയ്തത്. ഇനി എനിക്ക് ഒരു ബാലൻസിങ് ബേസിക് മീഡിയത്തിൽ ചെയ്യണമെങ്കിലോ? ബേസിക് മീഡിയത്തിൽ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം ബേസിക് മീഡിയത്തിൽ ചെയ്യാൻ. N2H4 ഗിവിങ് N2. ഈ റിയാക്ഷനെ ബേസിക് മീഡിയത്തിൽ ബാലൻസ് ചെയ്യണം. എങ്ങനെ ബേസിക് ആക്കാം? അപ്പോൾ ആദ്യം അസിഡിക് ചെയ്യുന്ന പോലെ തന്നെ ബാലൻസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നൈട്രജൻ 2 എണ്ണം ഉണ്ട്. സോ 2 നൈട്രജൻ ഓൾറെഡി ബാലൻസ്ഡ് ആണ്. അടുത്തത് ഹൈഡ്രജൻ ബാലൻസ് ചെയ്യാം. ഓക്കെ, ഹൈഡ്രജൻ ബാലൻസ് ചെയ്യാൻ H+ ആഡ് ചെയ്തു. ഇനി ചാർജ് ബാലൻസ് ചെയ്യണം. ചാർജ് ബാലൻസ് ചെയ്യാൻ ഇലക്ട്രോൺ ആഡ് ചെയ്യണം. 4 പോസിറ്റീവ് ചാർജ് ഉള്ളതുകൊണ്ട് 4 ഇലക്ട്രോൺ ആഡ് ചെയ്ത് ബാലൻസ് ചെയ്തു. അപ്പോൾ നൈട്രജനും ബാലൻസ്ഡ് ആയി, ഹൈഡ്രജനും ബാലൻസ്ഡ് ആയി, ചാർജ് ബാലൻസ്ഡ് ആയി. ഓക്കെ, ഇവിടെ ഓക്സിജൻ ഒന്നും ഇല്ല. ഓക്കെ, സോ ഓക്സിജൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ബേസിക്കിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഇപ്പോൾ ബേസിക് മീഡിയത്തിലാണ് റിയാക്ഷൻ നടക്കുന്നതെന്ന് വിചാരിക്കുക. ഇതിനെ ബേസിക്കിലോട്ട് മാറ്റാൻ എത്രയും ചെയ്താൽ മതി. 4 H+ ഉണ്ടല്ലോ, അപ്പോൾ 4 OH- ആഡ് ചെയ്യാം. ഓക്കെ, റൈറ്റ് മാത്രം ആഡ് ചെയ്താൽ പോരാ, ലെഫ്റ്റിലും ആഡ് ചെയ്യണം. സോ 2 സൈഡിലും 4 OH- ആഡ് ചെയ്യുക. ഓക്കെ, സോ 4 OH- ലെഫ്റ്റിലും റൈറ്റിലും ആഡ് ചെയ്തു. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ 4 H+ 4 OH- ചേർന്നിട്ട് 4 വാട്ടർ ആകും. അപ്പോൾ ഫൈനൽ ബാലൻസ്ഡ് ഇക്വേഷൻ N2H4 + 4 OH- ഗിവിങ് N2 + 4H2O + 4 ഇലക്ട്രോൺ എന്ന് എഴുതാം. അപ്പോൾ കണ്ടോ, 2 സൈഡിലെയും ടോട്ടൽ ചാർജ് എന്താ? ഇവിടെയും 4 നെഗറ്റീവ്, അവിടെയും 4 നെഗറ്റീവ്. അങ്ങനെ ഹാഫ് ഇക്വേഷൻസ് ബാലൻസ് ചെയ്യാം. സോ ഇങ്ങനെയാണ് ഹാഫ് ഇക്വേഷൻ ബാലൻസ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഫുൾ റിഡോക്സ് റിയാക്ഷൻസ് ബാലൻസിങ്ങിലോട്ട് പോകാം. ഓക്കെ, നമുക്ക് ഈ ഒരു എക്സാമ്പിൾ നമുക്ക് ചെയ്യാം. Fe2 + Cr2O7 ആയിട്ട് റിയാക്ട് ചെയ്ത് Cr3+ ആൻഡ് Fe3+ തരുന്നു. ഓക്കെ, അപ്പോൾ ഈ റിയാക്ഷൻ ബാലൻസ് ചെയ്യാനായിട്ട് നമുക്ക് 2 മെത്തഡ്സ് യൂസ് ചെയ്യാം. ഒന്ന് ഹാഫ് റിയാക്ഷൻ മെത്തഡാണ്, 2 ഓക്സിഡേഷൻ നമ്പർ മെത്തഡാണ്. ഞാൻ ഓക്സിഡേഷൻ നമ്പർ മെത്തഡ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അടുത്ത ചോദ്യത്തിന് നമുക്ക് ഹാഫ് റിയാക്ഷൻ മെത്തഡ് യൂസ് ചെയ്യാം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഓക്സിഡേഷൻ നമ്പർ മെത്തഡ് വെച്ച് ചോദ്യം ചെയ്യാനായിട്ട് ആദ്യം ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കണം. ഞാൻ ഇതേപോലെ ഒരെണ്ണം കൂടി കോപ്പി പേസ്റ്റ് ചെയ്യട്ടെ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമുക്ക് ആദ്യം ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കണം. ഇവിടെ അയണിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താ? +2. ഇവിടെ ക്രോമിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താ? +6. ഓക്സിജൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2. ഓക്കെ, ഇവിടെ ക്രോമിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3, അയണിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3. അപ്പോൾ ആർക്കൊക്കെ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ ചേഞ്ച് വന്നിട്ടുണ്ട്? അയൺ +2 നിന്ന് +3 പോയി. ക്രോമിയം +6 നിന്ന് +3 പോയി. ഓക്സിജനെ തൽക്കാലം നോക്കണ്ട, കാരണം പ്രൊഡക്റ്റ് സൈഡിൽ ഓക്സിജൻ ഇല്ല. ഓക്സിജൻ വാട്ടർ ആഡ് ചെയ്യുമ്പോൾ വരും. ഓക്കെ, സോ തൽക്കാലം ഓക്സിജനെ നോക്കണ്ട. സോ അയണിന് +2 നിന്ന് +3 ഓക്സിഡേഷൻ സംഭവിച്ചിട്ടുണ്ട്. ഞാനിവിടെ അയണിനെ ഒരു ലൈൻ വെച്ച് കണക്ട് ചെയ്യാൻ പോവുക. ഓക്കെ, സോ അയൺ ആറ്റംസിന് ഇങ്ങനെ കണക്ട് ചെയ്തു.
ഓക്സിഡേഷൻ നടന്ന അയണിനെ കണക്ട് ചെയ്തു. ഓക്കെ, അതേപോലെ റിഡക്ഷൻ നടന്ന ക്രോമിയത്തിനെയും കണക്ട് ചെയ്തു. ക്രോമിയം +6 നിന്ന് +3 പോയി അതിനെ കണക്ട് ചെയ്തു. ഇവിടെ എത്ര ക്രോമിയം ഉണ്ട്? 2 ക്രോമിയം ഉണ്ട്. പക്ഷേ റൈറ്റ് സൈഡിൽ എത്ര ക്രോമിയമേ ഉള്ളൂ? 1 ക്രോമിയമേ ഉള്ളൂ. സോ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ 2 ക്രോമിയം ആക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ 2 ക്രോമിയത്തിന് വന്ന ചേഞ്ച് ഇൻ ഓക്സിഡൈസ് സ്റ്റേറ്റ് നമുക്ക് ഈ ലൈനിൻ്റെ മുകളിൽ എഴുതാം. സോ 2 ക്രോമിയം ഇനീഷ്യലി +6 പ്രൊഡക്റ്റ് സൈഡിൽ 2 ക്രോമിയം +3 സോ ഇവിടെ 2 × 6 12, അവിടെ 2 × 3 6. സോ +12 നിന്ന് ടോട്ടൽ ചാർജ് എന്തായി? +6 ആയി. സോ ദർ ഇസ് എ 6 ഇലക്ട്രോൺ ഗെയിൻ. അപ്പോൾ ഇവിടെ നമുക്ക് എഴുതാം 6 ഇലക്ട്രോൺ ഗെയിൻ. 6 ഇലക്ട്രോൺ ഗെയിൻ ആണ്. ഇനി ഇവിടെ Fe2 + Fe3 ആയപ്പോൾ 1 ഇലക്ട്രോൺ ലോസാണ്. സോ ദർ ഇസ് എ 1 ഇലക്ട്രോൺ ലോസ്. ഇവിടെ ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്ന് പറയുന്നത് Cr2SO2- ആണ്. അയാളാണ് ഇലക്ട്രോണെ മേടിച്ചത്. റെഡ്യൂസിങ് ഏജൻറ്റ് എന്ന് പറയുന്നത് Fe2+ ആണ്. അയാളാണ് ഇലക്ട്രോണെ കൊടുത്തത്. ഓക്കെ, അപ്പോൾ ഓക്സിഡൈസിങ് ഏജൻറ്റ് ഇലക്ട്രോണെ മേടിക്കും, റെഡ്യൂസിങ് ഏജൻറ്റ് കൊടുക്കും. അപ്പോൾ ഈ രണ്ടുപേരും തമ്മിലാണ് ഇലക്ട്രോൺ എക്സ്ചേഞ്ച് ഒക്കെ നടക്കുന്നത്. പക്ഷേ ഓക്സിഡൈസിങ് ഏജൻറ്റ് 6 ഇലക്ട്രോണെ മേടിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 6 Fe2+ ചേർന്ന് 6 ഇലക്ട്രോണെ കൊടുത്തിട്ട് 6 Fe3+ ആയിട്ട് മാറിയിട്ടുണ്ടാവണ്ടേ? അപ്പോൾ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്സിഡൈസിങ് ഏജൻറ്റിന് എത്ര ഇലക്ട്രോണെ കിട്ടിയോ അത്ര ഇലക്ട്രോൺ കൊടുത്ത് ആരായിരിക്കണം? റെഡ്യൂസിങ് ഏജൻറ്റ് ആയിരിക്കണം. പക്ഷേ ഇവിടെ 1 Fe2+ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ ആക്ച്വലി എത്ര Fe2+ കാണും? അവിടെ 6 Fe2+ കാണും. സോ അതിന് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. 6ൻ്റെയും 1ൻ്റെയും LCM എടുക്കണം. 6ൻ്റെയും 1ൻ്റെയും LCM എത്രയാണ്? 6 തന്നെയാണ്. സോ ഈ റിയാക്ഷൻ നമ്മൾ 6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് എഴുതാം. അതിനെ ഒന്നും മൾട്ടിപ്ലൈ ചെയ്യണ്ട, കാരണം LCM എടുത്തപ്പോൾ അവിടെ 6 തന്നെയാണ്. ഓക്കെ, സോ നമുക്ക് 6 Fe2+ പ്ലസ് Cr2O7 2- ഗിവിങ് എന്ത് കിട്ടും? 2 Cr3+ പ്ലസ് 6 Fe3+ എന്ന് എഴുതാം. ഓക്കെ, ഇപ്പോൾ നോക്കിക്കേ, ക്രോമിയത്തിൻ്റെ എണ്ണം 2 2 രണ്ട് സൈഡിലും 2 ക്രോമിയം വീതമുണ്ട്. അയൺ ഈ സൈഡിൽ 6 ആ സൈഡിലും 6 ഉണ്ട്. സോ അയൺ ക്രോമിയം ബാലൻസ്ഡായി. അടുത്ത് നമ്മൾ ബാലൻസ് ചെയ്യേണ്ടത് ആരെയാണ്? അടുത്ത് ബാലൻസ് ചെയ്യേണ്ടത് ഓക്സിജനെയാണ്. ഓക്സിജൻ ഇവിടെ 7 ഓക്സിജൻ കിടപ്പുണ്ട്. ഓക്സിജൻ ബാലൻസ് ചെയ്യാനായിട്ട് റൈറ്റ് സൈഡിൽ നമുക്ക് 7 വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, 7H2O. അടുത്തത് ഹൈഡ്രജൻ ബാലൻസിങ് ആണ്. അവിടെ 14 ഹൈഡ്രജൻ ഉണ്ട്. 7 × 14 ഹൈഡ്രജൻ ഉണ്ട്. സോ ഈ സൈഡിൽ നമുക്കൊരു 14H+ കൂടി ആഡ് ചെയ്യാം. ഇപ്പോൾ കണ്ടോ, എല്ലാവരും ബാലൻസ്ഡായി. ചാർജ് ബാലൻസ്ഡായി കാണും. H+ ആഡ് ചെയ്യുമ്പോഴത്തേക്കും ചാർജ് ബാലൻസ്ഡായി കാണും. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ചാർജ് ബാലൻസ്ഡ് ആയോ എന്ന്. ഓക്കെ, അപ്പോൾ 6 × 2 12 പോസിറ്റീവ് ചാർജ് ഉണ്ട്. 12 + 14 26 പോസിറ്റീവ് ചാർജായി. പിന്നെ 2 നെഗറ്റീവും കൂടിയായി. അപ്പോൾ 26 - 2 24 പോസിറ്റീവ് ചാർജാണ് ലെഫ്റ്റ് സൈഡിൽ ടോട്ടൽ ഉള്ളത്. റൈറ്റ് സൈഡിൽ നോക്കാം. 6 × 3 18 + 6 24 പോസിറ്റീവ് ചാർജാണ് റൈറ്റ് സൈഡിലുള്ളത്. സോ ലെഫ്റ്റിലെ ടോട്ടൽ ചാർജും റൈറ്റിലെ ടോട്ടൽ ചാർജും ഈക്വലായി. സോ ആറ്റംസ് ബാലൻസ്ഡ് ആണ്, ചാർജ് ബാലൻസ്ഡ് ആണ്. സോ ആറ്റംസ് ആൻഡ് ചാർജ് ബാലൻസ്ഡ് ആയപ്പോഴത്തേക്കും ഇക്വേഷൻ ബാലൻസ്ഡ് ആയി. സോ ദിസ് ഈസ് ദ ബാലൻസ്ഡ് ഇക്വേഷൻ. അപ്പോൾ ഈ മെത്തേഡ് നമ്മൾ വിളിക്കുന്നവരാണ് ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ്. ഇവിടെ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ. ആദ്യം ഓക്സിഡേഷൻ നമ്പറിൽ ആർക്കൊക്കെ ചേഞ്ച് വന്നിട്ടുണ്ടെന്ന് കണ്ടുപിടിക്കുക. ഓക്സിഡേഷൻ നമ്പറിൽ ചേഞ്ച് വന്നേക്കുന്ന ആൾക്കാരുടെ എണ്ണം സെയിം ആണോ നോക്കുക. ഓക്കെ, അവർക്ക് വന്ന ചേഞ്ച് ഇൻ ഓക്സിഡൈസ് സ്റ്റേറ്റ് ഇപ്പോൾ 2 ക്രോമിയമാണ് ഇവിടെ ഉള്ളത്. സോ 2 ക്രോമിയത്തിന് വന്ന ചേഞ്ച് ഇൻ ഓക്സിഡൈസ് സ്റ്റേറ്റ് മുകളിൽ എഴുതി. അതേപോലെ ഇവിടെ ഒരു അയണേ ഉള്ളൂ. സോ ഒരു അയണിന് വന്ന ചേഞ്ച് ഇൻ ഓക്സിഡൈസ് സ്റ്റേറ്റ് ഇവിടെ എഴുതി. ഈ 2 പേർക്കും വന്ന ചേഞ്ച് ഇൻ ഓക്സിഡൈസ് സ്റ്റേറ്റിൻ്റെ LCM എടുത്തു. ഓക്കെ, ഇവിടെ 6 ഇലക്ട്രോൺ ഗെയിനാണ് 2 ക്രോമിയത്തിന് വന്നത്. ഇവിടെ ഒരു അയണിന് വന്നേക്കുന്നത് 1 ഇലക്ട്രോൺ ലോസാണ്. അപ്പോൾ ലോസും ഗെയിനും സെയിം ആക്കാനായിട്ട് നമ്മൾ LCM എടുക്കുന്നു. 6ൻ്റെയും 1ൻ്റെയും LCM എത്രയാണ്? 6 ആണ്. സോ ഇവിടെ 6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അവിടെ 1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെ 6 Fe2+ ഒരു Cr2SO2- ആയിട്ട് റിയാക്ട് ചെയ്ത് 6 Fe3+ഉം 2 Cr3+ഉം തരും നമുക്ക് കിട്ടി. പക്ഷേ ഇപ്പോൾ ബാലൻസ്ഡ് ആയിരിക്കുന്നത് ഓക്സിജനും ഹൈഡ്രജനും ഒഴിച്ചുള്ള ബാക്കി എലമെൻസാണ്. ക്രോമിയവും അയണാണ് ബാലൻസ്ഡ് ആയിരിക്കുന്നത്. ഇനി നമുക്ക് ആരെ ബാലൻസ് ചെയ്യാനുണ്ട്? ഓക്സിജനെ ബാലൻസ് ചെയ്യാനായിട്ട് വാട്ടർ ആഡ് ചെയ്ത് ഓക്സിജനെ ബാലൻസ് ചെയ്യണം. ഇനി ഹൈഡ്രജൻ ബാലൻസ് ചെയ്യാനായിട്ട് H+ ആഡ് ചെയ്ത് ഹൈഡ്രജനെയും ബാലൻസ് ചെയ്യണം. അതും കൂടി ചെയ്യുമ്പോഴത്തേക്ക് ഇക്വേഷൻ ബാലൻസ്ഡ് ആകും. ഈ മെത്തേഡാണ് ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ്. ഇനി നമുക്ക് വേറെ ഒരു ചോദ്യം ഹാഫ് റിയാക്ഷൻ മെത്തേഡ് വെച്ച് കൂടി ചെയ്യാം. ഓക്കെ, Br2 ഗിവിങ് Br- + Bro3-. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ. ബേസിക് മീഡിയത്തിലാണ് ഈ റിയാക്ഷൻ നടക്കുക, ബേസിക് മീഡിയം. അപ്പോൾ ഇതിനെ ഹാഫ് റിയാക്ഷൻ മെത്തേഡ് വെച്ച് ഞാൻ ബാലൻസ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, സോ Br2 ഗിവിങ് Br-. ഇതാണ് ഒരു ഹാഫ് റിയാക്ഷൻ. അടുത്ത ഹാഫ് റിയാക്ഷൻ എന്ന് പറയുന്നത് Br2 ഗിവിങ് Bro3-. അപ്പോൾ ആദ്യത്തെ എന്ന് പറയുന്നത് റിഡക്ഷൻ ഹാഫും രണ്ടാമത് എഴുതിയേക്കുന്ന ഓക്സിഡേഷൻ ഹാഫുമാണ്. ഇവിടെ ബ്രോമിൻ റിഡക്ഷൻ നടന്ന് Br- ആയിട്ട് മാറുകയാണ് ചെയ്തത്. സോ ഇവിടെ ഹാഫ് ഇക്വേഷൻ ബാലൻസ് ചെയ്യുന്ന മെത്തേഡ് തന്നെ യൂസ് ചെയ്യാം.
ഇവിടെ 2 ബ്രോമിൻ അല്ലേ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, 2 Br മൈനസ് ഇടും. ഇനി ഓക്സിജനും ഹൈഡ്രജനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ 2 ഇലക്ട്രോൺ ആഡ് ചെയ്ത് ചാർജ് ബാലൻസ് ചെയ്തേക്കാം. കഴിഞ്ഞു. അടുത്ത രണ്ടാമത്തത്, ഇവിടെ 2 ബ്രോമിനുണ്ട്, ഇവിടെ 1 ബ്രോമിനേ ഉള്ളൂ. സോ 2 Br3 മൈനസ് ആക്കിയേക്കാം. ഇനി ഇവിടെ 2 × 3 6 ഓക്സിജൻ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യും, 6 H2O ഇടും. അപ്പോൾ ഓക്സിജൻ ബാലൻസ്ഡ് ആയി. ഓക്കെ. ഇനി ഹൈഡ്രജൻ ബാലൻസ് ചെയ്യാൻ ഇവിടെ 12 ഹൈഡ്രജൻ ഉണ്ട്. സോ ഇവിടെ ഒരു 12 H+ ആഡ് ചെയ്യാം. അടുത്ത ലാസ്റ്റ് സ്റ്റെപ്പ് ചാർജ് ബാലൻസിങ് ആണ്. ഈ സൈഡിൽ ടോട്ടൽ ചാർജ് 0 ആയാം. ഈ സൈഡിൽ 12 മൈനസ് 2 10 പോസിറ്റീവ് ചാർജസ് ഉണ്ട്. സോ ഇവിടെ ഒരു 10 ഇലക്ട്രോൺസ് കൂടി ആഡ് ചെയ്ത് ഇലക്ട്രോൺസ് ബാലൻസ് ചെയ്യാം. അപ്പോൾ ഇലക്ട്രോൺസ് ഇവിടെ 2ഉം അവിടെ 10ഉം ആകും. ഓക്കെ. അപ്പോൾ ഇവിടെ റിഡക്ഷൻ ഹാഫിൽ 2 ഇലക്ട്രോണും ഓക്സിഡേഷൻ ഹാഫിൽ 10 ഇലക്ട്രോണും വന്നത്. അപ്പോൾ ഇലക്ട്രോൺസിൻ്റെ എണ്ണം 2 റിയാക്ഷനിലും സെയിം ആക്കണം. ഓക്കെ. അപ്പോൾ അവിടെ റിലീസ് ചെയ്ത ഇലക്ട്രോൺ ഒക്കെ ഇവിടെ അക്സെപ്റ്റ് ആവണം. അപ്പോൾ 2ൻ്റെ എൽസിയം എടുക്കുക. എൽസിയം എത്രയാണ്? 10ൻ്റെ 2ൻ്റെ എൽസിയം 5 ആണ്. 10ൻ്റെ 2ൻ്റെ എൽസിയം 10 ആണ്. ഓക്കെ. സോ 10 ആക്കാനായിട്ട് ഇവിടെ നമുക്ക് 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ നമുക്ക് 1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ. അപ്പോൾ 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഇവിടെ 10 ഇലക്ട്രോൺസ് വന്നു, അവിടെയും 10 ഇലക്ട്രോൺസ് ആണ്. കൃത്യം കട്ടായി പോയിക്കോളൂ ആഡ് ചെയ്ത് കഴിയുമ്പോൾ. സോ 2 കൂടി മൾട്ടിപ്ലൈ ആയിട്ട് ആഡ് ചെയ്യാം. ഓക്കെ. ഇപ്പോൾ ആഡ് ചെയ്താൽ ഇവിടെ 5 Br2 വരും, ഇവിടെ ഒരു Br2 വരും. അപ്പോൾ മൊത്തം എത്ര Br2 ആയി? 6 Br2 ആയി. പ്ലസ് ഇവിടെ എത്ര H2 വന്നു? 6 H2 വന്നു. ഓക്കെ. ഇത് രണ്ടും കൂടി റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ 5 × 2 10 Br മൈനസ് വരും. പിന്നെയോ ഒരു Br3 മൈനസ് വരും. 2 Br3 മൈനസ് 2 Br3 മൈനസ് പ്ലസ് ഇവിടെ ഒരു 12 H+. ഓക്കെ. ഇത്രയാണ് വരുന്നത്. ഈ ഇക്വേഷൻ ബാലൻസ്ഡ് ആണോ നമുക്കൊന്ന് നോക്കാം. ഇവിടെ ടോട്ടൽ ചാർജ് ഒന്നുമില്ല, 12 Br2 ഉണ്ട്. ഇവിടെ 10 2ഉം 12 Br2 ഉണ്ട്. ഓക്കെ. 12 Br ഉണ്ട്. പിന്നെ 6 × 2 12 ഹൈഡ്രജൻ ഉണ്ട്. ഇവിടെയും 12 ഹൈഡ്രജൻ ഉണ്ട്. ഓക്സിജൻ ഇവിടെ 6 ഉണ്ട്, ഇവിടെയും 6 ഓക്സിജൻ ഉണ്ട്. പിന്നെ 10ഉം 2ഉം 12 നെഗറ്റീവ് ചാർജിന് 12 പോസിറ്റീവ് ചാർജ്. ഈ സെല്ലിൽ ടോട്ടൽ ചാർജ് 0. അതേപോലെ ഈ സെല്ലിലും ടോട്ടൽ ചാർജ് 0 തന്നെയാണ്. ഓക്കെ. സോ ഇക്വേഷൻ ബാലൻസ്ഡ് ഇൻ അസിഡിക് മീഡിയം ആണ് ചെയ്തേക്കുന്നത്. പക്ഷേ ഈ റിയാക്ഷൻ നടക്കുന്നത് ബേസിക് മീഡിയത്തിലാണ്. ഇപ്പോൾ ബേസിക് മീഡിയത്തിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ. ബേസിക് മീഡിയത്തിലോട്ട് കൺവേർട്ട് ചെയ്യാൻ എത്ര H+ ഉണ്ടെന്ന് നോക്കുക. അത്രയും തന്നെ OH- ആഡ് ചെയ്യുക. അപ്പോൾ 12 H+ ഉള്ളതുകൊണ്ട് 12 OH- ആഡ് ചെയ്തു. അതേപോലെ ഇവിടെയും ഒരു 12 OH- ആഡ് ചെയ്യുക. ഓക്കെ. 12 H+ഉം 12 OH- കൂടി ചേരുമ്പോൾ ഇത് രണ്ടും കൂടി ചേരുമ്പോൾ എന്താകും? 12 H2O ആകും. ഓക്കെ. ഇനി 12 H2Oയിൽ 6 കട്ട് ചെയ്ത് കളയാം. ഇവിടുത്തെ 6 വാട്ടറും അവിടുത്തെ 6 വാട്ടറും കട്ട് ചെയ്യാം. അപ്പോൾ ഫൈനൽ ബാലൻസ്ഡ് ഇക്വേഷൻ എന്ത് കിട്ടും? 6 Br2 പ്ലസ് 6 H2O കട്ടായി പോയി. പിന്നെ ബാക്കിയുള്ള 12 OH- ഉണ്ട്. ഓക്കെ. റിയാക്ട് ചെയ്തിട്ട് എന്ത് തരുന്നു? 10 Br മൈനസ് പ്ലസ് 2 Br3 മൈനസ് പ്ലസ് 12 H2O. ഓക്കെ. ഇപ്പോൾ ഇവിടെ എല്ലാത്തിനും കോമൺ ആയിട്ട് 2 കിടപ്പുണ്ട്. നമുക്ക് 2 വെച്ച് ത്രൂ ഔട്ട് കട്ട് ചെയ്തേക്കാം. ഓക്കെ. സോ 2 വെച്ച് കട്ട് ചെയ്താൽ ഇവിടെ എന്ത് വരും? 3 Br2. ഇവിടെ 6 OH-. ഇവിടെ 2 വെച്ച് കട്ട് ചെയ്താൽ 5. പിന്നെ ഇവിടെ 2 വെച്ച് കട്ട് ചെയ്താൽ 1. ഇവിടെ 2 വെച്ച് കട്ട് ചെയ്താൽ 6. ഓക്കെ. ഇതാണ് ഫൈനൽ ബാലൻസ്ഡ് ഇക്വേഷൻ. ശരിയാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ഇവിടെ 3 × 2 6 ബ്രോമിനുണ്ട്. ഇവിടെ 5 + 1 6 ബ്രോമിനുണ്ട്. ഓക്സിജൻ ഇവിടെ 6 ഓക്സിജൻ ഉണ്ട്. ഇവിടെ 3+ ഇവിടെ കുഴപ്പമുണ്ടല്ലോ. അവിടെ 12 അല്ലായിരുന്നു, അവിടെ 6ൻ്റെ പകുതി 3 ആയിരുന്നു എഴുതേണ്ടത്. കാരണം 6ഉം 12ഉം വെട്ടിയിട്ട് 6 H2O വന്നായിരുന്നു. ഓക്കെ. ഇപ്പോൾ ഇവിടെ 6 ഓക്സിജൻ, ഇവിടെ 3 + 3 6 ഓക്സിജൻ. ഓക്കെ. ഹൈഡ്രജൻ ഇവിടെ 6 ഹൈഡ്രജൻ, ഇവിടെ 3 × 2 6 ഹൈഡ്രജൻ. ടോട്ടൽ നമ്പർ ഓഫ് നെഗറ്റീവ് ചാർജ് ഇവിടെ 6 നെഗറ്റീവ് ചാർജ് ഉണ്ട്, ഇവിടെ 5 + 1 6 നെഗറ്റീവ് ചാർജ് ഉണ്ട്. സോ ഹാഫ് റിയാക്ഷൻ മെത്തേഡ് യൂസ് ചെയ്ത് നമ്മൾ ബാലൻസ് ചെയ്തു. ഓക്കെ. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് വെച്ചിട്ടുണ്ടോ, ഹാഫ് റിയാക്ഷൻ മെത്തേഡ് വെച്ചിട്ടുണ്ടോ കണ്ടു നമ്മൾ. ഓക്കെ. ഇനി നമുക്ക് ബാലൻസിങ്ങിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇത് PYQ ആണ്, JEE Main പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണ്. ഓക്കെ. എല്ലാവരും ഒന്ന് സോൾവ് ചെയ്ത് നോക്കിക്കേ. ഇവിടെ
CR2 2 മൈനസ് H പ്ലസിൻ്റെ പ്രസൻസിൽ Fe2 പ്ലസ് ആയിട്ട് റിയാക്ട് ചെയ്യുന്നു. അസിഡിക് മീഡിയത്തിൽ Fe2 പ്ലസ് ആയിട്ട് റിയാക്ട് ചെയ്യുന്നു. ആൻഡ് CR3 പ്ലസ് ആൻഡ് Fe3 പ്ലസ് ആൻഡ് H2 തരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ H പ്ലസിൻ്റെ എണ്ണം എത്രയാണ് എന്നാണ് ചോദ്യം. ഇത് നമ്മൾ കുറച്ച് മുമ്പ് ചെയ്തതാണ്. ഓക്കെ, കുറച്ച് മുമ്പ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ എഴുതിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇവിടെ എക്സ് എന്ന് പറയുന്നത് 14 എന്നാണ് നമ്മൾ എഴുതിയത്. ഓക്കെ, CR2 reacts with 14 H plus and 6 Fe2 plus to give 2 CR3 plus and 6 Fe3 plus and 7 H2. Okay, so sum of X, Y and Z is 14 plus 2 plus 7. Okay, so 7 2 9 4 13. So ഇവിടെ 23 എന്ന് വരും. സോ എക്സ് വൈ ആൻഡ് സെഡിൻ്റെ സം എന്ന് പറയുന്നത് 23 ആണ്. 23. ഓക്കെ, നമ്മളിപ്പോൾ ബാലൻസ് ചെയ്ത് കഴിഞ്ഞേ ഉള്ളൂ. ഇവിടെ നോക്കിയാൽ കിട്ടും. കണ്ടോ, 6 Fe2 plus 14 H plus ഒരു CR2 2 minus gives 2 CR3 plus 6 Fe3 plus and 7 H2. ഓക്കെ, സോ അത് തന്നെയാണിത്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എക്സ്? ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമ്മൾ ഫുൾ ബാലൻസ് ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. ഇത് ഓൾറെഡി നമുക്ക് ബാലൻസ്ഡ് ആണ് തന്നേക്കുന്നത്. ഓക്കെ, ആകെ എക്സ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. സോ ചാർജ് ബാലൻസും ആറ്റം ബാലൻസ്ഡും നോക്കിയാൽ മതി. ആറ്റം ബാലൻസിങ് ആൻഡ് ചാർജ് ബാലൻസിങ് നോക്കുക. ഇവിടെ ടോട്ടൽ ചാർജ് ആ സൈഡിൽ 0 ആണ്. അപ്പോൾ ഈ സൈഡിൽ ടോട്ടൽ ചാർജ് എന്താ? 0. സോ -2 പ്ലസ് -2 മൈനസ് എക്സ് പ്ലസ് 12 ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഇപ്പോൾ -1 ഇൻറ്റു എക്സ് ആണ് -x. ഓക്കെ, -1 into 2 is -2. 1 into 12 is 12. So -2 minus x plus 12 equal to 0. അല്ലെങ്കിൽ x equal to -2 plus 12 ആണ്. So that is 10 എന്ന് വരും. ഓക്കെ, സോ എക്സ് എത്രയാണ്? 10. ഓക്കെ, അപ്പോൾ ശരിയാണോ അത്? 2 അയഡിൻ പ്ലസ് 10 അയഡിൻ, അപ്പോൾ 12 അയഡിൻ വന്നു. ഈ സൈഡിലും 12 അയഡിൻ ഉണ്ട്. സോ എക്സ് എത്ര കിട്ടി? 10 എന്ന് കിട്ടി. ഓക്കെ, അടുത്തത്, ദ റിയാക്ഷൻ ഓഫ് സൾഫർ ഇൻ ആൽക്കലൈൻ മീഡിയം ഈസ് ഗിവൺ ബിലോ. അങ്ങനെയാണെങ്കിൽ വാല്യൂ ഓഫ് എ എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ബാലൻസ്ഡ് ഇക്വേഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, ഇത് ബാലൻസ് ചെയ്യണം. അപ്പോൾ S8 ഗിവിങ് S2 മൈനസ് എന്ന് പറയുന്ന ഒരു ഹാഫ് റിയാക്ഷൻ എടുത്ത് ചെയ്യാം. പിന്നെ S8 ഗിവിങ് S2O3 2 മൈനസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹാഫ് റിയാക്ഷൻ എടുത്ത് ചെയ്യാം. അല്ലെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് വെച്ചും ചെയ്യാം. നമുക്ക് ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് വെച്ച് ചെയ്യാം. ഓക്കെ, സോ S8 പ്ലസ് S8 ഇത് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷനാണ്. S8 തന്നെയാണ് S2 മൈനസ് ആയിട്ടും S2O3 2 മൈനസ് ആയിട്ടും മാറിയത്. സോ ഡിസ്പ്രപ്പോർഷനേഷൻ ആയതുകൊണ്ട് ഞാൻ 2 തവണ S8 എഴുതി. ഒരു S8 S2 മൈനസ് ആയിട്ട് മാറുന്നു, മറ്റേ S8 S2O3 2 മൈനസ് ആയിട്ട് മാറുന്നു എന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ, എന്നിട്ട് വേണം ഇത് സോൾവ് ചെയ്യാൻ. അപ്പോൾ ഈ സൾഫറിനെ ഒരു S2 മൈനസ് ആയിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ കണക്ട് ചെയ്തു. അടുത്ത സൾഫറിനെ S2O3 2 മൈനസ് ആയിട്ട് കണക്ട് ചെയ്യാം. ഇവിടെ സൾഫറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആണ്. ഇവിടെ അപ്പോൾ ഒരു സൾഫറേ ഉള്ളൂ. ഇവിടെ 8 സൾഫറുണ്ട്. സോ ആദ്യം നമുക്ക് ഇവിടെ ഒരു 8 ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇവിടെ 8 സൾഫറുണ്ട്. ഇവിടെ പക്ഷേ 2 സൾഫറേ ഉള്ളൂ. സോ നമുക്ക് ഇവിടെ ഒരു 4 ഇട്ടേക്കാം. സോ 4 into 8 ആയി. ഈ സൾഫർ 0 ഓക്സിഡേഷൻ സ്റ്റേറ്റിലും ഈ സൾഫർ -2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലുമാണ്. ഓക്കെ, സോ 0 into 8 is 0. ഇവിടെ 8 into 16. സോ ഇവിടെ 16 എന്ന് എഴുതാം. സോ ദർ ഇസ് എ 16 ഇലക്ട്രോൺ ഗെയിൻ. 16 ഇലക്ട്രോൺ ഗെയിൻ ആണ്. ഇനി ഇവിടെ 0 നിന്ന് +2 പോയത്. ഇവിടെ സൾഫറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ആണ്. തയോസൾഫേറ്റിനകത്ത് സൾഫറിൻ്റെ ഓക്സിഡേഷൻ +2 ആണ്. സോ 0 നിന്ന് +2 പോയപ്പോൾ സൾഫറിന് 2 ഇലക്ട്രോൺ ലോസ് ആണ്. അങ്ങനെ 8 സൾഫറിന് മൊത്തം 16 ഇലക്ട്രോൺ ലോസാണ്. സോ ഈ ആരോയിൽ നമുക്ക് എഴുതാം 16 ഇലക്ട്രോൺ ലോസ്. ഓക്കെ, അപ്പോൾ ലോസും ഗെയിൻ ഓൾറെഡി സെയിമാണ്. അവിടെ 16 ഇലക്ട്രോൺ ലോസ്, ഇവിടെ 16 ഇലക്ട്രോൺ ഗെയിൻ. അപ്പോൾ നമുക്ക് LCM ഒന്നും എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് നേരെ ഇത് ആഡ് ചെയ്ത് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇത് ആഡ് ചെയ്യാം. അപ്പോൾ എന്തൊക്കെ വരും? 2 S8 വരും ലെഫ്റ്റിൽ. 2 S8 gives പ്രൊഡക്റ്റ് സൈഡിൽ എന്തൊക്കെയുണ്ട്? 8 S2 മൈനസ് ഉണ്ട്, 4 S2O3 2 മൈനസ് ഉണ്ട്. ഓക്കെ, സോ മൊത്തം 16 സൾഫറുണ്ട്. ഇവിടെ 8 + 8 16 സൾഫറുണ്ട്. സോ സൾഫർ ബാലൻസ്ഡ് ആയി. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓക്സിജൻ ബാലൻസിങ് ആണ്. ഓക്കെ, ഇവിടെ 4 × 3 12 ഓക്സിജൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ 12 ഓക്സിജൻ ആഡ് ചെയ്യാം. 12 വാട്ടറാണ് ആഡ് ചെയ്യേണ്ടത്. ഓക്സിജൻ ബാലൻസ് ചെയ്യാൻ വാട്ടർ ആഡ് ചെയ്യാം. ഇനി ഹൈഡ്രജൻ ബാലൻസ് ചെയ്യാൻ H+ ആഡ് ചെയ്യാം. ഇവിടെ 24 ഹൈഡ്രജനായി. അപ്പോൾ ഇവിടെ 24 H+ ആഡ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഹൈഡ്രജനും ബാലൻസ്ഡ് ആയി.
സോ ഇത്രയും ചെയ്തപ്പോഴത്തേക്കും അസിഡിക് മീഡിയത്തിലാണ് ബാലൻസ്ഡ് ആയത്. പക്ഷേ ക്വസ്റ്റിനകത്ത് തന്നേക്കുന്നത് എന്ത് മീഡിയമാണ്? OH മൈനസാണ്, ബേസിക് മീഡിയമാണ്. ഓക്കെ, ആൽക്കലൈൻ മീഡിയം എന്ന് ക്വസ്റ്റിന് പറഞ്ഞിട്ടുണ്ട്. സോ ആൽക്കലൈനാക്കി മാറ്റണം ഇപ്പോൾ ഇതിനെ. ഓക്കെ, ആൽക്കലൈനാക്കി മാറ്റാൻ എന്ത് ചെയ്യാം? 24H+ ഇല്ലേ, 24 OH മൈനസ് ആഡ് ചെയ്യാം. രണ്ട് സൈഡിലും ആഡ് ചെയ്യണം, റൈറ്റിലും ആഡ് ചെയ്യണം, ലെഫ്റ്റിലും ആഡ് ചെയ്യണം. അപ്പോൾ ഈ സൈഡിലും ഒരു 24 OH മൈനസ് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓക്സിജനും ഹൈഡ്രജനൊക്കെ ബാലൻസ്ഡായി ബേസിക് മീഡിയത്തിലോട്ട് നമ്മൾ മാറ്റി. ഓക്കെ, ഇപ്പോൾ 24H+ 24 OH മൈനസ് ചേർന്നാൽ 24 വാട്ടർ മോളിക്യൂൾ ഫോം ചെയ്യും. എത്ര വാട്ടറാണ്? 24 H2O. ഓക്കെ, പക്ഷേ ലെഫ്റ്റിൽ ഓൾറെഡി ഒരു 12 വാട്ടർ കിടപ്പുണ്ട്. സോ ഈ 12 കട്ട് ചെയ്യാം, ഈ 24 കട്ട് ചെയ്യാം. അപ്പോൾ 24 കട്ട് ചെയ്തിട്ട് ബാക്കി എത്ര കാണുള്ളൂ? 12 വാട്ടറേ കാണുള്ളൂ. ഇനി നമുക്കിതിനെ ത്രൂ ഔട്ട് ഒരു 2H ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ത്രൂ ഔട്ട് 2H ഡിവൈഡ് ചെയ്താൽ ഫൈനൽ ഇക്വേഷൻ കിട്ടും. ഇപ്പോൾ ഇവിടെ 2H ഡിവൈഡ് ചെയ്ത് എന്തായി? S8 ആയി. പ്ലസ് ഇവിടെ 2H ഡിവൈഡ് ചെയ്ത് എന്തായി? 12 OH മൈനസ് ആയി. ഓക്കെ, ഗിവിങ് ഇവിടെ 2H ഡിവൈഡ് ചെയ്ത് എന്തായി? 4H2 മൈനസ് ആയി. ഇവിടെ 2H ഡിവൈഡ് ചെയ്ത് എന്തായി? 2H2O3 2 മൈനസ് ആയി. പ്ലസ് ഇവിടെ 2H ഡിവൈഡ് ചെയ്യാം. 24H+ 24 OH മൈനസ് പോയല്ലോ. 2H ഡിവൈഡ് ചെയ്ത് എന്തായി? 6H2O. ഇതാണ് ബേസിക് മീഡിയത്തിൻ്റെ ഫൈനൽ ബാലൻസ്ഡ് ഇക്വേഷൻ. നമുക്ക് ശരിയാണോ എന്ന് ചെക്ക് ചെയ്തേക്കാം. ഇവിടെ 8 സൾഫറുണ്ട്, ഇവിടെ 4 + 4 8 സൾഫറുണ്ട്. ഓക്കെ, അടുത്ത ഓക്സിജൻ ഇവിടെ 12 ഓക്സിജൻ ഉണ്ട്. ഇവിടെ 2 × 3 6 + 6 12 ഓക്സിജൻ ഉണ്ട്. ഓക്കെ, ഹൈഡ്രജൻ ഇവിടെ 12 ഹൈഡ്രജൻ ഉണ്ട്. ഇവിടെ 6 × 2 12 ഹൈഡ്രജൻ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഹൈഡ്രജനും ബാലൻസ്ഡായി, ഓക്സിജനും ബാലൻസ്ഡായി, സൾഫറും ബാലൻസ്ഡായി. ഇനി ചാർജ് ബാലൻസ്ഡ് ആയോ? 4 × 2 8 + 4 12 നെഗറ്റീവ് ചാർജ് ഉണ്ട്. ഇവിടെയും 12 നെഗറ്റീവ് ചാർജ് ഉണ്ട്. സോ ചാർജും ബാലൻസ്ഡായി. സോ ദിസ് ഇസ് ദ ഫൈനൽ ബാലൻസ്ഡ് ഇക്വേഷൻ. ഓക്കെ, സോ ആൻസർ വാല്യൂ ഓഫ് എ ഈസ് ഡാഷ്. ഇൻഡിജർ ആൻസർ വേണം കൊടുക്കാൻ. അപ്പോൾ എ എന്ന് പറയുന്നത് 12 ആണ്. സോ ആൻസർ ഈസ് 12. കണ്ടോ, 12 OH മൈനസ് കിട്ടി. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. നെക്സ്റ്റ് റിഡോക്സ് ടൈട്രേഷൻസ് ആണ്. അപ്പോൾ ഇക്വലൻസ് കൺസെപ്റ്റ് ആൻഡ് റിഡോക്സ് ടൈട്രേഷൻസ്, അതും അതിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്കിനി പഠിക്കാനുള്ളത്. സോ നമുക്ക് നോക്കാം. ഓക്കെ, സോ ആദ്യം നമുക്ക് ഒരു റിയാക്ഷൻ AA + BB ഗിവിങ് CC + DD ഉണ്ടെന്ന് വിചാരിക്കാം. ഒരു ജനറൽ റിയാക്ഷൻ AA + BB ഗിവിങ് CC ആൻഡ് DD. ഈ റിഡോക്സ് റിയാക്ഷനകത്ത് എയുടെ നമ്പർ ഓഫ് ഇക്വലൻസും ബിയുടെ നമ്പർ ഓഫ് ഇക്വലൻസും സിയുടെ നമ്പർ ഓഫ് ഇക്വലൻസും ഡിയുടെ നമ്പർ ഓഫ് ഇക്വലൻസും സെയിം ആണ് എന്നാണ് ലോ ഓഫ് കെമിക്കൽ ഇക്വലൻസ് പറയുന്നത്. ഓക്കെ, അപ്പോൾ മോൾ കൺസെപ്റ്റ് യൂസ് ചെയ്ത് നമ്മൾ പറയുകയാണെങ്കിൽ A moles of A reacts with B moles of B to give C moles of C and D moles of D. ബട്ട് ഇക്വലൻസ് കൺസെപ്റ്റ് എന്ന് പറയുന്ന ക്വസ്റ്റ്യനാണ് റിഡോക്സ് റിയാക്ഷൻസ് സോൾവ് ചെയ്യാൻ എളുപ്പം. ഓക്കെ, അപ്പോൾ റിഡോക്സ് ടൈട്രേഷൻസിൻ്റെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഒരു കൺസെപ്റ്റാണ് ഇക്വലൻസ് കൺസെപ്റ്റ്. അക്കോർഡിംഗ് ടു ഇക്വലൻസ് കൺസെപ്റ്റ് നമ്പർ ഓഫ് ഇക്വലൻസ് ഓഫ് ഓൾ റിയാക്ടൻസ് ആൻഡ് പ്രൊഡക്ട്സ് ആർ സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു കൺസെപ്റ്റിൻ്റെ ബേസിൽ ചെയ്യാൻ കുറച്ച് ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ആദ്യം പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇൻവോൾവ് ചെയ്യുന്ന ടൈട്രേഷൻസ് വരുന്ന ക്വസ്റ്റ്യനാണ്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് 3 മീഡിയത്തിൽ 3 രീതിയിലാണ് ഓക്സിഡൈസിങ് ബിഹേവിയർ കാണിക്കുക. ഓക്കെ, പൊട്ടാസ്യം പെർമാംഗനേറ്റിനകത്ത് KMnO4-നകത്ത് ഈ MnO4- എന്ന് പറയുന്നതാണ് നമ്മുടെ ആക്റ്റീവ് സ്പീഷീസ്. ഓക്കെ, അപ്പോൾ റിയാക്ഷൻ ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്നതൊക്കെ KMnO4-നകത്ത് MnO4- ആണ്. K+ എന്ന് പറയുന്നത് ജസ്റ്റ് സ്പെക്ടേറ്റർ അയോണാണ്, നോക്കി നിൽക്കുന്ന ആളാണ് K+. ആക്റ്റീവ് സ്പീഷീസ് ആരാ? പെർമാംഗനോമെട്രി ടൈട്രേഷൻസിനകത്ത് MnO4- ആണ്. അപ്പോൾ ഈ MnO4- 3 ഓക്സിഡൈസിങ് ബിഹേവിയർ ഉണ്ട്. ഓക്കെ, അസിഡിക് മീഡിയത്തിലാണെങ്കിൽ KMnO4 5 ഇലക്ട്രോൺ അക്സെപ്റ്ററായിട്ട് ആക്ട് ചെയ്യും. 5 ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? Mn2+ കിട്ടും. സോ ഇവിടെ 5 ഇലക്ട്രോൺ അക്സെപ്റ്ററാണ്. ഇനി MnO4- 3 ഇലക്ട്രോൺ അക്സെപ്റ്ററായിട്ട് ആക്ട് ചെയ്യാറുണ്ട്. ഓക്കെ, 3 ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്പീഷീസ് MnO2 ആണ്. MnO2. ഓക്കെ, ഇനി ചില റിയാക്ഷൻസിൽ MnO4- 1 ഇലക്ട്രോൺ അക്സെപ്റ്ററായിട്ടും ആക്ട് ചെയ്യാറുണ്ട്. 1 ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്പീഷീസ് എന്ന് പറയുന്നത് MnO4- ആണ്. ഓക്കെ, അപ്പോൾ ഏത് മീഡിയത്തിലാണ് 5 ഇലക്ട്രോൺ അക്സെപ്റ്ററായിട്ട് ബിഹേവ് ചെയ്യാറ്? അസിഡിക് മീഡിയത്തിൽ. ഓക്കെ, ഇൻ അസിഡിക് മീഡിയം KMnO4 is acting as a 5 electron acceptor. In basic or neutral medium. ഓക്കെ, ബേസിക് ഓർ ന്യൂട്രൽ. അപ്പോൾ സ്ലൈറ്റ്ലി ബേസിക് അല്ലെങ്കിൽ ന്യൂട്രൽ മീഡിയത്തിൽ 3 ഇലക്ട്രോൺ അക്സെപ്റ്ററായിട്ട് ബിഹേവ് ചെയ്യും. അവിടെ MnO4- 3 ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ MnO2 മാംഗനീസ് ഡയോക്സൈഡാണ് ഫോം ചെയ്യുക. ഇനി സ്ട്രോങ്ലി ബേസിക് അല്ലെങ്കിൽ സ്ട്രോങ്ലി ആൽക്കലൈൻ മീഡിയം ആണെന്ന് വിചാരിക്കുക. ഓക്കെ, സ്ട്രോങ്ലി ആൽക്കലൈൻ, അപ്പോൾ ഹൈലി ബേസിക് ആയിട്ടുള്ള മീഡിയം.
ആ മീഡിയത്തിൽ MnO4 മൈനസ് 1 ഇലക്ട്രോൺ അക്സെപ്റ്റർ ആയിട്ടാണ് ബിഹേവ് ചെയ്യുക. അവിടെ MnO4 2 മൈനസ് എന്ന് പറയുന്ന പ്രൊഡക്റ്റാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഈ മൂന്നെണ്ണം നമ്മൾ ഓർത്തിരിക്കണം. ഇത് D and F ബ്ലോക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. ഓക്കെ, സോ ഇൻ അസിഡിക് മീഡിയം 5 ഇലക്ട്രോൺ അക്സെപ്റ്റർ, ബേസിക് ആൻഡ് ന്യൂട്രൽ മീഡിയം 3 ഇലക്ട്രോൺ അക്സെപ്റ്റർ, സ്ട്രോങ്ലി ആൽക്കലൈൻ മീഡിയത്തിൽ 1 ഇലക്ട്രോൺ അക്സെപ്റ്റർ. ഓക്കെ, സോ മൂന്നും ഓക്സിഡൈസിങ് ബിഹേവിയർ തന്നെയാണ്. MnO4 നല്ല ഓക്സിഡൈസിങ് ഏജൻറ്റാണ്. സോ ഏത് മീഡിയത്തിലാണെങ്കിലും ഓക്സിഡൈസിങ് ബിഹേവിയർ കാണിക്കും. അത് ടു ഡിഫറെൻറ്റ് എക്സ്റ്റെൻസ് ആണ്. ഇവിടെ 5 ഇലക്ട്രോൺ ആണെങ്കിൽ ഇവിടെ 3 ഇലക്ട്രോൺ അക്സെപ്റ്റർ ആണ്, ഇവിടെ 1 ഇലക്ട്രോൺ അക്സെപ്റ്റർ ആണ്. ഓക്കെ, ഇനി Cr2O7 2 മൈനസ്, Cr2O7 2 മൈനസിൻ്റെ കേസ് കൂടി നമുക്ക് നോക്കിയാക്കാം. Cr2O7 2 മൈനസ്. ഓക്കെ, ഇയാൾ 6 ഇലക്ട്രോൺ അക്സെപ്റ്റർ ആണ്. 6 ഇലക്ട്രോൺ അക്സെപ്റ്റർ, Cr2O7 2 മൈനസ് 6 ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യും. എന്നിട്ട് 2 Cr3+ ആയിട്ട് മാറും. ഓക്കെ, ഇവിടെ ക്രോമിയം +6 ഓക്സിഡൈസ് സ്റ്റേറ്റിലാണ്. ഓരോ ക്രോമിയവും 3 ഇലക്ട്രോൺ വീതം അക്സെപ്റ്റ് ചെയ്തിട്ട് നമുക്ക് Cr3+ എന്ന് പറയുന്ന പ്രൊഡക്റ്റാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇത് ഏത് മീഡിയത്തിലാണ്? ഇതിന് അസിഡിക് മീഡിയത്തിലാണ്. സോ ഇതിന് അസിഡിക് മീഡിയം Cr2O7 2 മൈനസ് എന്ന് പറയുന്നത് 6 ഇലക്ട്രോൺ അക്സെപ്റ്റർ ആയിട്ടാണ് ബിഹേവ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്യൂറിങ് ദ റിയാക്ഷൻ ഓഫ് പെർമാംഗനേറ്റ് വിത്ത് thiosulfate, change in oxidation state of manganese occurs by a value of 3. So identify the below medium will, okay, which of the below medium will favor the reaction. Okay, അപ്പോൾ MnO4 മൈനസിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റിൽ 3 ആണ് ചേഞ്ച് വന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞ 3 കേസ് നോക്കിയാൽ MnO4 മൈനസ് +7 ഓക്സിഡൈസ് സ്റ്റേറ്റിൽ നിന്ന് MnO2 ആയിട്ട് മാറുന്നു, +3 ഓക്സിഡൈസ് +4 ഓക്സിഡൈസ് സ്റ്റേറ്റിലോട്ട്. ഓക്കെ, അപ്പോൾ MnO4 മൈനസ് MnO2 ആയിട്ട് മാറുമ്പോൾ 3 ഇലക്ട്രോണിനാണ് അക്സെപ്റ്റ് ചെയ്തത്. സോ ഓക്സിഡൈസ് സ്റ്റേറ്റിൽ വന്ന ചേഞ്ച് 3 ആണ്. അപ്പോൾ ഐഡൻറ്റിഫൈ ഏത് മീഡിയമാണ് ആ റിയാക്ഷനെ ഫേവർ ചെയ്യുന്നത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ തയോസൾഫേറ്റുമായിട്ട് ഏത് മീഡിയത്തിലാണ് റിയാക്ട് ചെയ്തത്? MnO2 ആണ് പ്രൊഡക്റ്റ് കിട്ടുന്നതെങ്കിൽ അവിടെ ന്യൂട്രൽ ഓർ സ്ലൈറ്റ്ലി ബേസിക് മീഡിയം ആയിരിക്കും. ഓക്കെ, സോ എന്തായാലും അസിഡിക് അല്ല, ബോത്ത് അക്വസ് അസിഡിക് ആൻഡ് ഫെയിലി ആൽക്കലൈൻ അസിഡിക് അല്ല. ഓക്കെ, അപ്പോൾ ആൻസർ എന്താ? ന്യൂട്രലാണ്, അക്വസ് ന്യൂട്രൽ മീഡിയം ആണ്. ഓക്കെ, അടുത്തത്, ഡാർക്ക് പർപ്പിൾ കളർ ഓഫ് KMnO4 ഡിസപ്പിയർ ഇൻ ദ ടൈട്രേഷൻ വിത്ത് ഓക്സാലിക് ആസിഡ് ഇൻ അസിഡിക് മീഡിയം. അപ്പോൾ അസിഡിക് മീഡിയത്തിൽ ടൈട്രേഷൻ ചെയ്യുമ്പോൾ KMnO4ൻ്റെ ഇനീഷ്യൽ കളർ MnO4 മൈനസ് KMnO4 ബ്യൂററ്റിനകത്ത് ഇരിക്കുമ്പോൾ അതിൻ്റെ കളർ എന്ന് പറയുന്നത് പർപ്പിൾ കളറാണ്. അതിന് ഒരു കോണിക്കൽ ഫ്ലാസ്കിനകത്ത് ഓക്സാലിക് ആസിഡ് എടുത്തിട്ട് ഈ ബ്യൂററ്റിനകത്തുള്ള KMnO4നെ നമ്മൾ ഓക്സാലിക് ആസിഡിനകത്തോട്ട് തുറന്നു വിട്ടാൽ ആ KMnO4 ഓക്സാലിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് Mn2+ ആയിട്ട് മാറും. ഓക്കെ, KMnO4 എന്തായിട്ട് മാറും? Mn2+ ആയിട്ട് മാറും. Mn2+ കളർലെസ്സാണ്, കളർലെസ്. നമ്മൾ ചെയ്ത് എത്രയേ ഉള്ളൂ? ബ്യൂററ്റ് എടുത്തു, ബ്യൂററ്റിനകത്ത് KMnO4 ആണ്. ഓക്കെ, ഇവിടെ KMnO4ൻ്റെ നിറം പർപ്പിൾ കളറാണ്. ഇവിടെ താഴെ നമ്മളൊരു കോണിക്കൽ ഫ്ലാസ്ക് എടുത്തു. കോണിക്കൽ ഫ്ലാസ്കിനകത്ത് എടുത്തേക്കുന്ന ആരാ? ഓക്സാലിക് ആസിഡ് H2C2O4 ആണ്. ഓക്കെ, സോ ഇറ്റ്സ് എ റെഡ്യൂസിങ് ഏജൻറ്റ്. KMnO4 ഓക്സിഡൈസിങ് ഏജൻറ്റാണ്. KMnO4 നമ്മളിവിടെ ടാപ്പ് തുറന്ന് ഇതിലെടുത്തോട്ട് ഒഴിക്കുകയാണ്. KMnO4ഉം ഓക്സാലിക് ആസിഡും റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ MnO4 മൈനസ് എന്തായിട്ട് മാറും? Mn2+ എന്ന് പറയുന്ന കളർലെസ് സ്പീഷീസ് ആയിട്ട് മാറും. ഓക്കെ, സോ പർപ്പിൾ കളർ ഓഫ് KMnO4 ഡിസപ്പിയേഴ്സ് ഇൻ ദ ടൈട്രേഷൻ വിത്ത് ഓക്സാലിക് ആസിഡ് ഇൻ അസിഡിക് മീഡിയം. ഓക്കെ, അപ്പോൾ ഓക്സാലിക് ആസിഡിനകത്ത് കുറച്ച് സൾഫ്യൂരിക് ആസിഡ് കൂടി ഒഴിച്ചിട്ടുണ്ട്, ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡ് അസിഡിക് മീഡിയം പ്രൊവൈഡ് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓവറോൾ ചേഞ്ച് ഇൻ ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് മാംഗനീസ് എന്താ? അസിഡിക് മീഡിയത്തിലാണ് റിയാക്ഷൻ ചെയ്തത്. അപ്പോൾ KMnO4 എന്തായിട്ടാണ് മാറിയത്? Mn2+ ആയിട്ടാണ് മാറിയത്. സോ മാംഗനീസിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് +7 ആയിരുന്നു. ഇവിടെ പ്രൊഡക്റ്റിനകത്ത് +2 ആണ്. +7 നിന്ന് +2 പോയപ്പോൾ എത്ര ഇലക്ട്രോൺ ഗെയിൻ ചെയ്തു? 5 ഇലക്ട്രോൺ ഗെയിൻ. ഓക്കെ, സോ ചേഞ്ച് ഇൻ ഓക്സിഡൈസ് സ്റ്റേറ്റ് ഈസ് 5 ആണ്. അടുത്തത്, in order to oxidize a mixture of 1 mole of each of FeC2O4, Fe2C2O4 thrice, FeSO4 and Fe2SO4 thrice in acidic medium, number of moles of KMnO4 required is. ഓക്കെ, അപ്പോൾ നമുക്ക് 1 mole of ഈ 4 കോമ്പൗണ്ടുകളുണ്ട്. ഇതിനെ ഓക്സിഡൈസ് ചെയ്യാൻ അസിഡിക് മീഡിയത്തിൽ എത്ര മോൾ KMnO4 വേണമെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം FeC2O4 എടുത്ത് നോക്കാം. FeC2O4നകത്ത് ശരിക്കും ആരൊക്കെ ഉണ്ട്? FeC2O4നകത്ത് Fe3+ ഉണ്ട്, Fe2+ ഉണ്ട്, പിന്നെ C2O4 2- ഉണ്ട്, C2O4 2-. ഓക്കെ, അപ്പോൾ Fe2+ന്
ഓക്സിഡേഷൻ നടന്നാൽ Fe3+ ആയിട്ടാണ് മാറുക. Fe3+ ആയിട്ട് മാറും, ഒരു ഇലക്ട്രോണെ റിലീസ് ചെയ്യും. C2O4 2- ഓക്സിഡേഷൻ നടന്നാൽ 2 കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറും, പിന്നെ 2 ഇലക്ട്രോണിനെ റിലീസ് ചെയ്യും. ഈ 2 റിയാക്ഷനും കൂടി ആഡ് ചെയ്ത് നോക്കിയേ. 2 റിയാക്ഷനും കൂടി ആഡ് ചെയ്താൽ FeC2O4 എന്ത് സംഭവിക്കുമെന്ന് മനസ്സിലാവും. ഓക്കെ, സോ FeC2O4 upon oxidation gives Fe3+, 2 CO2 and 3 electron. ഓക്കെ, സോ FeC2O4 ഓക്സിഡേഷൻ നടന്നാൽ ഒരു Fe3+, 2 CO2, 3 ഇലക്ട്രോണും തരും. അതാണ് ഇവിടുത്തെ റിയാക്ഷൻ. അതേപോലെ Fe2C2O4 ത്രൈസ് നമുക്ക് എടുത്ത് നോക്കാം. Fe2C2O4 ത്രൈസ്, അതിനകത്ത് ഏതൊക്കെ അയോണുണ്ട്? അതിനകത്ത് 2 Fe3+ അയോണുണ്ട്, 2 Fe3+ അയോണുണ്ട്. പിന്നെ C2O4 എത്ര എണ്ണമുണ്ട്? 2 Fe3+ഉം പിന്നെ 3 C2O4 ത്രൈസും ഉണ്ട്, 3 C2O4 2- ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് Fe3+ ഓൾറെഡി +3ലാണ്, അതിന് ഇനി ഓക്സിഡേഷൻ പോസിബിൾ അല്ല. അപ്പോൾ ഇനി ആർക്കേ ഓക്സിഡേഷൻ നടക്കുകയുള്ളൂ? ഓക്സലേറ്റ് C2O4 2- മാത്രമേ ഓക്സിഡേഷൻ നടക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ Fe2C2O4 ത്രൈസ് എടുത്താൽ Fe2C2O4 ത്രൈസിൻ്റെ ഓക്സിഡേഷൻ എടുത്താൽ അവിടെ ആർക്ക് മാത്രമേ ഓക്സിഡേഷൻ ഉള്ളൂ? 3 ഓക്സലേറ്റിന് മാത്രമേ ഉള്ളൂ, 2 Fe3+ ഒന്നും സംഭവിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എന്തൊക്കെ കിട്ടും? 2 Fe3+ അതേപോലെ ഇരിക്കും, 3 ഓക്സിലേറ്റ് ഓക്സിഡൈസ് ചെയ്തിട്ട് 6 CO2 തരും. ഓരോ ആളും 2 ഇലക്ട്രോൺ വീതം റിലീസ് ചെയ്യുന്നതുകൊണ്ട് മൊത്തം 6 ഇലക്ട്രോൺ റിലീസും ഉണ്ടാവും. അടുത്തത് FeSO4. FeSO4ൻ്റെ കേസ് നോക്കാം. FeSO4-നകത്ത് സൾഫേറ്റ് ഓൾറെഡി ഓക്സിഡൈസ്ഡ് സ്പീഷീസ് ആണ്. സൾഫേറ്റിന് ഫർദർ ഓക്സിഡേഷൻ പോസിബിൾ അല്ല. ഓക്കെ, KMnO4 എന്തായാലും സൾഫേറ്റിനെ ഓക്സിഡൈസ് ചെയ്യാൻ പറ്റുകയില്ല. സൾഫേറ്റ് ഈസ് ഓൾറെഡി സൾഫറിൻ +6 ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഓക്സിഡേഷൻ നടന്നാൽ +2-ലിരിക്കുന്ന Fe എന്താകും? Fe+3 ആവും. ഓക്കെ, ഇവിടെ സൾഫേറ്റിനകത്ത് Fe+2 ആയിരുന്നു, അതെന്തായി മാറി? +3 ആയിട്ട് മാറി. അപ്പോൾ ഒരു ഇലക്ട്രോണെ റിലീസ് ചെയ്യും. സോ Fe+3 ആയി. SO4 2- അതേപോലെ തന്നെ നിൽക്കുന്നു, ഒരു ഇലക്ട്രോണെ റിലീസ് ചെയ്തു. ഓക്കെ, അപ്പോൾ Fe2+ Fe3+ ആയിട്ട് മാറുന്നത് മാത്രമാണ് അവിടെ കൺസിഡർ ചെയ്തത്, കാരണം സൾഫേറ്റിന് ഓക്സിഡേഷൻ പോസിബിൾ അല്ല. അടുത്തത് ലാസ്റ്റ് Fe2SO4 ത്രൈസ്. Fe2SO4 ത്രൈസിനകത്ത് ഓൾറെഡി അയണും സൾഫേറ്റും ആണുള്ളത്. Fe+3 ഓക്സിഡേഷനും സൾഫേറ്റും ആണുള്ളത്. ഈ 2 പേർക്കും ഓക്സിഡേഷൻ പോസിബിൾ അല്ല. സോ ഇവിടെ നമുക്ക് എഴുതിയാക്കാം നോ ഓക്സിഡേഷൻ, കാരണം അയണിൻ +3 ഈസ് ഓൾസോ മാക്സിമം, സൾഫറിൻ +6 ഈസ് ഓൾറെഡി ഇൻ മാക്സിമം. സോ അവിടെ ഫർദർ ഓക്സിഡേഷൻ പോസിബിൾ അല്ല. അപ്പോൾ ഇവിടെ ഒരു FeC2O4, ഒരു Fe2C2O4 ത്രൈസ്, ഒരു FeSO4 ആൻഡ് ഒരു Fe2SO4 ത്രൈസ്, ഈ 4 സ്പീഷീസ് എടുത്തപ്പോൾ ടോട്ടൽ എത്ര ഇലക്ട്രോണാണ് റിലീസായത്? 6, 3, 9, 10 ഇലക്ട്രോണാണ് റിലീസ് ചെയ്തത്. സോ ഇവരെല്ലാവരും കൂടി ടോട്ടൽ റിലീസ് ചെയ്ത് എത്ര ഇലക്ട്രോണാണ്? 10 ഇലക്ട്രോൺ. ഒരു KMnO4 എത്ര ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്യും? 5 ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, സോ 10 ഇലക്ട്രോണെ റിലീസ് ചെയ്തതിനെ മേടിക്കാൻ എത്ര KMnO4 വേണം? 2 KMnO4 പോരെ, കാരണം ഒരു KMnO4 തന്നെ 5 ഇലക്ട്രോണെ മേടിക്കും. അപ്പോൾ 10 ഇലക്ട്രോണിനെ മേടിക്കാൻ എത്ര KMnO4 മതി? 2 KMnO4 മതി. ഓക്കെ, സോ 2 KMnO4-ന് 10 ഇലക്ട്രോൺസിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. സോ നമ്മുടെ ആൻസർ എന്താ? നമ്പർ ഓഫ് മോൾസ് ഓഫ് KMnO4 റിക്വയർഡ് ഇസ് ജസ്റ്റ് 2. 2 KMnO4 മതി, ബിക്കോസ് അവരെല്ലാവരും കൂടി 10 ഇലക്ട്രോണെ ആകെ റിലീസ് ചെയ്തോളൂ. 10 ഇലക്ട്രോണെ മേടിക്കാൻ 2 KMnO4 മതി, ബിക്കോസ് ഒരു KMnO4 തന്നെ 2 ഇലക്ട്രോൺസിനെ ആക്സെപ്റ്റ് ചെയ്യുന്ന ആളാണ്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ, അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ 0.01 മോളാർ KMnO4 സൊല്യൂഷന് നമ്മൾ 20 ml 0.05 മോളാർ മോർ സോൾട്ടിനകത്തോട്ട് ആഡ് ചെയ്തു. ഓക്കെ, ത്രൂ എ ബ്യൂററ്റ്. അപ്പോൾ ഇനീഷ്യൽ റീഡിങ് ഓഫ് ദ 50 ml ബ്യൂററ്റ് എന്ന് പറഞ്ഞാൽ 0 ആണ്. സോ വോളിയം ഓഫ് ദ KMnO4 ലെഫ്റ്റ് ഇൻ ദ ബ്യൂററ്റ് ആഫ്റ്റർ ദ എൻഡ് പോയിന്റ് ഈസ്. അപ്പോൾ നമ്മളെടുത്ത് ഇവിടെ ഒരു ബ്യൂററ്റ് ഉണ്ട്. ഓക്കെ, ഈ ബ്യൂററ്റിനകത്ത് ഇവിടെ 0 ml ഇവിടെ 50 ആണ് റീഡിങ്. ഇവിടെ 0 ml ഇവിടെ 50 ml. ഓക്കെ, നമ്മളിവിടെ തുറന്ന് വിടുന്തോറും ഈ റീഡിങ് കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ വോളിയം ഓഫ് MnO4 മൈനസ് ലെഫ്റ്റ് ഇൻ ദ ബ്യൂററ്റ് എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഇവിടെ ആരാ? ഇവിടെ മോർ സോൾട്ടാണ്. മോർ സോൾട്ട് എന്ന് പറയുന്നതിനകത്ത് Fe2+ ആണ്. മോർ സോൾട്ട് ഫെറസ് അമോണിയം സൾഫേറ്റ് ആണ്, ബട്ട് അതിനകത്ത് ആക്റ്റീവ് സ്പീഷീസ് എന്ന് പറയുന്ന ആരേ ഉള്ളൂ? Fe2+ ആണ് ആക്റ്റീവ് സ്പീഷീസ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ റിയാക്ഷൻ നമുക്കിങ്ങനെ എഴുതാം. MnO4 മൈനസ് റിയാക്ടിങ് വിത്ത് Fe2+. മോർ സോൾട്ടിനകത്തുള്ള ആക്റ്റീവ് സ്പീഷീസ് Fe2+ ആണ്. ടു ഗീവ് Fe3+. ഓക്സിഡേഷൻ നടന്നു കഴിയുമ്പോൾ മോർ സോൾട്ടിനകത്തുള്ള Fe2+ Fe3+ ആയിട്ട് മാറും.
അസിഡിക് മീഡിയത്തിലാണ് നമ്മൾ പെർമാഗ്നോമെട്രി ടൈട്രേഷൻസ് ഒക്കെ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ MnO4 മൈനസ് എന്തായിട്ട് മാറുകയും ചെയ്യും, Mn2+ ആയിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ഇക്വലൻസ് ഓഫ് MnO4 മൈനസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇക്വലൻസ് ഓഫ് Fe2+ ആണെന്ന് നമുക്ക് എഴുതാൻ പറ്റും. കാരണം നമ്മൾ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ ഇക്വലൻസ് കൺസെപ്റ്റാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമ്പർ ഓഫ് ഇക്വലൻസ് ദാറ്റ് ഈസ് നോർമാലിറ്റി ഇൻറ്റു വോളിയം, നോർമാലിറ്റി ഓഫ് MnO4 മൈനസ് ഇൻറ്റു വോളിയം ഓഫ് MnO4 മൈനസ്, ഓക്കെ, ഈക്വൽ ടു നോർമാലിറ്റി ഓഫ് മോർ സോൾട്ട് ഇൻറ്റു വോളിയം ഓഫ് മോർ സോൾട്ട് ആണ്, അല്ലെങ്കിൽ നോർമാലിറ്റി ഓഫ് Fe2+ ഇൻറ്റു വോളിയം ഓഫ് Fe2+ ആണെന്ന് എഴുതാം. ഓക്കെ, ഇവിടെ KMnO4ൻ്റെ n ഫാക്ടർ എന്ന് പറയുന്നത് 5 ആണ്. ബിക്കോസ് MnO4 മൈനസിനകത്ത് മാഗ്നീസ് +7ഉം ഇവിടെ പ്രൊഡക്റ്റിനകത്ത് +2 ആണ്. ഇറ്റ്സ് എ 5 ഇലക്ട്രോൺ അക്സെപ്റ്റർ. സോ n ഫാക്ടർ 5 ആണ്. ഇവിടെ Fe2+ൻ്റെ n ഫാക്ടർ എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, സോ n ഫാക്ടർ ഇൻറ്റു മൊളാരിറ്റി ആണ് നോർമാലിറ്റി. സോ നോർമാലിറ്റി ഓഫ് MnO4 മൈനസ് എന്താ, n ഫാക്ടർ 5 ഇൻറ്റു മൊളാരിറ്റി 0.01 ഇൻറ്റു വോളിയം ഓഫ് MnO4 മൈനസ് എന്താ, അത് നമുക്ക് അറിയില്ല. സോ വോളിയം ഓഫ് MnO4 മൈനസ് അങ്ങനെ തന്നെ ഇട്ടേക്കാം, ഇസ് ഈക്വൽ ടു നോർമാലിറ്റി ഓഫ് Fe2+. ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട് എത്രയാ, മോർ സോൾട്ടിൻ്റെ വാസ് ആഡഡ് ടു 20 ml 0.05 മോളർ മോർ സോൾട്ട്. ഓക്കെ, മോർ സോൾട്ടാണ്, മോർ സോൾട്ട് എസ് ആണ് കേട്ടോ, മോർ സോൾട്ട്. അപ്പോൾ ഇവിടെ മൊളാരിറ്റി ഓഫ് Fe2+ തന്നിട്ടുണ്ട് എത്രയാ, 0.05. n ഫാക്ടർ ഓഫ് Fe2+ എന്താ, 1 ആണ്. ഓക്കെ, ബിക്കോസ് ഇവിടെ 1 ഇലക്ട്രോൺ ഡോണറായിട്ടാണ് Fe2+ ആക്ട് ചെയ്തത്. സോ n ഫാക്ടർ ഈസ് 1 ഇൻറ്റു മൊളാരിറ്റി എന്താ, 0.05. ഓക്കെ, ഇൻറ്റു വോളിയം, വാട്ട് ഈസ് വോളിയം ഓഫ് മോർ സോൾട്ട് സൊല്യൂഷൻ, 20 ml. ഓക്കെ, സോ 20 ml. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് വോളിയം ഓഫ് MnO4 മൈനസ് കിട്ടും. അപ്പോൾ എന്തുമാത്രം പെർമാംഗനേറ്റ് ആണ് നമ്മൾ ഒഴിച്ചത് എന്നാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ, എത്ര കിട്ടി, 20 ഇൻറ്റു 0.05 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ എന്താ, 20 ഇൻറ്റു 0.05 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 0.01 ദാറ്റ് ഈസ് 0.05. അപ്പോൾ 20 കിട്ടിയത്. അപ്പോൾ 20 ml KMnO4 നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഓക്കെ, 20 ml KMnO4 ആണ് ഇങ്ങോട്ട് ഒഴിച്ചത്. സോ 20 ml ഒഴിച്ചാൽ ഇവിടെ 20 ml കുറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, സോ ബാക്കി എത്ര ml ഉണ്ട്, 20 ml വരെ നമ്മൾ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ബാക്കി 30 ml ബാക്കിയുണ്ട്. ഓക്കെ, സോ വോളിയം റിമൈനിങ്, ദ വോളിയം ഓഫ് KMnO4 ലെഫ്റ്റ് ഇൻ ദ ബ്യൂററ്റ് എത്രയാ, 30 ml. ഓക്കെ, 30 ml ബാക്കിയുണ്ടാവും. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ next question is KMnO4 is treated with ferrous ammonium sulfate hexahydrate in presence of dilute sulfuric acid. So number of moles or number of water molecule produced for 2 molecules of KMnO4 is, okay, അപ്പോൾ 2 മോൾ KMnO4 റിയാക്ട് ചെയ്താൽ എത്ര വാട്ടർ റിലീസ് ആകും, ഇത് JEE Main പ്രീവിയസ് ഒരു ക്വസ്റ്റൻ ആണ്, നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ എഴുതിയ റിയാക്ഷൻ തന്നെയാണ്. ഫെറസ് അമോണിയം സൾഫേറ്റ് എന്ന് പറയുന്നതിൻ്റെ ഫോർമുല എന്താ, FeSO4, മോർ സോൾട്ട് ആണ് കേട്ടോ, FeSO4 dot NH4 twice SO4 dot 6H2O. ഓക്കെ, അപ്പോൾ KMnO4 നമ്മൾ ടൈട്രേറ്റ് ചെയ്യുകയാണ് ഇൻ പ്രസൻസ് ഓഫ് ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡ്. ഓക്കെ, നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ മോളിക്യൂൾസ് പ്രൊഡ്യൂസ്ഡ് ഫോർ 2 molecules of KMnO4. ഓക്കെ, അപ്പോൾ MnO4 മൈനസ്, അതിൻ്റെ ബാലൻസ്ഡ് ഇക്വേഷൻ ഞാനൊന്ന് എഴുതാം. MnO4 മൈനസ് അസിഡിക് മീഡിയത്തിൽ 8H+ൻ്റെ പ്രസൻസിൽ 5 ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്തിട്ട് എന്തായിട്ട് മാറുന്നു, Mn2+ ആയിട്ട് മാറുന്നു. ഓക്കെ, ഇവിടെ ഒരു 4H2 വരും. സോ ഇതാണ് MnO4 മൈനസ് ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്ത് റെഡ്യൂസ് ആകുന്നതിൻ്റെ ഹാഫ് ഇക്വേഷൻ. ഓക്കെ, ഇനി ഫെറസ് അമോണിയം സൾഫേറ്റിനകത്ത് ആകെ ആക്റ്റീവ് സ്പീഷീസ് എന്ന് പറയുന്നത് Fe2+ ആണ്. അപ്പോൾ Fe2+ ഒരു ഇലക്ട്രോണെ റിലീസ് ചെയ്തിട്ട് എന്തായിട്ട് മാറി, Fe3+ ആയിട്ട് മാറി. എന്നിട്ട് ഒരു ഇലക്ട്രോണെ റിലീസ് ചെയ്തു. അതാണ് അതിൻ്റെ ഹാഫ് ഇക്വേഷൻ. ഇപ്പോൾ ഇത് ഓക്സിഡേഷൻ ഹാഫും ഇത് റിഡക്ഷൻ ഹാഫുമാണ്. ഇതിൻ്റെ LCM 5 ആണ്. സോ ഇതിനെ 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം, ഇതിനെ 1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇത് രണ്ടും ആഡ് ചെയ്ത് എഴുതാം. ഓക്കെ, രണ്ടും ആഡ് ചെയ്ത് ഓവറോൾ റിയാക്ഷൻ എഴുതാം. ഓക്കെ, അപ്പോൾ എന്ത് വരും, MnO4 മൈനസ് പ്ലസ് 5 Fe2+ പ്ലസ് 8H+ ഗിവ്സ് എന്ത് വരും, 5 Fe3+, പിന്നെ ഒരു Mn2+, പിന്നെ 4 H2O. ഓക്കെ, അപ്പോൾ ഇവിടെ
MnO4 മൈനസ് Fe2+നെ ഓക്സിഡൈസ് ചെയ്ത് കഴിയുമ്പോൾ 4H2നെ റിലീസ് ചെയ്യുന്നു. ഓക്കെ, ഇത് മാത്രമാണോ H2യുടെ സോഴ്സ്? അല്ല. ഇവിടെ 5 Fe2+ വന്നേക്കുന്നത് ശരിക്കും എവിടെ നിന്നാണ്? 5 ഫെറസ് അമോണിയം സൾഫേറ്റിനകത്തു നിന്നല്ലേ. അപ്പോൾ 5 ഫെറസ് അമോണിയം സൾഫേറ്റ് 5 മോർ സോൾട്ട് ഒരു 30 വാട്ടറിന് റിലീസ് ചെയ്യും, ശരിയല്ലേ? അപ്പോൾ ഇവിടെ 5 Fe2+ വന്നേക്കുന്നതിൻ്റെ കൂടെ ഒരു 30 വാട്ടർ കൂടിയുണ്ട്. സോ അവിടെ ഒരു 30 വാട്ടർ റിലീസ് ചെയ്യും, ഇവിടെ ഒരു 4 H2യും റിലീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ 1 മോൾ MnO4 മൈനസ് 5 മോൾ മോർ സോൾട്ടായിട്ട് റിയാക്ട് ചെയ്താൽ ടോട്ടൽ റിലീസ് ചെയ്യുന്നത് 34 മോൾ വാട്ടറാണ്. നമുക്ക് പക്ഷേ ക്വസ്റ്റനിൽ തന്നേക്കുന്നത് എന്താ? 2 മോൾ KMnO4 റിയാക്ട് ചെയ്യുന്ന കാര്യത്തിനെ കുറിച്ചാണ് ചോദിച്ചത്. ഓക്കെ, 2 മോളിക്യൂൾസ് ഓഫ് KMnO4 പറഞ്ഞത്. അപ്പോൾ 2 മോളിക്യൂൾ KMnO4 റിയാക്ട് ചെയ്യുന്ന എത്ര മോളിക്യൂളായിരിക്കും? 10 മോളിക്യൂൾസ് ഓഫ് മോർ സോൾട്ട് ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ 10 മോർ സോൾട്ട് റിയാക്ട് ചെയ്താൽ അവിടെ 60 വാട്ടർ മോളിക്യൂളായി. അപ്പോൾ 60 വാട്ടർ മോളിക്യൂൾ പ്രൊഡക്റ്റ് വരും. അത് കൂടാതെ MnO4 മൈനസിൻ്റെ സ്വന്തം ഓക്സിജൻ വരുന്ന 4 8 വാട്ടറും കൂടി വരും. അപ്പോൾ മൊത്തം എത്ര വാട്ടറായി? 68 വാട്ടറായി. ഓക്കെ, സോ 2 മോളിക്യൂൾസ് ഓഫ് KMnO4 റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ ടോട്ടൽ റിലീസ് ചെയ്യുന്ന വാട്ടർ എന്ന് പറയുന്നത് 68 ആണ്. കാരണം 2 MnO4 മൈനസ് തരുന്ന 8 വാട്ടറുണ്ട്, പിന്നെ അതുകൂടാതെ മോർ സോൾട്ടിനകത്ത് 10 മോർ സോൾട്ടിനകത്തുനിന്ന് വരുന്ന 60 വാട്ടർ മോളിക്യൂളുണ്ട്. സോ ടോട്ടൽ നമ്പർ ഓഫ് വാട്ടർ മോളിക്യൂൾ പ്രൊഡ്യൂസ്ഡ് വിൽ ബി 68. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വീണ്ടും ഇക്വലൻസ് കൺസെപ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. 2 gram സാമ്പിൾ കണ്ടെയ്നിങ് MnO2 is treated with HCl liberating Cl2. ഓക്കെ, അപ്പോൾ MnO2 ആരുമായിട്ട് റിയാക്ട് ചെയ്യുന്നു? HCl ആയിട്ട് റിയാക്ട് ചെയ്യുന്നു. MnO2 റിയാക്ട് വിത്ത് HCl ടു ഗിവ് എന്ത് തരുന്നു? Cl2. ഓക്കെ, അപ്പോൾ MnO2 എന്തായിട്ട് മാറുകയും ചെയ്യും? Mn2+, MnCl2 ഒക്കെ ആയിട്ട് മാറും. MnCl2 കിട്ടും. ഓക്കെ, അപ്പോൾ ഓക്സിഡൈസ് സ്റ്റേറ്റ് ഓഫ് മാംഗനീസ് +4 എങ്ങോട്ട് പോയി? +2 പോയി. HCl Cl-1 നിന്ന് 0 പോയി, ഓക്സിഡൈസ് ആയി. ആ Cl2 ഗ്യാസിന് എന്ത് ചെയ്തു? Ka സൊല്യൂഷൻ്റെ അകത്തോടെ ബബിൾ ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് അയഡിൻ കിട്ടും. അപ്പോൾ അവിടെ കിട്ടിയ Cl2നെ ഫർദർ നമ്മൾ ആരുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ചു? I- പൊട്ടാസ്യം അയഡൈഡുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? I2 കിട്ടി. എന്നിട്ട് Cl2 എന്തായി മാറുകയും ചെയ്തു? Cl- ആയിട്ട് മാറുകയും ചെയ്തു. ആ കിട്ടിയ അയഡിനെ സോഡിയം തയോസൾഫേറ്റുമായിട്ട് ഹൈഡ്രേറ്റ് ചെയ്തു. ഓക്കെ, സോ 0.1 മോളാർ സോഡിയം തയോസൾഫേറ്റ് വെച്ച് ഇവിടെ ലിബറേറ്റ് ചെയ്ത I2നെ ടൈട്രേറ്റ് ചെയ്യാം. ഓക്കെ, സോ അവിടെ ലിബറേറ്റ് ചെയ്ത അയഡിൻ റിയാക്ടിങ് വിത്ത് ആരാ? സോഡിയം തയോസൾഫേറ്റ്. ഓക്കെ, S2O3 2- ഇതായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് കിട്ടും? 2I- ആൻഡ് S4O6 2- കിട്ടും. ഓക്കെ, S4O6 2-. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് MnO2 ഇൻ ദ സാമ്പിൾ എന്താ? ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇക്വലൻസ് കൺസെപ്റ്റ് തന്നെ ഉപയോഗിക്കണം. ലോ ഓഫ് കെമിക്കൽ ഇക്വലൻസ് അനുസരിച്ച് നമ്പർ ഓഫ് ഇക്വലൻസ് ഓഫ് MnO2 ഈക്വൽ ടു നമ്പർ ഓഫ് ഇക്വലൻസ് ഓഫ് HCl ആണ്, ഈക്വൽ ടു നമ്പർ ഓഫ് ഇക്വലൻസ് ഓഫ് Cl2 ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ എല്ലാ റിയാക്ടിൻ്റെയും പ്രൊഡക്റ്റിൻ്റെ ഇക്വലൻറ്റ് സെയിമാണ് അക്കോർഡിംഗ് ടു ലോ ഓഫ് കെമിക്കൽ ഇക്വലൻസ്. അതായത് നമ്പർ ഓഫ് ഇക്വലൻസ് ഓഫ് MnO2 നമ്പർ ഓഫ് ഇക്വലൻസ് ഓഫ് Cl2 സെയിം ആയിരിക്കും. ആ Cl2 ആണ് അടുത്ത സ്റ്റെപ്പിൽ I- റിയാക്ട് ചെയ്തിട്ട് I2 ഫോം ചെയ്തത്. സോ അവിടെ ലിബറേറ്റ് ചെയ്ത നമ്പർ ഓഫ് ഇക്വലൻസ് ഓഫ് Cl2 തന്നെയാണ് ഇവിടെ റിയാക്ട് ചെയ്തത്. ആ Cl2ൻ്റെ ഇക്വലൻറ്റും ഇവിടുത്തെ അയഡിൻ്റെ ഇക്വലൻറ്റും സെയിമാണ്. അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം, നമ്പർ ഓഫ് ഇക്വലൻസ് ഓഫ് MnO2 നമ്പർ ഓഫ് ഇക്വലൻസ് ഓഫ് I2വും സെയിം ആണ്. ഓക്കെ, ഇനി ആ അയഡിൻ ആരുമായിട്ട് റിയാക്ട് ചെയ്തു? സോഡിയം തയോസൾഫേറ്റുമായിട്ട് റിയാക്ട് ചെയ്തു. അപ്പോൾ നമ്പർ ഓഫ് ഇക്വലൻസ് ഓഫ് അയഡിൻ ആൻഡ് നമ്പർ ഓഫ് ഇക്വലൻസ് ഓഫ് സോഡിയം തയോസൾഫേറ്റ് സെയിമാണ്. ഓക്കെ, so ultimately number of equivalents of MnO2 is equal to number of equivalents of thiosulfate ആയി. കാരണം MnO2ൻ്റെ ഇക്വലൻറ്റും Cl2ൻ്റെ ഇക്വലൻറ്റും സെയിമാണ്, Cl2ൻ്റെ ഇക്വലൻറ്റും I2ൻ്റെ ഇക്വലൻറ്റും സെയിമാണ്, I2ൻ്റെ ഇക്വലൻറ്റും തയോസൾഫേറ്റിൻ്റെ ഇക്വലൻറ്റും സെയിമാണ്. അപ്പോൾ MnO2ൻ്റെ ഇക്വലൻറ്റും തയോസൾഫേറ്റിൻ്റെ ഇക്വലൻറ്റും സെയിം ആയിരിക്കും. ഓക്കെ, സോ therefore നോർമാലിറ്റി, ഓക്കെ, നോർമാലിറ്റി ഓഫ് അല്ലെങ്കിൽ ഇക്വലൻസ് ഓഫ് MnO2 equal to equivalence of S2O3 2- ആണെന്ന് പറയാം. ഓക്കെ, ഇനി ക്വസ്റ്റിനകത്ത് കൊടുത്തേക്കുന്ന ഡാറ്റ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. തയോസൾഫേറ്റിൻ്റെ ഇക്വലൻറ്റ് കണ്ടുപിടിക്കാനുള്ള എന്ത് ഡാറ്റയാണ് തന്നേക്കുന്നത്? 60 ml 0.1 മോളാർ സോഡിയം തയോസൾഫേറ്റുമായിട്ടാണ് നമ്മുടെ അയഡിൻ റിയാക്ട് ചെയ്തത്. ഓക്കെ,
സോ ഇക്വലൻസ് കണ്ടുപിടിക്കാൻ നോർമാലിറ്റി ഇൻറ്റു വോളിയം ചെയ്യാം. തയോസൾഫേറ്റിൻ്റെ എൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ 1 ആണ്. കാരണം ഇവിടെ സൾഫറിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് +2 ആണ്. പ്രൊഡക്റ്റിനകത്ത് സൾഫറിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് 2.5 ആണ്. അപ്പോൾ +2 നിന്ന് 2.5 പോയപ്പോൾ ഒരു സൾഫറിന് ഹാഫ് ഇലക്ട്രോണാണ് നഷ്ടപ്പെട്ടത്. അപ്പോൾ ഇവിടെ 2 സൾഫർ ഉള്ളതുകൊണ്ട് മൊത്തം 1 ഇലക്ട്രോൺ ലോസാണ്. സോ എൻ ഫാക്ടർ ഈസ് 1 ആണ്. ഓക്കെ, സോ എൻ ഫാക്ടർ ഈസ് 1. എൻ ഫാക്ടർ ഇൻറ്റു മൊളാരിറ്റി. വാട്ട് ഈസ് മൊളാരിറ്റി? 0.1. എൻ ഫാക്ടർ ഇൻറ്റു മൊളാരിറ്റി ഇൻറ്റു വോളിയം. വോളിയം എത്ര ml? 60 ml ആണ്. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ 6 മില്ലി ഇക്വലൻ്റ് എന്ന് വരും. 6 മില്ലി ഇക്വലൻ്റ്. ഓക്കെ, സോ നമ്പർ ഓഫ് മില്ലി ഇക്വലൻസ് ഓഫ് MnO2 ഈസ് ഈക്വൽ ടു 6 എന്ന് കിട്ടി. ഓക്കെ, ഇനി MnO2ൻ്റെ മാസ്. മാംഗനീസിൻ്റെ മാസ് 55ഉം 2 ഓക്സിജന് 32 ആണ്. സോ 5 + 2 7, 5 + 3 8, 87 എന്ന് വരും. ഓക്കെ, സോ ദിസ് ഇസ് എ മോളാർ മാസ്. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് ഇക്വലൻസ് ഓഫ് MnO2 എത്ര കിട്ടി? 6 മില്ലി ഇക്വലൻ്റ് എന്ന് കിട്ടി. ഇനി നമുക്ക് മാസ് ഓഫ് 6 മില്ലി ഇക്വലൻ്റ് MnO2 കണ്ടുപിടിക്കാം. മാസ് ഓഫ് 6 മില്ലി ഇക്വലൻ്റ് MnO2 അതെന്താ? ഓക്കെ, സോ ഇവിടെ മാംഗനീസ് ഡൈ ഓക്സൈഡ് എന്തായിട്ടാണ് മാറിയത്? മാംഗനീസ് ഡൈ ഓക്സൈഡിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് +4 ആയിരുന്നു. അവിടെ കിട്ടിയ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് Mn2+ ആണ്. സോ മാംഗനീസിന് 2 ഇലക്ട്രോൺ ഗെയിൻ ഉണ്ടായി. ഓക്കെ, 2 ഇലക്ട്രോൺ ഗെയിൻ. സോ എൻ ഫാക്ടർ ഓഫ് MnO2 ഈസ് 2 ആണ്. സോ MnO2ൻ്റെ എൻ ഫാക്ടർ എന്താ? 2 ആണ്. ഓക്കെ, സോ മാസ് ഓഫ് 6 മില്ലി ഇക്വലൻ്റ് MnO2 ഈസ് ഈക്വൽ ടു 6 ഇൻറ്റു equivalent mass of MnO2, that is 87 divided by 2, molar mass divided by n factor, അതാണ് equivalent mass. Okay, so that is 6/2 എന്ന് പറഞ്ഞാൽ 3 അല്ലേ. സോ 3 ഇൻറ്റു 87, സോ 87 ഇൻറ്റു 3, 7 × 3 21, 8 × 3 24, 25, 26. ഓക്കെ, സോ 261 മില്ലി ഗ്രാംസ് എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, സോ ദിസ് ഈസ് മില്ലി ഇക്വലൻ്റ്, ദിസ് ഈസ് ഇക്വലൻസ് പെർ ഗ്രാം. ഓക്കെ, gram per equivalent, this many grams per equivalent, grams per equivalent. അപ്പോൾ ഇക്വലൻ്റ് മാസ് ഗ്രാം പെർ ഇക്വലൻ്റ്, ഇത് മില്ലി ഇക്വലൻ്റ്. അപ്പോൾ ഇക്വലൻ്റ് കട്ട് ചെയ്ത് പോയി, ഇപ്പോൾ മില്ലി ഗ്രാംസ് കിട്ടി. സോ 261 മില്ലി ഗ്രാംസ് ആണ് എന്ത്? മാസ് ഓഫ് MnO2. സോ മാസ് ഓഫ് MnO2 ഈസ് 261. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നേക്കുന്ന സാമ്പിൾ, ആക്ച്വലി തന്നേക്കുന്ന സാമ്പിൾ 2 ഗ്രാം സാമ്പിളാണ്. അപ്പോൾ 2 ഗ്രാം MnO2 അല്ല, ശരിക്കും 2 ഗ്രാം സാമ്പിളാണ്. അതിനകത്ത് MnO2 എത്രയേ ഉള്ളൂ? സോ 261 mg ഉള്ളൂ. ഓക്കെ, സോ പെർസെൻറ്റേജ് MnO2 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? പെർസെൻറ്റേജ് MnO2 കണ്ടുപിടിക്കാൻ 261 ഡിവൈഡ് ബൈ 2000 മില്ലിഗ്രാം നടാം. 2 ഗ്രാം എന്ന് പറഞ്ഞാൽ 2000 മില്ലിഗ്രാം നടാം ഇൻറ്റു 100. ഓക്കെ, സോ ദാറ്റ് ഈസ് 261/20. 261 ഡിവൈഡ് ബൈ 20 എന്ന് വരും. അതായത് 26.1 ഡിവൈഡ് ബൈ 2, ദാറ്റ് ഈസ് 13.05% എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇത് ഇൻറ്റീജർ ആയതുകൊണ്ട് നമുക്ക് 13നെ റൗണ്ട് ചെയ്യാം. 13.05 എന്താണ് എഴുതാം? 13 എഴുതാം. സോ പെർസെൻറ്റേജ് ഓഫ് MnO2 എന്ന് പറയുന്നത് എന്താ? 13% ആണ്. സോ ആൻസർ ഈസ് 13. ഓക്കെ, സോ നമ്മൾ ഇന്ന് റിഡോക്സ് റിയാക്ഷൻസിൽ ഒട്ടുമിക്ക ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എല്ലാം കവർ ചെയ്തു. ഓക്കെ, നമുക്കിനി നമ്മളിപ്പോൾ അവസാനം പെർമാഗ്നോമെട്രിയുടെ ടൈട്രേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരെ ചെയ്ത് ഇക്വലൻസ് കൺസെപ്റ്റ് അപ്ലൈ ചെയ്ത് പെർമാഗ്നോമെട്രി ടൈട്രേഷൻസും ചെയ്തു. പിന്നെ അവസാനം നമ്മളിപ്പോൾ കണ്ട ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അയോഡോമെട്രിയുടെ ഒരു ആപ്ലിക്കേഷനാണ്, അതും വന്നിട്ടുണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. നമുക്ക് ഈ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.